ആസ്പിറൻസ്, എൻ്റെ പേര് ആതിര. ഏവർക്കും മാസ്റ്റർ കി അക്കാഡമിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ നമുക്കറിയാം CPOയുടെ എക്സാമിങ് അടുത്ത് വരികയാണ്. സോ CPOയുടെ മുൻവർഷ ഫിസിക്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. മുൻവർഷ ഫിസിക്സ് ക്വസ്റ്റ്യൻസ് എല്ലാ ടോപ്പിക്കും കവർ ചെയ്താണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സോ നിങ്ങൾ ഈ ഒരു ക്ലാസ് കണ്ടാൽ നിങ്ങൾക്ക് ഒരു 3 മാർക്ക് ഉറപ്പായിട്ടും സ്കോർ ചെയ്യാൻ പറ്റും. സോ വിത്തൗട്ട് എനി ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വായുവിൽ നിന്നും വെള്ളത്തിലേക്ക് ഒരു ശബ്ദ തരംഗം സഞ്ചരിക്കുകയാണെങ്കിൽ താഴെ പറയുന്നവയിൽ മാറ്റമില്ലാതെ തുടരുന്നത് ഏതാണ്? ഓപ്ഷൻസ്: വേഗത, തരംഗദൈർഘ്യം, തീവ്രത, ആവൃത്തി. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചേ, വായുവിൽ നിന്നും വെള്ളത്തിലേക്ക് ഒരു ശബ്ദ തരംഗം സഞ്ചരിക്കുന്നു. അപ്പൊ ഇതിന് മാറ്റമില്ലാതെ തുടരുന്ന ഒരു ക്വാണ്ടിറ്റിയുള്ളൂ, ഒരളവ് എപ്പോഴും മാറ്റമില്ലാതെ തുടരും. നമുക്കറിയാം എല്ലാ തരംഗങ്ങൾക്കുള്ള പ്രത്യേകതകളാണ് ഈ ഓപ്ഷനിൽ വന്നിരിക്കുന്നത്. തരംഗത്തിന് വേഗതയുണ്ട്, തരംഗ ദൈർഘ്യമുണ്ട്, തീവ്രതയുണ്ട്, ആവൃത്തിയുണ്ട്. ഇതിൽ മാറ്റമില്ലാതെ തുടരുന്ന അളവെന്ന് പറയുന്നത് ആവൃത്തിയാണ് കേട്ടോ. ആവൃത്തിയാണ്. എപ്പോഴും പ്രകാശമായിക്കോട്ടെ, ശബ്ദതരംഗമായിക്കോട്ടെ, ഗാമാ തരംഗമായിക്കോട്ടെ, റേഡിയോ തരംഗമായിക്കോട്ടെ, ഏത് തരംഗമായിക്കോട്ടെ, ആ ഒരു തരംഗം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് പോകുമ്പോൾ അതിന് മാറ്റമില്ലാതെ തുടരുന്ന അളവാണ് ആവൃത്തി കേട്ടോ. ആവൃത്തി എന്ന് പറയുന്നത് എന്ത് ചെയ്യില്ല, മാറില്ല. ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ വേഗത മാറാം, തീവ്രത മാറാം, തരംഗദൈർഘ്യം മാറാം, പക്ഷെ മാറാത്ത ആരാണ്? ആവൃത്തി. ഇപ്പൊ ഇതാ നോക്കിയേ, ഒരു തരംഗം ആദ്യം വായുവിലിരുന്നു, പിന്നീട് അത് ജലത്തിലോട്ട് പോയി. ഓക്കെ, വായുവില് അതിന്റെ ആവൃത്തി, നമ്മൾ ആവൃത്തി പറയുന്ന യൂണിറ്റ്സ് ഹെഡ്സ് ആണ് കേട്ടോ. ഹെഡ്സ്, ഹെൻറിച്ച് ഹെഡ്സ് എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രജ്ഞനെ ഓണർ ചെയ്തുകൊണ്ട് നമ്മൾ ഹെഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം വായുവില് അത് 2 ഹെഡ്സ് ആയിരുന്നു അതിന്റെ ആവൃത്തി എങ്കിൽ ഇതേ 2 ഹെഡ്സ് ആയിരിക്കും ജലത്തിലും അതിന്റെ ആവൃത്തി. മാറ്റമുണ്ടോ? ഇല്ല. വായുവിലും ജലത്തിലും ആവൃത്തി 2 ഹെഡ്സ് തന്നെ ആയിരിക്കും. അതാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ചോദിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻസ് പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി വെക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ ഫോക്കൽ ദൂരം F ആണെങ്കിൽ ഒരു വസ്തുവും അതിന്റെ യഥാർത്ഥ പ്രതിബിംബവും തമ്മിലുള്ള കുറഞ്ഞ ദൂരമായിരിക്കും. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് അനലൈസ് ചെയ്യാം. നമുക്കൊരു കോൺകേവ് ദർപ്പണം തന്നിട്ടുണ്ട്. നമ്മൾ കോൺകേവ് ദർപ്പണം എന്ന് പറഞ്ഞാൽ ദർപ്പണങ്ങൾ പലതരത്തിലുണ്ട്. കോൺകേവ് ഉണ്ട്, കോൺവെക്സ് ഉണ്ട്, പ്ലെയിൻ ദർപ്പണം, ഇങ്ങനെ പലതരത്തിലുള്ള ദർപ്പണങ്ങളുണ്ട്. കോൺകേവ് എന്ന് പറഞ്ഞാൽ അകവശം കുഴിഞ്ഞിരിക്കുന്ന ദർപ്പണമാണ് കോൺകേവ്. ഈ അകത്ത് കുഴിഞ്ഞ സ്ഥലത്തായിരിക്കും പ്രതിഫലനം നടക്കുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഇവിടെ ആയിരിക്കും പ്രതിഫലനം നടക്കുന്നത്. ഈ പ്രതിഫലനം നടക്കാത്ത ഭാഗത്താണ് നമ്മളിങ്ങനെ വര കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ വര കൊടുത്തിരിക്കുന്നില്ലേ, ഇത് പ്രതിഫലനം സംഭവിക്കാത്ത സ്ഥലമാണ്. അപ്പൊ ഇതിന്റെ അകത്തായിരിക്കും പ്രതിഫലനം നടക്കുന്നത്. ഇനി ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ ഫോക്കൽ ദൂരം നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഫോക്കൽ ദൂരം എന്ന് പറഞ്ഞാൽ ഈ ദർപ്പണത്തിന് ഒരു സെന്റർ പോയിന്റ് കാണും. നമ്മൾ ഈ ദർപ്പണം എടുത്താൽ ആ ദർപ്പണത്തിന്റെ യഥാർത്ഥത്തിൽ ഒരു കേന്ദ്രഭാഗം കാണത്തില്ലേ. ഈ ദർപ്പണത്തിന്റെ കേന്ദ്രഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോള്. ഓക്കെ, പോൾ. ഇനി ഈ ദർപ്പണത്തിലേക്ക് പ്രകാശം വന്ന് പതിക്കുന്നു. ഇപ്പൊ ഇങ്ങനെ ഒരു ദർപ്പണം എടുത്തു, നമ്മൾ ഈ ഒരു ദർപ്പണത്തിലേക്ക് പ്രകാശം വന്ന് പതിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എല്ലാ പ്രകാശവും വന്ന് പതിച്ചിട്ട് ഒരു പർട്ടിക്കുലർ പോയിന്റിലൂടെ ആയിരിക്കും എല്ലാ പ്രകാശരശ്മിയും കടന്നു പോകുന്നത്. ഈ ഒരു പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മുഖ്യ ഫോക്കസ് അല്ലെങ്കിൽ ഫോക്കസ്. മുഖ്യ ഫോക്കസ് അല്ലെങ്കിൽ ഫോക്കസ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ F കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മളൊരു F ഫോക്കസും റെപ്രസെന്റ് ചെയ്തു, പോളും റെപ്രസെന്റ് ചെയ്തു. ഈ ഫോക്കസും പോളും തമ്മിലുള്ള ദൂരമാണ് ഫോക്കൽ ദൂരം, സ്മാൾ f. ഫോക്കൽ ദൂരം അല്ലെങ്കിൽ ഫോക്കൽ ലെങ്ത്. ഈ ഫോക്കസും പോളും തമ്മിലുള്ള ഈ ഒരു ദൂരത്തെയാണ് നമ്മൾ ഫോക്കൽ ദൂരം എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ നോക്കിയേ, യഥാർത്ഥ, ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവും യഥാർത്ഥ പ്രതിബിംബവും തമ്മിലുള്ള കുറഞ്ഞ ദൂരം. നമുക്കൊരു കോൺകേവ് ദർപ്പണം തന്നു. അപ്പൊ ഏത് പോയിന്റിൽ വെക്കുമ്പോഴാണ് വസ്തുവിനും അതിന്റെ യഥാർത്ഥ പ്രതിബിംബത്തിനും കുറഞ്ഞ ദൂരം ലഭിക്കുക? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് ഈ വസ്തുവിനെ ആദ്യം നമുക്ക് കുറഞ്ഞ ദൂരം കിട്ടണമെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് വേണം വസ്തുവിനെ വെച്ച് വരാൻ. അപ്പൊ നമുക്ക് ഒരിക്കലും ഒരു വസ്തുവിനെ പോളിൽ കൊണ്ടുവന്ന് വെക്കാൻ പറ്റില്ല. പോൾ എന്ന് പറയുന്നത് ഈ ഒരു നമ്മൾ എടുക്കുന്ന ദർപ്പണത്തിന്റെ സെന്റർ പോയിന്റ് അല്ലേ.
അത് നമുക്ക് കാണാൻ പോലും പറ്റില്ല. അപ്പൊ അവിടെ കൊണ്ടുവന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു വസ്തുവിനെ വെക്കാൻ പറ്റില്ല. ഇനി ഇതാ നോക്കിയേ, നമുക്ക് ഈ പോളിന്റെയും ഫോക്കസിന്റെയും ഇടയിൽ വെച്ചാൽ നമുക്ക് ഒരു യഥാർത്ഥ പ്രതിബിംബം ലഭിക്കില്ല. കാരണം ഈ പോളിനും ഫോക്കസിനും ഇടയിൽ വെക്കുമ്പോൾ നമുക്ക് ഈ ദർപ്പണത്തിന് പിറകിലായിട്ട് ഒരു മിഥ്യാ പ്രതിബിംബമാണ് കിട്ടുന്നത്. ഇനി അടുത്തത് നമ്മൾ ഫോക്കസിൽ കൊണ്ടുവന്ന് നോക്കുന്നു. അപ്പൊ നിങ്ങൾക്കറിയാം, ഫോക്കസിൽ എപ്പോഴും ഒരു വസ്തുവിനെ വെച്ചാൽ നമുക്ക് പ്രതിബിംബം കിട്ടുന്നത് ഇൻഫിനിറ്റിയിലാണ്, അല്ലെങ്കിൽ അനന്തതയിലാണ്. ഈ അനന്തതയിൽ ഉണ്ടാകുന്ന പ്രതിബിംബത്തിന്റെ ഫീച്ചറും കൂടെ ഓർത്ത് നോക്കുക. അതൊരു മിഥ്യാ പ്രതിബിംബമായിരിക്കും. യഥാർത്ഥ പ്രതിബിംബമാണോ? അല്ല, ഒരു മിഥ്യാ പ്രതിബിംബമായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് അവര് യഥാർത്ഥ പ്രതിബിംബമായിരിക്കണം. പ്രതിബിംബം എന്തായിരിക്കണം? യഥാർത്ഥമായിരിക്കണം. അപ്പൊ നമ്മൾ ഫോക്കസിൽ വെച്ചാൽ നമുക്ക് എന്തായിരിക്കും? മിഥ്യാ പ്രതിബിംബമായിരിക്കും. അപ്പൊ ഇനി നമ്മൾ ഇങ്ങോട്ടുള്ള പോയിന്റുകൾ എടുക്കാം. ഇനി അടുത്ത നമ്മുടെ മിററിന്റെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് സി ആണ്. സി എന്ന് പറയുന്നത് സെന്റർ ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ വക്രതാ കേന്ദ്രം. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന കോൺകേവ് മിറർ ഇല്ലേ, കോൺകേവ് മിററും കോൺവെക്സ് മിററും ഒക്കെ ഒരു സ്ഫിയറിന്റെ അല്ലെങ്കിൽ ഒരു ഗോളത്തിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന പീസാണ്. ഇപ്പം നമ്മൾ ഒരു ഐസ്ക്രീം എടുത്തു, നമ്മൾ ഈ ബോൾ ഐസ്ക്രീം ഇല്ലേ, അപ്പോൾ ബോൾ ഐസ്ക്രീമിനൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ബോൾ ഐസ്ക്രീമിന് ഒരു ക്യാപ്പ് കാണത്തില്ലേ. അപ്പോൾ ആ ബോൾ ഐസ്ക്രീമിന്റെ ആ ക്യാപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു മിറർ പോലെ നോക്കാം. ബോൾ എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള ഒരു ബോൾ ഐസ്ക്രീം ഒരു സ്ഫിയർ ആയിരുന്നു, അതിൽ നിന്നും നമ്മൾ ആ ക്യാപ്പ് മാത്രം കട്ട് ചെയ്തെടുത്തു. അങ്ങനെ നമ്മൾ ആ കട്ട് ചെയ്തെടുക്കുന്ന ക്യാപ്പാണ് എന്ത്? നമ്മുടെ മിറർ അല്ലെങ്കിൽ ദർപ്പണം എന്ന് പറയുന്നത്. അപ്പൊ ബാക്കി ഒരു സ്ഫിയർ ഉണ്ടല്ലോ, അപ്പൊ ഈ സ്ഫിയറിന് ഒരു കേന്ദ്രം കാണില്ലേ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വക്രതാ കേന്ദ്രം. ഇനി നമ്മൾ ഇതാ കൊണ്ടുവന്ന് ഈ വസ്തുവിനെ വക്രതാ കേന്ദ്രത്തിൽ വെക്കുന്നു. ഓക്കെ, വക്രതാ കേന്ദ്രത്തിൽ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു വസ്തുവിനെ വക്രതാ കേന്ദ്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതേ പോയിന്റിൽ തന്നെ ഇതേ സൈസുള്ള ഒരു ഇമേജ് തലകീഴായിട്ട് വയ്ക്കും. അതായത് ഞാനിപ്പോൾ 2 സെന്റിമീറ്റർ ഉള്ള ഒരു വസ്തു വെച്ച് കഴിഞ്ഞാൽ ഇതേ പോയിന്റിൽ എനിക്ക് 2 സെന്റിമീറ്റർ ഉള്ള അതേ അളവിലുള്ള വസ്തു തല തിരിഞ്ഞ് കിട്ടും. ഇപ്പം നമ്മൾ നേരെ ഇരിക്കുന്ന വസ്തു ആണെങ്കിൽ ഈ പോയിന്റിൽ തന്നെ തല തിരിഞ്ഞായിരിക്കും എന്ത് കിട്ടുന്നത്? പ്രതിബിംബം കിട്ടുന്നത്. ഓക്കെ, അപ്പം നമുക്ക് യഥാർത്ഥ പ്രതിബിംബം കിട്ടിയപ്പം ഈ പോയിന്റ് തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് നമുക്കൊന്ന് നോക്കിയാലോ. നമ്മുടെ ക്വസ്റ്റ്യൻ അതല്ലേ, വസ്തുവും അതിന്റെ യഥാർത്ഥ പ്രതിബിംബവും തമ്മിലുള്ള കുറഞ്ഞ ദൂരം. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങളിതാ ഇവിടെ നിൽക്കുന്നു, നിങ്ങളുടെ ഇമേജ് ഇതാ ഇവിടെ തന്നെ ഫോം ചെയ്യുന്നു. അപ്പോൾ ഇതിന്റെ ഡിസ്റ്റൻസ് എത്ര? എന്തെങ്കിലും ഡിസ്റ്റൻസ് ഉണ്ടോ? നിങ്ങളുടെ ഇമേജും ഈ ഒരു പോയിന്റ് കിട്ടുന്നു, നിങ്ങൾ ഇവിടെ നിൽക്കുന്നു, നിങ്ങളുടെ ഇമേജ് ഇവിടെ തന്നെ നിൽക്കുന്നു. അപ്പൊ ഇവർ തമ്മിൽ എന്തെങ്കിലും ദൂരം ഉണ്ടോ? ഡിസ്റ്റൻസ് ഉണ്ടോ? ഡിസ്റ്റൻസ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഡിസ്റ്റൻസ് 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? 0. മനസ്സിലായ ഒരു ക്വസ്റ്റ്യൻ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ഡിഫറെന്റ് ടൈപ്പിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. യൂഷ്വലി ഇതിനകത്ത് നമ്മളിങ്ങനെ ചോദിക്കുന്നത് ഫോക്കൽ ലെങ്തും സെന്റർ ഓഫ് കർവേച്ചറും വെച്ചിട്ട് റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് യൂഷ്വലി ചോദിക്കുന്നത്. അപ്പൊ റേഡിയസ് ഓഫ് കർവേച്ചറും കൂടെ നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഫോക്കസും പോളും തമ്മിലുള്ള ദൂരത്തെയാണ് നമ്മൾ ഫോക്കൽ ദൂരം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ നോക്കിയേ, ഈ പോളും ഈ സെന്റർ ഓഫ് കർവേച്ചറും തമ്മിലുള്ള ദൂരത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് റേഡിയസ് ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ വക്രതാ ആരം. ഓക്കെ, അപ്പൊ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് ഫോക്കസും നമ്മുടെ പോളും സെന്റർ ഓഫ് കർവേച്ചറും തമ്മിലുള്ള ദൂരത്തെ നമ്മൾ പറയുന്ന പേരാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്തുമായിട്ട് ഒരു റിലേഷൻ ഉണ്ട്. റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ പകുതി ആയിരിക്കും എപ്പോഴും ഫോക്കൽ ദൂരം. ഓക്കെ, റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ പകുതി ആയിരിക്കും ഫോക്കൽ ദൂരം. അപ്പൊ റേഡിയസ് ഓഫ് കർവേച്ചർ 10 സെന്റിമീറ്റർ തന്ന ഫോക്കൽ ദൂരം എന്ന് പറയുന്നത് ഈ 10ന്റെ പകുതി, അതായത് 5 സെന്റിമീറ്റർ ആയിരിക്കും ഫോക്കൽ ദൂരം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, പ്രകാശത്തിന്റെ ശൂന്യതയിലെ പ്രവേഗം 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ എന്ത് മാറ്റിയാൽ പ്രകാശത്തിന്റെ ഈ പ്രവേഗത്തിന് മാറ്റം വരുത്താൻ കഴിയും? അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. എപ്പോഴും നിങ്ങൾ ഓർത്തു വെക്കുക, ഏതെങ്കിലും ഒരു മാധ്യമത്തിലൂടെ ഒരാൾ സഞ്ചരിക്കുന്നു. അപ്പൊ പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നു. ഈ ശൂന്യതയിലൂടെ സഞ്ചരിച്ചാൽ ശൂന്യതയിൽ ഏത് പോയിന്റ് നോക്കിയാലും നമുക്ക് കിട്ടുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് 3 × 10⁸ ആണ്. 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആയിരിക്കും. അതായത് ഈ ഒരു പ്രവേഗത്തിന് മാറ്റം കാണില്ല. എല്ലായിടത്തും ആ ഒരു ശൂന്യതയിൽ എല്ലാ പോയിന്റിലും നമ്മൾ പോയി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അളന്നാൽ നമുക്ക് എന്ത് കിട്ടും? 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആയിരിക്കും അതിന്റെ വേഗത. ഓക്കെ, ഇനി ഇതേ പ്രകാശം മറ്റൊരു മാധ്യമത്തിലൂടെ സഞ്ചരിക്കുന്നു. ഇപ്പൊ പ്രകാശം ജലത്തിലൂടെ സഞ്ചരിക്കുന്നു എന്ന് വിചാരിക്കുക.
ഓക്കെ, അപ്പൊ ജലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിന്റെ പ്രവേഗം ഇപ്പം എക്സ് ആണെങ്കിൽ ജലത്തിന്റെ ഏതൊരു പോയിന്റ് എടുത്താലും ഈ പ്രവേഗം എന്ത് തന്നെ ആയിരിക്കും? എക്സ് തന്നെ ആയിരിക്കും. അതിനെന്തില്ല? മാറ്റമില്ല. ഇനി മാറ്റം വരുന്നത് എപ്പോഴാ? അത് ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് സഞ്ചരിക്കുമ്പോഴാണ് എന്ത് മാറ്റം വരുന്നത്? അതിന്റെ പ്രവേഗത്തിന് മാറ്റം വരുന്നത്. ഈ മാധ്യമത്തിൽ ഇപ്പൊ 3 × 10⁸ ആണെങ്കിൽ അടുത്ത മാധ്യമത്തിൽ വേറെ വെലോസിറ്റിയിലായിരിക്കുമോ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഒരു മാധ്യമത്തിൽ എപ്പോഴും അതിന്റെ വെലോസിറ്റി എന്തായിരിക്കും? ഫിക്സ്ഡ് ആയിരിക്കും. ശൂന്യതയിൽ എപ്പോഴും പ്രകാശത്തിന്റെ വേഗത 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. അപ്പൊ എന്ത് മാറ്റിയാൽ മാറ്റം വരുത്തും എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം എന്ത് മാറ്റിയാലും ഇപ്പൊ ഞാൻ തരംഗദൈർഘ്യമോ ഉന്നതിയോ ആവൃത്തിയോ ഒക്കെ മാറ്റി നോക്കിയിട്ടും നമ്മൾ വെലോസിറ്റി മെഷർ ചെയ്താൽ നമുക്ക് എന്ത് കാണാം? 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. അതായത് ഇതൊരു ഫിക്സ്ഡ് വാല്യൂ ആണ്. അത് എന്ത് ചെയ്യില്ല? ചേഞ്ച് ആവില്ല. അപ്പൊ ആൻസർ ഓർക്കുക, ഇവയിലൊന്നുമല്ല. ഒരു മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുമ്പം ആ മാധ്യമത്തിൽ ആ പ്രകാശത്തിന് വേഗത ഫിക്സ്ഡ് ആയിരിക്കും. നമ്മൾ ആരെയൊക്കെ മാറ്റാൻ ശ്രമിച്ചാലും ആ വേഗതയ്ക്ക് മാറ്റം വരുമോ? ഇല്ല. അപ്പൊ അതിന്റെ ആൻസർ ഇവയിലൊന്നും അല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തിന്റെ മൂല്യം എന്താണ്? അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എർത്തിന്റെ സെന്ററിൽ ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം. അപ്പൊ നമ്മൾ അറിയേണ്ടത് ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം നമ്മൾ G എന്നാണ് പറയുന്നത്. ഒരു വസ്തുവിൽ ഗുരുത്വാകർഷണം സംഭവിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ത്വരണമാണ് ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം, അല്ലെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയും. ഇതിന്റെ യൂഷ്വൽ വാല്യൂ നമ്മൾ പറയുന്നത് 9.8 മീറ്റർ/സെക്കൻഡ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ 3 കേസസ് പഠിക്കണം. ജിയുടെ വാല്യൂ ഓരോ പ്ലേസിൽ എന്തൊക്കെ ആയിരിക്കും എന്നുള്ള 3 കേസസ് നമ്മൾ പഠിക്കണം. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് നമ്മൾ നോക്കേണ്ടത് എർത്തിന്റെ ഈക്വേറ്ററിൽ ഇരിക്കുമ്പോൾ, ഭൂമധ്യ രേഖയിൽ ഒരു വസ്തു ഇരിക്കുമ്പോൾ ജിയുടെ വാല്യൂ. സെക്കൻഡ് വൺ, ധ്രുവത്തിലിരിക്കുമ്പോൾ ജിയുടെ വാല്യൂ, ഇക്വേറ്ററിൽ ഇരിക്കുമ്പോൾ ജിയുടെ വാല്യൂ, പോളിൽ ഇരിക്കുമ്പോൾ ജിയുടെ വാല്യൂ. അടുത്തത് കേന്ദ്രത്തിലിരിക്കും, ഭൂമിയുടെ കേന്ദ്രത്തിലിരിക്കുമ്പോൾ ജിയുടെ വാല്യൂ. അതിനായിട്ട് നമുക്ക് ആദ്യം ജിയുടെ ഇക്വേഷൻ ഒന്ന് എഴുതാം. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് Gm/r² ആണ് കേട്ടോ. G എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. ജിയുടെ വാല്യൂ ഒന്ന് ഓർത്ത് നോക്കുക, 6.67 × 10⁻⁻11. ഓക്കെ, ജിയുടെ വാല്യൂ 6.67 × 10⁻⁻11 Nm²/kg². ഓക്കെ, എം എന്ന് പറയുന്നത് മാസ് ആണ്. ഓക്കെ, മാസ് ആണ്, നമ്മൾ എടുക്കുന്ന വസ്തുവിന്റെ മാസ്. ഇപ്പം ഭൂമിയാണെങ്കിൽ അത് മാസ് ഓഫ് എർത്ത് വരും. ഇപ്പം നമ്മൾ പ്ലൂട്ടോ ആണെങ്കിൽ മാസ് ഓഫ് പ്ലൂട്ടോ വരും. ഓക്കെ, ഏത് വസ്തുവിനെയാണോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതനുസരിച്ച് മാസ് എടുക്കും. എവിടെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നു? ഇപ്പൊ ഭൂമിയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മാസ് ഓഫ് എർത്ത് എടുക്കണം. ഇപ്പൊ നമ്മൾ നെപ്റ്റ്യൂണിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മാസ് ഓഫ് നെപ്റ്റ്യൂൺ എടുക്കണം. ഓക്കെ, ഇനി ആർ എന്ന് പറയുന്നത് റേഡിയസ്. ഇവിടുത്തെ കേസ് നമ്മൾ ഭൂമിയുടെ അല്ലേ പറയുന്നത്. അപ്പൊ ഭൂമിയുടെ റേഡിയസ്. ഇപ്പൊ നെപ്റ്റ്യൂണിലാണെങ്കിൽ നെപ്റ്റ്യൂണിന്റെ മാസും നെപ്റ്റ്യൂണിന്റെ റേഡിയസും. ഓക്കെ, അപ്പൊ ജിയുടെ വാല്യൂ Gm/r² ആണ്. അപ്പൊ നമ്മൾ ഈ റിലേഷൻ വെച്ച് നിങ്ങൾ നോക്കിയേ, ജിയും r² തമ്മിൽ ഒരു വിപരീത അനുപാതത്തിലാണ് അല്ലെ. ജി മുകളിലും r താഴെയല്ലേ. അപ്പൊ രണ്ടുപേരും വിപരീത അനുപാതത്തിലാണ്. നമുക്കറിയാം നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് ഒരു ദീർഘവൃത്താകൃതി അല്ലെങ്കിൽ ഒരു എലിപ്റ്റിക്കൽ ഷേപ്പ് ആണ്. ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ നോക്കിയേ, ഇക്വേറ്ററിന് ഇത്രയും റേഡിയസ് ഉണ്ട്. ഇക്വേറ്ററിന്റെ റേഡിയസ് ഇത്രയേ ഉള്ളൂ, പക്ഷെ പോളിന്റെ റേഡിയസ് കുറവല്ലേ. അപ്പം ഇക്വേറ്ററിന്റെ കേസിൽ റേഡിയസ് കൂടുതലാണ്. അപ്പൊ നിങ്ങൾ നോക്കിയേ, റേഡിയസ് കൂടുതലാണെങ്കിൽ അതിനർത്ഥം എന്താ? ജിയുടെ വാല്യൂ കുറയും. റേഡിയസ് കൂടുതലാണ്, ജിയുടെ വാല്യൂ കുറവായിരിക്കും. സോ ഇക്വേറ്ററിൽ റേഡിയസ് കൂടുതൽ, ജിയുടെ വാല്യൂ ലോ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ പോളിൽ നോക്കിയേ, പോളില് റേഡിയസ് കുറവാണ്. റേഡിയസ് കുറഞ്ഞാൽ ജിയുടെ വാല്യൂ എന്തായിരിക്കും? കൂടും. ജിയുടെ വാല്യൂ ഹൈ ആയിരിക്കും. അടുത്തത് സെന്ററിൽ, ഭൂമിയുടെ കേന്ദ്രത്തിൽ എപ്പോഴും ഓർക്കുക ജിയുടെ വാല്യൂ 0 ആണ്. ഓക്കെ, അതായത് നമ്മൾ ജിയുടെ വാല്യൂ പൊതുവെ 9.8 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ഉണ്ട് കേട്ടോ. മീറ്റർ/സെക്കൻഡ് ആണ്. 9.8 മീറ്റർ/സെക്കൻഡ് ആണ്. പക്ഷെ നമ്മൾ ഇക്വേറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ ജിയുടെ വാല്യൂ 9.8നേക്കാൾ കുറവായിരിക്കും. ഏകദേശം 9.7 ഒക്കെ വരും കേട്ടോ. അത്രയും കുറവേ ഉള്ളൂ, ഒരുപാട് കുറയില്ല,
ചെറുതായിട്ട് കുറയും 9.7 ഒക്കെ. പക്ഷേ ഇക്വേറ്ററിൽ ജിയുടെ വാല്യൂ അല്പം കൂടി കൂടും. 9.87 ആണ് നമ്മൾ പോളിൽ ജിയുടെ വാല്യൂ കുറച്ചും കൂടെ കൂടും. കാരണം പോളിൽ റേഡിയസ് കുറവാണ്. അപ്പൊ ജിയുടെ വാല്യൂ ഏകദേശം 9.87 ആണ് വരുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ടത് കേന്ദ്രത്തിൽ, ഭൂമിയുടെ കേന്ദ്രത്തിൽ ജിയുടെ വാല്യൂ എപ്പോഴും 0 ആയിരിക്കും. ഈ രണ്ട് ക്വസ്റ്റ്യൻസും ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. പല എക്സാമിനും സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ഇത് ചോദിക്കും. അപ്പൊ നിങ്ങൾ ഇത് ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. എളുപ്പം നിങ്ങൾക്ക് ആ റിലേഷനിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ജി എന്ന് പറയുന്നത് r² വിപരീത അനുപാതത്തിലാണ്. സോ ജിയും r കൂടിക്കഴിഞ്ഞാൽ ജി കുറയും, r കുറഞ്ഞാൽ ജി കൂടും. അങ്ങനെ ഓർത്ത് വെച്ച് നിങ്ങൾക്ക് ഇത് എളുപ്പം ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ എന്താ? ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് നിങ്ങൾ ഓർക്കുക, ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തിന്റെ മൂല്യം എന്തായിരിക്കും? 0 ആയിരിക്കും. ചിലർ ജിയുടെ വാല്യൂ 9.8 അല്ലേ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇത് കറുപ്പിക്കും. അത് റോങ് ആണ്. ജിയുടെ പൊതുവേ ഉള്ള വാല്യൂ 9.8 ആണ്. പക്ഷെ ഭൂമിയുടെ കേന്ദ്രം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭൂമിയുടെ കേന്ദ്രത്തിൽ ജിയുടെ വാല്യൂ 0 ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 2 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിനെ 2 മീറ്റർ ഉയരത്തിൽ എത്തിക്കാൻ ആവശ്യമായ പ്രവൃത്തിയുടെ അളവ് എത്ര? അപ്പൊ നമ്മുടെ കയ്യിൽ 2 കിലോഗ്രാം. അപ്പൊ നിങ്ങൾ നോക്കി, ഇത് ഏത് അളവാണ് തന്നിരിക്കുന്നത്? ക്വസ്റ്റ്യനിൽ പറയുന്നു ഭാരം എന്ന്. പക്ഷെ നിങ്ങൾ നോക്കിയേ, നമ്മുടെ ക്വസ്റ്റ്യനിൽ ഭാരം എന്നോ അങ്ങനെ പിണ്ഡം എന്നോ ഒക്കെ പറയുന്നത് നമ്മൾ അതല്ല നോക്കേണ്ടത്. നമ്മൾ ഈ അളവിനെ വേണം നോക്കാൻ. തന്നിരിക്കുന്ന അളവ് മാത്രമേ നോക്കാവൂ. നമുക്ക് കിലോഗ്രാം എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കിലോഗ്രാം ആരുടെ യൂണിറ്റ് ആണ്? മാസിന്റെ യൂണിറ്റ് ആണ് കേട്ടോ. മാസിന്റെ യൂണിറ്റ് ആണ് കിലോഗ്രാം. അത് വെയിറ്റ് ആയിരുന്നെങ്കിൽ, തന്നിരുന്നത് ഒരു വെയിറ്റ് അല്ലെങ്കിൽ ഭാരമായിരുന്നെങ്കിൽ യൂണിറ്റ് ന്യൂട്ടൺ വന്നേനെ. ഇങ്ങനെ വെച്ചിട്ട് വേണം നിങ്ങൾ യൂണിറ്റ് ഐഡന്റിഫൈ ചെയ്യാൻ. അപ്പൊ നമുക്ക് 2 കിലോഗ്രാം മാസ് തന്നിട്ടുണ്ട്. വസ്തുവിനെ 2 മീറ്റർ ഉയരത്തിൽ ഉയർത്തുന്നു. 2 മീറ്റർ നമ്മൾ ഉയർത്തുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്ന പ്രവൃത്തിയാണ്, വർക്കാണ്. അപ്പൊ നമ്മൾ വർക്കിന് പഠിച്ച ഇക്വേഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലെ. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഇത് കൂടാതെ നമുക്ക് 2 ഇക്വേഷനും കൂടെ വർക്കിന് യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ mgh, അടുത്തത് ½ mv². ഇത് കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കില്ലേ, ടീച്ചർ ഇപ്പോൾ എഴുതിയിരിക്കുന്ന ഒന്ന് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ അല്ലേ, ഒന്ന് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ അല്ലേ, അങ്ങനെ എഴുതാൻ പറ്റുമോ എന്ന്? അങ്ങനെ എഴുതാൻ പറ്റും. കാരണം നമുക്ക് ഒരു ഊർജ്ജ പ്രവൃത്തി സിദ്ധാന്തമുണ്ട്, വർക്ക് എനർജി തിയറി ഉണ്ട്. അതിൽ പറയുന്നത് നമ്മളൊരു സിസ്റ്റത്തിൽ ചെയ്യുന്ന വർക്ക് എന്തിന് തുല്യമായിരിക്കും? അതിന്റെ സ്ഥിതികോർജ്ജത്തിനും ഗതികോർജ്ജത്തിനും തുല്യമായിരിക്കും. അപ്പൊ നമ്മുടെ എക്സാമിന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങളോട് വർക്ക് കാണാൻ പറയുന്നു, തന്നിരിക്കുന്നത് മാസും വെലോസിറ്റി ആണെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. അപ്പൊ കിട്ടുന്ന കൈനറ്റിക് എനർജി തന്നെയായിരിക്കും എന്ത്? വർക്ക്. ഓക്കെ, സോ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിച്ചാലും കൈനറ്റിക് എനർജി കണ്ടുപിടിച്ചാലും അത് എന്തിനു തുല്യമാണ്? വർക്കിന് തുല്യമാണ്. ഇവിടെ നമുക്ക് എം ഉണ്ട്, എച്ച് ഉണ്ട്. ജി നമ്മൾ പൊതുവേ യൂസ് ചെയ്യുന്ന വാല്യൂ എന്താ? ജി പ്രോബ്ലത്തിലൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ 9.8 ചെയ്യാവോളെ. പ്രോബ്ലത്തിലൊക്കെ എപ്പോഴും ജിയുടെ വാല്യൂ നമുക്ക് 9.8. അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വർക്ക് എന്ന് പറയുന്നത് നമുക്ക് പൊട്ടൻഷ്യൽ എനർജിയോട് ഇക്വേറ്റ് ചെയ്യാം. കാരണം വർക്ക് എനർജി തിയറം വെച്ചിട്ട് വർക്കും പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി എല്ലാം തന്നെ തുല്യമാണ്. സോ വർക്ക് ഈസ് ഈക്വൽ ടു mgh. m 2, g 9.8, h 2. സോ 2 × 2 4, 4 × 9.8. നമുക്ക് 9.8നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്കൊരു പോയിന്റ് ഇടാതെ ലാസ്റ്റ് നമുക്ക് പോയിന്റ് കൊടുക്കാം. 98നെ 4 കൊണ്ടാകുമ്പോൾ 8 4s are 32, 3 9 4s are 36, 3 39, 392 കിട്ടി. ഇനി നമ്മൾ ഒരു പോയിന്റ് മാറ്റി കൊടുക്കണ്ടേ, കാരണം ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഒരു പ്ലേസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു പ്ലേസ് ഇങ്ങോട്ട് പോയിന്റ് ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് 39.2 മീറ്റർ കിട്ടി. ആൻസർ 39.2 മീറ്റർ. സോ നമ്മുടെ ആൻസർ എത്ര കിട്ടി? 39.2. ഓക്കെ, മീറ്റർ അല്ല, സോറി മീറ്റർ അല്ലേ, തെറ്റിപ്പോയതാണ്. ജൂളാണ്. ജൂൾ അല്ലേ, കാരണം വർക്കിന്റെ യൂണിറ്റ് നമ്മൾ എന്താ കൊടുക്കാറുള്ളത്? ജൂളാണ് കൊടുക്കുന്നത്. SI യൂണിറ്റ് ആയിട്ടുള്ള വർക്കിന്റെ SI യൂണിറ്റ് ആയിട്ടുള്ള ജൂളാണ് നമ്മൾ എപ്പോഴും കൊടുക്കുന്നത്. സോ 39.2. ഇവിടെ യൂണിറ്റ് ഒന്നും തന്നിട്ടില്ല. ആൻസർ 39.2. അടുത്ത ക്വസ്റ്റ്യൻ, മരീചിക എന്ത് പ്രതിഭാസം മൂലമാണ് ഉണ്ടാകുന്നത്? അപ്പൊ മരീചിക നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ടതാണ്. ഇത് പൂർണ്ണാന്തര പ്രതിഫലനത്തിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. ഈ പൂർണ്ണാന്തര പ്രതിഫലനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് എന്താണ് പൂർണ്ണാന്തര പ്രതിഫലനം എന്ന് നോക്കാം. നമ്മള് പ്രകാശിക സാന്ദ്രത കൂടിയ ഒരു മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് സഞ്ചരിക്കുന്ന സമയം നമുക്ക് കാണാൻ പറ്റും. അതായത് ഇവിടെ ഒരു പ്രകാശിക സാന്ദ്രത കൂടിയ ഒരു മാധ്യമമാണ്. അതൊരു കുറഞ്ഞ മാധ്യമത്തിലേക്ക് സഞ്ചരിക്കാൻ ശ്രമിക്കുമ്പം അതേ മാധ്യമത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. അതായത്
ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, പൂർണ്ണ ആന്തര പ്രതിഫലനം. അതായത് പൂർണ്ണമായിട്ടും അതിലേക്ക് തന്നെ ഇന്റേണലി തന്നെ എന്ത് ചെയ്യുന്നു, അത് റിഫ്ലക്റ്റ് ചെയ്യുന്നു, പ്രതിഫലിക്കുന്നു. ഒരു മാധ്യമത്തിൽ നിന്ന് പോകുന്നു, അതേ മാധ്യമത്തിലേക്ക് പൂർണ്ണമായി പ്രതിഫലിക്കുന്നു. അതാണ് ഈ പേരിൽ നിന്ന് തന്നെ സൂചിപ്പിക്കുന്നത് പൂർണ്ണാന്തര പ്രതിഫലനം. അപ്പൊ ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പൂർണ്ണാന്തര പ്രതിഫലനം നടക്കണമെങ്കിൽ 2 കണ്ടീഷൻ ഉണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ നമുക്ക് എല്ലാവർക്കും തന്നെ പറയാം, അത് ഏത് മാധ്യമത്തിൽ നിന്ന് ഏത് മാധ്യമത്തിലേക്ക് കടക്കാൻ ശ്രമിക്കണം, ഡെൻസറിൽ നിന്നും റെയറിലേക്ക്, അതായത് പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക്. എപ്പോഴും പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് സഞ്ചരിച്ചാലേ നടക്കും. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമുക്കറിയാം ജലം എന്നൊക്കെ പറഞ്ഞാൽ പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമമാണ്, പക്ഷേ നമ്മുടെ വായു കുറഞ്ഞ മാധ്യമമാണ്. ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഇങ്ങനെ വരുന്നു, ഒരു പ്രകാശം വായുവിൽ നിന്നും ജലത്തിലേക്ക് കടക്കുമ്പോൾ പൂർണ്ണാന്തര പ്രതിഫലനം നടക്കുന്നു. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? നിങ്ങൾ പറഞ്ഞേ, വായുവിൽ നിന്നും ജലത്തിലേക്ക് കടക്കുക എന്ന് പറഞ്ഞാൽ റെയറിൽ നിന്നും ഡെൻസറിലേക്ക് കടക്കുക. ആ കണ്ടീഷൻ ശരിയാണോ? അല്ല. ഒരിക്കലും പ്രകാശം എന്ത് ചെയ്യരുത്, റെയറിൽ നിന്നും ഡെൻസറിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെ മറ്റ് പ്രതിഭാസങ്ങൾ നടക്കും, പക്ഷെ പൂർണ്ണാന്തര പ്രതിഫലനം നടക്കില്ല. പൂർണ്ണാന്തര പ്രതിഫലനം നടക്കണമെങ്കിൽ അത് പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് വേണം സഞ്ചരിക്കാൻ. ഒന്നാമത്തെ പോയിന്റ് ഇത്. ഇനി രണ്ടാമത്തത്, വന്ന് പതിക്കുന്ന പതന കോൺ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലായിരിക്കണം. വന്ന് പതിക്കുന്ന പതനകോൺ എന്തായിരിക്കണം? ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലായിരിക്കണം. ഇപ്പൊ ക്രിട്ടിക്കൽ കോൺ എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഞാനൊരു വസ്തുവിന്റെ പതനകോൺ അളന്ന് നോക്കുവാണ്. ഇവിടെ ഒരു മാധ്യമം, പ്രകാശിക സാന്ദ്രത കൂടിയ ഒരു മാധ്യമം, ഇവിടെ ഒരു കുറഞ്ഞ മാധ്യമം. അപ്പൊ ഞാൻ ഇവിടുത്തെ ഒരു പതനകോൺ ഞാൻ അളന്ന് നോക്കി. അപ്പൊ ഇവിടെ പതനകോൺ അളന്ന് നോക്കിയപ്പം എനിക്ക് ഒരു അപവർത്തന കോണാണ്. ഒരു പതനകോൺ കൊടുത്തു, അപവർത്തന കോൺ. അതായത് ഞാനിപ്പോൾ ഒരു ലേസർ എടുത്തിട്ട് ആ ലേസറിനെ ഒരു ജലത്തിൽ നിന്നും വായുവിലേക്ക് കടത്താനായിട്ട് പോവാം. എന്നിട്ട് കടത്തി വിടുമ്പോൾ ഞാൻ ഓരോ പതനകോണും ഓരോ അപവർത്തന കോണും അളന്ന് നോക്കി. ഇപ്പൊ എനിക്കൊരു പതനകോൺ 30 വെച്ച് കിട്ടിയപ്പം എനിക്ക് അപവർത്തന കോൺ 70 കിട്ടിയെന്ന് വിചാരിക്കാം. ഇനി ഒരു പതനകോൺ 40 45 വെച്ചപ്പം എനിക്ക് അപവർത്തന കോൺ 80 കിട്ടിയെന്ന് വിചാരിക്കാം, 85 കിട്ടിയെന്ന് വിചാരിക്കാം. ഇനി ഞാനൊരു പതനകോൺ 48.6 കൊടുത്തപ്പം എനിക്ക് അപവർത്തന കോൺ 90 കിട്ടി. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, ഞാൻ ഓരോ പതനകോൺ കൊടുത്തപ്പം എനിക്ക് കിട്ടിയ അപവർത്തന കോൺ എഴുതിയപ്പം ഇവിടെ നിങ്ങൾ നോക്കിയേ, എനിക്ക് ഈ അപവർത്തന കോൺ 90 കിട്ടിയില്ലേ? അതായത് ഞാൻ 48.6 പതനകോണിൽ പതിപ്പിച്ചപ്പം എനിക്ക് അപവർത്തന കോൺ 90. അപവർത്തന കോൺ 90 എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന്റെ സർഫസിലൂടെ തന്നെ കടന്നു പോകും. ഈ 2 മാധ്യമങ്ങളെ സെപ്പറേറ്റ് ചെയ്യുന്ന പോയിന്റ് ഇല്ലേ, അതിലൂടെ ഇങ്ങനെ തന്നെ കടന്നു പോകും. ഇങ്ങനെ ആ പാതയിലൂടെ തന്നെ കടന്നു പോകും. അതായത് 90 ഡിഗ്രിയിൽ കടന്നു പോകുന്നു. ആ സമയത്ത് ഈ പതനകോണില്ലേ, അപ്പൊ ഇവനൊരു സ്പെഷ്യൽ ആളാ. പിന്നെ നമുക്ക് ഇവന് പതനകോൺ എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഇവനെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ കോൺ. ക്രിട്ടിക്കൽ കോൺ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ആംഗിൾ. ഓക്കെ, അപ്പൊ എന്താണ് ക്രിട്ടിക്കൽ ആംഗിൾ? ഏത് പതനകോണിലാണോ അപവർത്തന കോൺ 90 കിട്ടുന്നത് അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ. ജലത്തിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ ആണ് 48.6 ഡിഗ്രി. ജലത്തിൽ ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാണ്? 48.6 ഡിഗ്രി. അപ്പം നമ്മൾ കണ്ടീഷൻ നോക്കിയേ, പതിക്കുന്ന കോൺ, ഈ പതന കോൺ എന്തായിരിക്കണം? ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലായിരിക്കണം. അതായത് നമ്മൾ 48.6 ഡിഗ്രിയിൽ വന്ന് പതിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിന് അപവർത്തനം സംഭവിച്ച് 90 ഡിഗ്രി അപവർത്തനം സംഭവിക്കും. നമ്മൾ എന്താ പറഞ്ഞേ? അതേ മാധ്യമത്തിലേക്ക് തിരിച്ചു വരണ്ടേ? അപ്പൊ ഈ 48.6 കൂടിയ ഒരു വാല്യൂ, ഞാനിപ്പോ 48.7 എടുത്താൽ തന്നെ എന്തെനിക്ക് സംഭവിക്കും? പൂർണ്ണാന്തര പ്രതിഫലനം സംഭവിക്കും, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കും. ഓക്കെ, സോ ഫസ്റ്റ് കണ്ടീഷൻ ഡെൻസറിൽ നിന്നും റെയറിലേക്ക് പോകണം, പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് പോകണം. രണ്ടാമത്തെ കണ്ടീഷൻ പതനകോൺ എന്തായിരിക്കണം? ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലായിരിക്കണം. ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഏത് പതനകോണിലാണോ അപവർത്തന കോൺ 90 ആവുന്നത്. ഇത്രയുമാണ് നമ്മുടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ കണ്ടീഷൻ. ഇനി നിങ്ങൾ നോക്കിയിരിക്കേണ്ടത്, എപ്പോഴും ചോദിക്കുന്ന കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട്. എവിടൊക്കെയാണ് ഈ പൂർണ്ണാന്തര പ്രതിഫലനം കാണുന്നത്? ഒന്നാമത്തത് ഡയമണ്ടിന്റെ തിളക്കം. നമുക്ക്
നമുക്ക് ഡയമണ്ടിനൊക്കെ നല്ല തിളക്കമില്ലേ? അതിന് കാരണം എന്താ? പൂർണ്ണാന്തര പ്രതിഫലനം ഈ ഡയമണ്ടിൽ ഒരുപാട് തവണ സംഭവിക്കുന്നു. മൾട്ടിപ്പിൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. ഒരു സ്ഥലത്തല്ല പല സ്ഥലങ്ങളിൽ തട്ടി തട്ടി എന്ത് ചെയ്യുന്നുണ്ട്? അതിന് പൂർണ്ണാന്തര പ്രതിഫലനം സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഡയമണ്ടിന്റെ തിളക്കത്തിന്റെ റീസൺ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. രണ്ടാമത്തെ കേസാണ് മരീചിക. അതായത് വളരെ ചൂടുള്ള സമയത്തൊക്കെ നമ്മൾ റോഡിൽ കൂടെ, നല്ല വെയിലുള്ള സമയത്തൊക്കെ റോഡിൽ കൂടെ പോകുന്നിടത്ത് നിങ്ങൾക്ക് വെള്ളം കാണത്തില്ലേ? പക്ഷെ നമ്മൾ അടുത്ത് പോയി നോക്കുമ്പോൾ അത് വെള്ളമല്ല, അങ്ങനെ ഒരു പ്രതിഭാസം കാണത്തില്ലേ? അതാണ് മരീചിക. വളരെ ചൂടുള്ള സമയങ്ങളിൽ നമുക്ക് റോഡിലൊക്കെ വെള്ളം പോലെ കാണും. ഇത് മാത്രമല്ല കേട്ടോ മരീചിക, ഇനി ഒരു ആപ്ലിക്കേഷനും കൊണ്ടുണ്ട് മരീചിക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വലിയ വലിയ ബിൽഡിംഗ് ഒക്കെ തല കീഴായിട്ട് കാണും. അതായത് വളരെ നീളമുള്ള ഇത്തരത്തിലുള്ള ബിൽഡിംഗ് നമുക്ക് ഇങ്ങനെ തിരിഞ്ഞ് കാണാനായിട്ട് പറ്റും. ഇതും എന്ത് തന്നെയാണ്? മരീചികയാണ്. ഓക്കെ, ചൂടുള്ള സമയത്ത് റോഡിൽ വെള്ളക്കെട്ട് കാണുന്നതും മരീചികയാണ്. വസ്തുക്കൾ തലതിരിഞ്ഞ് കാണുന്നതും, വലിയ വലിയ വസ്തുക്കളൊക്കെ നമ്മൾ തലതിരിഞ്ഞ് കാണുന്നതും എന്ത് തന്നെയാണ്? മരീചികയാണ്. അടുത്തത് പൂർണ്ണമായി പ്രതിഫലിക്കുന്ന പ്രിസങ്ങളുണ്ട്. പൂർണ്ണമായി പ്രതിഫലിക്കുന്ന പ്രിസത്തിൽ എന്താ നമ്മൾ കാണുന്നത്? അവിടെയും നമുക്ക് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് കാണാൻ സാധിക്കുന്നത്. നാലാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ തന്തു. നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഒക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് ഒപ്റ്റിക്കൽ ഫൈബർ. ഈ ഒപ്റ്റിക്കൽ ഫൈബറിൽ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? പൂർണ്ണാന്തര പ്രതിഫലനമാണ്. 4 നിങ്ങൾ നോക്കി വെക്കുക. നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കാണാൻ പറ്റും. ഇതിന്റെ പല എക്സാമ്പിൾസും നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഫസ്റ്റ് വൺ, ഡയമണ്ടിൽ നമ്മൾ എന്താ? ഡയമണ്ടിന്റെ തിളക്കത്തിന്റെ കാരണം പൂർണ്ണാന്തര പ്രതിഫലനമാണ്. മരീചിക പൂർണ്ണാന്തര പ്രതിഫലനമാണ്. പൂർണ്ണമായി പ്രതിഫലിക്കുന്ന പ്രിസം പൂർണ്ണാന്തര പ്രതിഫലനമാണ്. ഒപ്റ്റിക്കൽ ഫൈബറും ഒരു പൂർണ്ണാന്തര പ്രതിഫലനത്തിന് ഉദാഹരണമാണ്. ഈ 4 നോക്കി വെക്കാം. നെക്സ്റ്റ് വൺ, വാതകങ്ങളുടെ മർദ്ദവും താപനിലയും തമ്മിലുള്ള ബന്ധം. ഈ ഒരു ക്വസ്റ്റ്യൻ നല്ല ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, കാരണം പൊതുവെ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചു കണ്ടിട്ടില്ല. അപ്പം നിങ്ങൾ നോക്കിയേ, മർദ്ദവും താപനിലയും തമ്മിലുള്ള ബന്ധം. അപ്പം നമുക്ക് ആദ്യം ഓരോ നിയമങ്ങളും ഒന്ന് നോക്കാം. നമുക്ക് ബേസിക് ആയിട്ട് ആദ്യം ബോയിൽസ് ലോ നിയമം നോക്കാം. ബോയിൽ നിയമം എന്താ പറയുന്നത്? ബോയിൽ ലോ എന്താ പറയുന്നത്? ഒരു വസ്തുവിന്റെ വ്യാപ്തവും അവിടുത്തെ മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും. വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലാണ്. നമ്മളിപ്പോൾ ഒരു തന്മാത്ര ഗ്യാസ് എടുക്കുന്നു, വാതക തന്മാത്ര എടുത്തു കഴിഞ്ഞാൽ വാതക തന്മാത്രയുടെ പ്രഷറും വോളിയവും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലെങ്കിൽ വിപരീത അനുപാതത്തിലാണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, PV. ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ ഞാൻ ഒരു കോൺസ്റ്റന്റ് യൂസ് ചെയ്തു. സോ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? V is equal to K by P. കോൺസ്റ്റന്റ് ഞാൻ K ആണ് യൂസ് ചെയ്തത്. സോ PV എന്ന് പറഞ്ഞാൽ നമുക്ക് K അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് എന്ന് യൂസ് ചെയ്തൂടെ? PV ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇത് ആരെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്? ബോയിൽ നിയമത്തെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ P യും V യും വല്ലതാണ്. നമ്മൾ പൊതുവെ P, V, T 3 ആൾക്കാരെയാണ് യൂസ് ചെയ്യുന്നത്. P, V, T, പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ. ഇവിടെ വോളിയവും പ്രഷറും പറയുമ്പോൾ നമ്മൾ ഇവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കണം. ഇതാണ് ബോയിൽ നിയമം. ഓക്കെ, നെക്സ്റ്റ് വൺ, ചാൾസ് നിയമം. ചാൾസ് നിയമം പറയുന്നത് വ്യാപ്തവും താപനിലയും നേരനുപാതത്തിലായിരിക്കും. താപനില കൂടിക്കഴിഞ്ഞാൽ വ്യാപ്തം കൂടും, താപനില കുറഞ്ഞാൽ വ്യാപ്തം കുറയും. ഇവിടെ നമുക്കൊരു പ്രൊപ്പോർഷണാലിറ്റി സിമ്പിൾ വെച്ച് എഴുതാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? V/T സ്ഥിരമാണ്. ഇതാണ് ചാൾസ് നിയമം. ബോയിൽ നിയമം കിട്ടി, PV സ്ഥിരമാണ്. ചാൾസ് നിയമം കിട്ടി, V/T സ്ഥിരമാണ്. ഇനി അടുത്ത നമുക്ക് ഗേ-ലൂസാക്സ് ലോ നോക്കാം. ഗേ-ലൂസാക്സ് ലോ പറയുന്നത് പ്രഷറും ടെമ്പറേച്ചറും നേരനുപാതമാണ്. മർദ്ദവും താപനിലയും നേരനുപാതമാണ്. നമ്മളൊരു കോൺസ്റ്റന്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും P/T സ്ഥിരമാണ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആണ്. ഇതാണ് ഗേ-ലൂസാക്സ് ലോ. ഓക്കെ, നോക്കിയേ, ബോയിൽസ് ലോ എന്താ പറയുന്നത്? വോളിയവും വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിൽ. V ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു P. ഓക്കെ, V പ്രൊപ്പോർഷണൽ ടു 1/P എങ്ങനെയായാലും പറയാം. ഇനി ചാൾസ് നിയമം എന്താ പറയുന്നത്? വിയും ടിയും നേരനുപാതത്തിലാണ്. ഇനി ഗേ-ലൂസാക്സ് ലോ നോക്കുക, പിയും ടിയും നേരനുപാതത്തിലാണ്. അപ്പൊ നമ്മളോട് ചോദ്യം എന്താണ്? മർദ്ദവും താപനിലയും തമ്മിലുള്ള ബന്ധം ആരാണ് പറഞ്ഞത്? ഗേ-ലൂസാക്ക് നിയമത്തിലൂടെയാണ് പ്രഷറും ടെമ്പറേച്ചറും പറഞ്ഞത്. അപ്പൊ ഇവിടെ നോക്കി, വോളിയം ടെമ്പറേച്ചർ പറയുമ്പോൾ നിങ്ങൾ ഇവിടെ മർദ്ദം കോൺസ്റ്റന്റ് ആക്കി എടുക്കണം കേട്ടോ.
ഇവിടെ പിയും ടിയും, അപ്പോൾ പറഞ്ഞു പി വി ടി ആണ്. അപ്പൊ പിയും ടിയും തന്നു, അതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും? വോളിയം സ്ഥിരമാണ്. ഓക്കെ, ഇത് മാത്രമല്ല ഇതിന്റെ ആപ്ലിക്കേഷൻസും ചോദിക്കാറുണ്ട്. ഇവ പൊതുവേ പറയുന്നത് ബോയിൽ ലോയുടെ ആപ്ലിക്കേഷൻ പറയുന്നത് ജലത്തിലൂടെ ഉയർന്നു വരുന്ന വാതക കുമിളകളുടെ കാര്യമാണ് പറയുന്നത്. നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ജലത്തിൽ നിന്നും ഉയർന്നു വരുന്ന വാതക കുമിളകളുടെ സൈസ് കൂടിക്കൂടി വരും. ഇങ്ങനെ കൂടിക്കൂടിയായിരിക്കും വരുന്നത്. അതിന് കാരണം എന്താ? ഓക്കെ, ഇത് നമ്മുടെ ജലത്തിന്റെ ഉപരിതലം. ഈ ജലത്തിന്റെ ഉള്ളിലൊക്കെ എന്തായിരിക്കും? പ്രഷർ കൂടുതലായിരിക്കും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച്, പ്രഷർ കൂടുതലാണെങ്കിൽ അവിടെ എന്ത് കുറവായിരിക്കും? വോളിയം കുറവാണ് എന്നാണ് ബോയിൽ നിയമത്തിൽ പറയുന്നത്. പ്രഷറും വോളിയവും വിപരീത അനുപാതത്തിലാണ്. ഉള്ളിൽ നല്ല പ്രഷർ ആണെങ്കിൽ വോളിയം കുറവായിരിക്കും. എന്നാൽ നിങ്ങൾ നോക്കിയേ, മുകളിൽ ഇപ്പൊ ജലത്തിന്റെയൊക്കെ മുകളിൽ ഉപരിതലങ്ങളിൽ എന്തായിരിക്കും? പ്രഷർ കുറവായിരിക്കും. അതുകൊണ്ട് എന്ത് പറ്റും? വോളിയം കൂടും. ഈ മോളിക്യൂളിന്റെ സൈസ് കൂടി വരുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ബോയിൽ ലോയുടെ ആപ്ലിക്കേഷൻ ആയിട്ട് ചോദിക്കുന്നത്. അടുത്തത്, നമ്മൾ വെയിലത്ത് വെക്കുന്ന ബലൂണൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകാൻ കാരണം. ഓക്കെ, അതായത് നമ്മള് വെയിലത്ത് വെക്കുമ്പോൾ എന്ത് പറ്റും? താപനില കൂടും. താപനില കൂടുമ്പോൾ എന്ത് പറ്റും? വോളിയം കൂടും. ആ ബലൂണിന്റെ വ്യാപ്തം കൂടും. അങ്ങനെ ബലൂൺ വലുതായിട്ട് വ്യാപ്തം കൂടുമ്പോൾ എന്ത് പറ്റും? ഈ ബലൂൺ അങ്ങ് പൊട്ടിപ്പോവും, അല്ലേ? സോ വോളിയവും ടെമ്പറേച്ചറും റിലേറ്റ് ചെയ്യുന്നതാണ് ചാൾസ് ലോ. അതിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വെയിലത്ത് വെക്കുന്ന ബലൂണുകൾ പൊട്ടിപ്പോകാൻ കാരണം. അടുത്തത് ഗേ-ലൂസാക്സ് ലോയുടെ ആപ്ലിക്കേഷൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്, എന്തിനാണ് നമ്മൾ ഈ വണ്ടിയുടെ ടയറിന്റെ പ്രഷറൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണമെന്ന് പറയത്തില്ലേ? എന്തിനാണ് വണ്ടിയുടെ ടയറിന്റെ പ്രഷറൊക്കെ ചെക്ക് ചെയ്യണമെന്ന് പറയുന്നത്? കാരണം നമ്മുടെ ഈ വണ്ടിയിൽ, നമ്മളിപ്പം വണ്ടി റോഡിലൂടെ ഒക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ഈ നല്ല ചൂടുള്ള സമയത്തൊക്കെ എന്ത് കൂടും? ടെമ്പറേച്ചർ അല്ലെങ്കിൽ താപനില കൂടും. അപ്പൊ എന്ത് പറ്റും? നമ്മുടെ വണ്ടിയുടെ ടയറിലെ പ്രഷർ കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ ടയർ പൊട്ടിപ്പോത്തില്ലേ? അപ്പൊ പ്രഷറൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇടയ്ക്ക് ചെക്ക് ചെയ്യണമെന്ന് പറയുന്നത് ഗേ-ലൂസാക്സ് ലോയുടെ ആപ്ലിക്കേഷൻ ആണ്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാതകങ്ങളുടെ മർദ്ദവും താപനിലയും പിയും ടിയും കൂടെ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഗേ-ലൂസാക് നിയമം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, കാരണം ഗേ-ലൂസാക് നിയമം പൊതുവെ ചോദിച്ച് നമ്മൾ കണ്ടിട്ടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 212 ഡിഗ്രി ഫാരൻഹീറ്റ് കെൽവിൻ സ്കെയിലിൽ എത്രയായിരിക്കും? എപ്പോഴും ചോദിക്കുന്നതാണ് ഫാരൻഹീറ്റ്. അപ്പൊ നമുക്ക് അറിയാവുന്ന ഫാരൻഹീറ്റും ഡിഗ്രി സെൽഷ്യസിനെയും റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഫാരൻഹീറ്റ് എന്ന് പറയുന്നത് 9/5 C + 32 ആണ്. ഓക്കെ, അപ്പോൾ ഫാരൻഹീറ്റ് എന്താണ്? 9/5 C + 32. അതായത് ഫാരൻഹീറ്റിലുള്ള ഒരു റീഡിങ് നമുക്ക് സെൽഷ്യസുമായിട്ടുള്ള റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഫാരൻഹീറ്റ് = 9/5 ഡിഗ്രി സെൽഷ്യസ്. സെൽഷ്യസിലെ റീഡിംഗ് ആണ് കേട്ടോ, ഡിഗ്രി സെൽഷ്യസ് + 32. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ 212 ഫാരൻഹീറ്റ് തന്നു. ചോദിച്ചിരിക്കുന്നത് പക്ഷേ കെൽവിൻ ആണ്. പക്ഷെ നിങ്ങൾ എപ്പോഴും ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഡിഗ്രി സെൽഷ്യസ് കണ്ടുപിടിച്ചാൽ പെട്ടെന്ന് നമുക്ക് എന്തിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും? കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പൊ നോക്കിയേ, ഫാരൻഹീറ്റ് 212, ഡിഗ്രി സെൽഷ്യസ് അറിയില്ല, +32. അപ്പൊ നോക്കി, ഈ +32 ഇക്വേഷൻ അപ്പുറത്ത് കൊണ്ടുവന്ന എന്ത് പറ്റും? 212 നിന്നും 32 കുറയ്ക്കുന്നു = 9/5 C. അപ്പൊ 212 32 കുറച്ച് 2, 21 3 കുറയ്ക്കുമ്പോൾ 180. സോ 180 = 9/5 C. ഓക്കെ, ഇനി ഞാൻ ഈ 5നെ ഇക്വേഷൻ അപ്പുറത്തോട്ട് കൊണ്ടുവരുന്നു. അപ്പൊ ഡിവൈഡ് ചെയ്ത് 5 ഇക്വേഷൻ അപ്പുറത്ത് പോകുമ്പോൾ മൾട്ടിപ്ലൈഡ് ആവും. ഇവിടെ നോക്കിയേ, 9 ഇൻറ്റു ചെയ്തിരിക്കുകയാണ്. ഇക്വേഷൻ അപ്പുറത്ത് പോകുമ്പോൾ ഡിവിഷൻ ആവും. ഓക്കെ അല്ലേ? ഈ 5 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഈ 9നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, അപ്പോൾ അത് ഡിവിഷൻ ആയി. ഇനി നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. 9നെ 180 കൊണ്ട് ചെറുതാക്കുമ്പോൾ നമുക്ക് 20 കിട്ടും. സോ 20 × 5. സോ ഡിഗ്രി സെൽഷ്യസിന്റെ വാല്യൂ എത്രയാണ്? 100 ആണ്. 100 ഡിഗ്രി സെൽഷ്യസ്. അപ്പം നമുക്ക് ഡിഗ്രി സെൽഷ്യസിലെ ടെമ്പറേച്ചർ കിട്ടി, അത് 100 എന്നാണ് നമുക്ക് കിട്ടിയത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ഡിഗ്രി സെൽഷ്യസിലാണ്, നമുക്ക് കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്യണം. എളുപ്പമാണ്. ഡിഗ്രി സെൽഷ്യസിൽ ഉള്ള ഒരു വാല്യൂവിനെ
കെൽവിൻ ആക്കാൻ നമ്മൾ ആ ഡിഗ്രി സെൽഷ്യസിനോടൊപ്പം 273.15 ആണ് കേട്ടോ. 15 കൂടെ ഉണ്ട്, 273.15 കൂടെ ആഡ് ചെയ്താൽ മതി. നമുക്ക് കിട്ടുന്ന ഡിഗ്രി സെൽഷ്യസിനോടൊപ്പം 273.15 എന്നുണ്ട്. നമ്മൾ അത് എപ്പോഴും ആ 0.15 ഇടുക. ഓക്കെ, ഡിഗ്രി സെൽഷ്യസിനോടൊപ്പം 273.15 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കെൽവിനിലുള്ള വാല്യൂ കിട്ടും. അപ്പൊ നമുക്കിപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ് അല്ലേ? ഈ 100 ഡിഗ്രി സെൽഷ്യസിനോടൊപ്പം നമുക്ക് 273.15 ആഡ് ചെയ്യാം. സോ 0.15 37 373.15 ആണ് ആൻസർ. അപ്പൊ നമ്മുടെ ഓപ്ഷനിൽ 373 അല്ലേ ഉള്ളൂ, അതുകൊണ്ട് നമുക്കിത് ടിക്ക് ചെയ്യാം. കാരണം ചില എക്സാമിൽ ഇപ്പൊ നിങ്ങൾക്ക് 373 373.15 ഉണ്ടെങ്കിൽ PSC വാല്യൂ ചെയ്യുന്ന ആൻസർ 373.15 ആയിരിക്കും. കാരണം എന്താ? 273.15 കൂടെ ആഡ് ചെയ്യണം. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതും കൂടെ ആഡ് ചെയ്യുമ്പോൾ 373.15 ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ നമുക്ക് 373 ഉള്ളത് കൊണ്ട് നമുക്ക് 373 മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഡിഗ്രി സെൽഷ്യസും നമ്മൾ ഫാരൻഹീറ്റും തമ്മിലുള്ള ഇക്വേഷൻ ഓർക്കുക. F = 9/5C + 32. അത് വെച്ചിട്ട് നിങ്ങൾ ഡിഗ്രി സെൽഷ്യസ് കണ്ടുപിടിക്കുക. അതിനോടൊപ്പം 273.15 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കെൽവിനിലുള്ള റീഡിങ് പെട്ടെന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 10 കിലോഗ്രാം മാസ് ഉള്ള ഒരു വസ്തുവിനെ നിരപ്പായ തറയിലൂടെ 10 മീറ്റർ വലിച്ചു നീക്കുന്നു എങ്കിൽ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവ് എത്രയായിരിക്കും? അതായത് 10 കിലോഗ്രാം മാസ് ഉള്ള ഒരു വസ്തുവിനെ നിരപ്പായ തറയിലൂടെ 10 മീറ്റർ വലിച്ചു നീക്കുന്നു. ഒരു 10 കിലോഗ്രാം ഉള്ള ഒരു വസ്തു, അതിനെ ഒരു നിരപ്പായ തറയിലൂടെ 10 മീറ്റർ ഞാൻ വലിച്ചു നീക്കി. അപ്പം വസ്തുത ഇവിടെയായി. അപ്പൊ ഇവിടെ ഇരുന്ന വസ്തു ഇപ്പൊ ഈ ഒരു പ്ലേസിലോട്ട് ഡിസ്പ്ലേസ് ചെയ്തു. ഇവിടെ ഇരുന്നതാണ് 10 മീറ്റർ നീക്കി നമ്മൾ ഈ ഒരു പോയിന്റിലേക്ക് എത്തിച്ചു. എങ്കിൽ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ചെയ്ത പ്രവൃത്തി എന്താണ്? ഒരു വസ്തുവിൽ എപ്പോഴും ഗുരുത്വാകർഷണ ബലം എങ്ങോട്ടായിരിക്കും? താഴോട്ടല്ലേ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണ്? ഗുരുത്വാകർഷണ ബലം താഴോട്ടാണ്. ഇപ്പൊ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഫോഴ്സ് താഴോട്ട്, ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ്, ഈ വസ്തുവിനുണ്ടായ സ്ഥാനാന്തരം എങ്ങോട്ടാണ്? ഇങ്ങോട്ടല്ലേ? ഈ 10 മീറ്റർ അല്ലേ ഇവിടുത്തെ സ്ഥാനാന്തരം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഫോഴ്സ് താഴോട്ട്, സ്ഥാനാന്തരം ഇങ്ങോട്ട്. അപ്പൊ ഇവിടെ മേക്ക് ചെയ്ത ആംഗിൾ നിങ്ങളൊന്ന് നോക്കി പറഞ്ഞേ. ഇവിടെ ആംഗിൾ എത്ര മേക്ക് ചെയ്തേ? 90 ഡിഗ്രി അല്ലേ? അതായത് ബലത്തിനും സ്ഥാനാന്തരത്തിനും ഇടയിലുള്ള ആംഗിൾ 90 ആണെങ്കിൽ നമ്മൾ ആ വർക്കിനെ പറയുന്ന പേരാണ് സീറോ വർക്ക് അല്ലെങ്കിൽ സീറോ പ്രവൃത്തി. സീറോ വർക്ക് എന്താണെന്ന് മനസ്സിലായോ? നമ്മൾ കൊടുക്കുന്ന ബലവും സ്ഥാനാന്തരവും എന്തായിരിക്കണം? പെർപെൻഡിക്കുലർ ആയിരിക്കണം, അല്ലെങ്കിൽ ലംബമായിരിക്കണം. ആ സമയത്ത് ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ അവിടെ ചെയ്യുന്ന പ്രവൃത്തി എന്തായിരിക്കും? സീറോ വർക്ക് ആയിരിക്കും. സോ സീറോ വർക്കിന്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ബലം താഴോട്ടാണ്. ഈ ഗ്രാവിറ്റേഷണൽ ബലം താഴോട്ടും ഇവിടുത്തെ സ്ഥാനാന്തരം ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുമാണ്. അപ്പൊ ഇവിടെ രണ്ടുപേരും എന്താണ്? ലംബമായതിനാൽ ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി. എപ്പോഴെങ്കിലും രണ്ടുപേരുടെ ഇടയിലും ബലത്തിന്റെയും സ്ഥാനാന്തരത്തിന്റെ ഇടയിൽ 90 വന്നാൽ അവിടെ ചെയ്യുന്ന പ്രവൃത്തി എന്തായിരിക്കും? സീറോ പ്രവൃത്തി ആയിരിക്കും. സോ ആൻസർ എന്താണ്? 0. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് അളക്കാൻ ഉപയോഗിക്കുന്ന SI യൂണിറ്റ് ഏത്? ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെ നമ്മൾ പറയുന്ന പേരാണ് പിണ്ഡം, മാസ് അല്ലെങ്കിൽ പിണ്ഡം. ഓക്കെ, ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യം എത്രമാത്രമാണ് അതിനകത്ത് മാറ്റർ ഉള്ളത് എന്ന് അളക്കുന്നത്, അതിന്റെ അളവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മാസ് എന്ന് പറയുന്നത്. നമ്മൾ മാസ് അളക്കുന്ന യൂണിറ്റ് എന്താ? പിണ്ഡം നമ്മൾ എപ്പോഴും എന്തിൽ അളക്കണം? കിലോഗ്രാമിൽ വേണം അളക്കാൻ കേട്ടോ. പിണ്ഡം അളക്കുന്നത് കിലോഗ്രാം ആണ്. പിണ്ഡം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഓർത്തു വെക്കുക, കോമൺ ബാലൻസ്. ത്രാസ് എന്നൊക്കെ നമ്മൾ പറയും കേട്ടോ. പിണ്ഡം അളക്കുന്നത് കോമൺ ബാലൻസ് അല്ലെങ്കിൽ ത്രാസ് ആണ്. യൂണിറ്റ് കിലോഗ്രാം ആണ്. പിണ്ഡം എപ്പോഴും സ്ഥിരമായിരിക്കും. ഓർത്ത് വെക്കണേ, പിണ്ഡം എന്താണ്? സ്ഥിരമാണ്. അതായത് ഇപ്പം പോളിൽ കൊണ്ടുപോകുന്നു, ഇക്വേറ്ററിൽ കൊണ്ടുപോകുന്നു, ഇവിടെയൊക്കെ ഓരോ സ്ഥലത്ത് കൊണ്ടുവച്ചാലും പിണ്ഡത്തിന് മാറ്റമുണ്ടോ? ഇല്ല. ഇനി ഇതുമായിട്ട് തന്നെ ഓർത്ത് വെച്ചിരിക്കേണ്ട അടുത്ത ക്വാണ്ടിറ്റിയാണ് വെയിറ്റ് അല്ലെങ്കിൽ ഭാരം. ഓക്കെ, വെയിറ്റ് അളക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്പ്രിംഗ് ബാലൻസ്. നിങ്ങൾ സ്കൂളിലൊക്കെ വെച്ചിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും സ്പ്രിംഗ് ബാലൻസ്. ഓക്കെ,
ഈ സ്പ്രിംഗ് ബാലൻസ് വെച്ചിട്ട് നമ്മൾ പിണ്ഡമല്ല വെയിറ്റ് നമ്മൾ ഏത് യൂണിറ്റിലാണ് അളക്കുന്നത്? ന്യൂട്ടണിലാണ് കേട്ടോ, ന്യൂട്ടൺ. കാരണം നമ്മുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഭാരം എന്ന് പറയുന്നത് എന്താണ്? ഒരു ബലമാണല്ലേ, ഒരു ഫോഴ്സ് ആണ്. സോ നമ്മൾ വെയിറ്റ് എപ്പോഴും ന്യൂട്ടണിൽ വേണം അളക്കാൻ. വെയിറ്റ് എന്ന് പറയുന്നത് വേരിയിങ് ആണ്, ഫിക്സ്ഡ് അല്ല, വേരിയിങ് ആണ്. കാരണം നമ്മൾ വെയിറ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? mg ആണ് നമ്മൾ വെയിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. g എന്ന് പറയുന്നത് സ്ഥിരമാണോ? നമ്മൾ ഇപ്പൊ കണ്ടു g എന്ന് പറയുന്നത് ഇക്വേറ്ററിൽ എന്തായിരിക്കും? കുറവായിരിക്കും, പോളില് കൂടുതലായിരിക്കും, ഭൂമിയുടെ കേന്ദ്രത്തിൽ എന്തായിരിക്കും? 0 ആയിരിക്കും. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഒരു വസ്തുവിന്റെ പിണ്ഡം ഭൂമിയുടെ കേന്ദ്രത്തിൽ 0. ഇത് ശരിയാണോ? പിണ്ഡം എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞു സ്ഥിരമാണ്. അത് എവിടെ കൊണ്ടുവച്ചാലും, ഭൂമിയുടെ കേന്ദ്രത്തിലോ എവിടെ വെച്ചാലും പിണ്ഡം എന്തായിരിക്കും? പിണ്ഡം സ്ഥിരമായിരിക്കും. എത്രയാണോ നമ്മൾ ആദ്യം അളക്കുന്ന അതേ പിണ്ഡം തന്നെ ആയിരിക്കും. പക്ഷെ ഭൂമിയുടെ കേന്ദ്രത്തിൽ പോകുമ്പോൾ അതിന്റെ ഭാരം എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം g 0 ആണ്. അപ്പൊ എന്താ? m × 0 ചെയ്യുമ്പോൾ നമുക്ക് 0 എന്ന് കിട്ടും. ഭാരം എന്തായിരിക്കും? 0 ആയിരിക്കും. സോ നമ്മുടെ ആൻസർ എഴുതി. കിലോഗ്രാം ആണ് നമ്മൾ മാസ് അളക്കാൻ ഉപയോഗിക്കുന്ന SI യൂണിറ്റ്. അടുത്തത്, വാഹനങ്ങളിലും യന്ത്രങ്ങളിലും ബ്രേക്കുകൾ പ്രവർത്തിക്കുന്നത് എന്ത് മൂലമാണ്? അപ്പൊ നമ്മൾ ഈ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, വണ്ടിയിൽ നിങ്ങൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പം എന്താ? അവിടെ ഒരു കർഷണമാണ് വരുന്നത്. അവിടെ വരുന്ന കർഷണം എന്ന് പറയുന്നത് നിരങ്ങൽ കർഷണം അല്ലെങ്കിൽ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. അതായത് നമ്മൾ ബ്രേക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ബ്രേക്ക് പാഡും വണ്ടിയുടെ ടയറുകളും നിരങ്ങിയിട്ടാണ് വണ്ടി എന്ത് ചെയ്യുന്നത്? പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അവിടെ എന്ത് തരം കർഷണമാണ് ഉപയോഗിക്കുന്നത്? നിരങ്ങൽ കർഷണമാണ് കേട്ടോ. ഉരുളൽ കർഷണമുണ്ട്. നിരങ്ങൽ കർഷണം ഉരുങ്ങൽ കർഷണമായിട്ട് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഉരുളൽ കർഷണം അല്ലെങ്കിൽ റോളിംഗ് ഫ്രിക്ഷൻ എപ്പോഴും സ്ലൈഡിംഗ് ഫ്രിക്ഷൻ അല്ലെങ്കിൽ നിരങ്ങൽ കർഷണത്തെക്കാൾ കുറവായിരിക്കും. നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മുടെ ഡെയിലി ലൈഫ് സിറ്റുവേഷനിൽ ഓർത്താൽ മതി. ഇപ്പൊ തടിയൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഉരുട്ടിക്കൊണ്ടുപോകാനാണ് എളുപ്പം അല്ലെ. നമ്മളിങ്ങനെ വലിച്ച് നിരക്കി തടിയൊക്കെ കൊണ്ടുപോകുന്നതിനേക്കാൾ എളുപ്പം അത് ഉരുട്ടിക്കൊണ്ടുപോകാനാണ്. അതായത് ഉരുളുന്ന സമയത്ത് അവിടുത്തെ കർഷണം കുറവായിരിക്കും, നിരക്കുമ്പോൾ കർഷണം എന്തായിരിക്കും? കൂടുതലായിരിക്കും. കാരണം നിരങ്ങുന്ന സമയത്ത് ഒരുപാട് ഭാഗം ആ തറയുമായിട്ട് കോണ്ടാക്ട് വരും. അപ്പൊ നമ്മൾ വലിക്കുമ്പോൾ ഒരുപാട് കർഷണം അവിടെ ചിലവാകുന്നുണ്ട്. സോ ഉരുളൽ കർഷണം എപ്പോഴും നിരങ്ങൽ കർഷണത്തെക്കാൾ കുറവായിരിക്കും. ഇതും ചോദിച്ചുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ, സംഗീതത്തിലെ സപ്തസ്വരങ്ങളായ സരി ഗമ പ ധ നി എന്നിവയിൽ ആവർത്തി ഏറ്റവും കൂടിയ സ്വരം ഏത്? അപ്പൊ നമ്മൾ ഓർക്കുക, ആവർത്തി എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി. ആവർത്തി. നമ്മൾ ആവർത്തി എങ്ങനെ അളക്കുന്നത്? ഒരു സെക്കൻഡിൽ എത്രമാത്രം കമ്പനങ്ങളുണ്ടോ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഫ്രീക്വൻസി. നമ്മൾ അത് അളക്കുന്ന യൂണിറ്റ് പറഞ്ഞായിരുന്നു, ഹെഡ്സ് ആണ്. ഹെഡ്സിലാണ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫ്രീക്വൻസി അളക്കുന്നത്. അപ്പൊ നമ്മൾ ഈ സരിഗമ പദനിയില് ഫ്രീക്വൻസിയുടെ ആവർത്തി കൂടി വരുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് സായ്ക്കായിരിക്കും ഏറ്റവും കുറവ് ആവർത്തി, അതിൽ കൂടുതലാണ് രി, ഗ, മ, പ, ധ, നി. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഏറ്റവും ആവർത്തി കുറവെന്ന് ചോദിച്ചാൽ നമുക്ക് ആരെ പറയാൻ പറ്റും? സായ്ക്കാണ് ഏറ്റവും ആവർത്തി കുറവ്. ആവർത്തി കൂടിയത് ആർക്കാണ്? നീക്കാണ് ആവർത്തി കൂടുതൽ. ഓക്കെ, സോ ആവർത്തി ഏറ്റവും കൂടിയത് ആരാണ്? നീ. കുറവ് ആർക്കാണ്? സ. ഓർത്തു വെക്കണേ. നെക്സ്റ്റ് വൺ, വജ്രത്തിന്റെ പ്രാധാന്യം അതിന്റെ തിളക്കമാണ്. ഈ തിളക്കത്തിന്റെ കാരണം എന്താ? നേരത്തെ നമ്മൾ പറഞ്ഞു വജ്രത്തിന്റെ തിളക്കം എന്താണ്? പൂർണ്ണാന്തര പ്രതിഫലനം അല്ലെ. പൂർണ്ണാന്തര പ്രതിഫലനമാണ് വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം. ഞാൻ പറഞ്ഞത് ഒരേ നമുക്ക് ചോദിച്ചിട്ടുള്ള CPOക്ക് പലവട്ടം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഉറപ്പായിട്ടും നോക്കുക. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, നോക്കിയിട്ടേ പോവാം. ഇപ്പം തന്നെ നിങ്ങൾ ക്ലാസ് കണ്ടപ്പോൾ അത് പഠിച്ചു കാണാം, അത്രയും നോക്കി നോക്കുക. കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ചെയ്ത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ദർപ്പണങ്ങൾ കോൺകേവ് ഉണ്ട്, കോൺവെക്സ് ഉണ്ട്, അതോടൊപ്പം തന്നെ പ്ലെയിൻ ദർപ്പണങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ, കോൺവെക്സ് ദർപ്പണം. ഈ ദർപ്പണം PSCക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കേട്ടോ. എപ്പോഴും ഒരു ദർപ്പണത്തിൽ നിന്നൊരു ക്വസ്റ്റ്യൻ അവർ ചോദിക്കുന്നുണ്ട്. ദർപ്പണം എന്നുള്ള പോർഷനും നന്നായിട്ട് നോക്കുക. അപ്പോൾ ഇവിടെ നോക്കിയേ, വളരെ അകലെയുള്ള പ്രകാശരശ്മികളെ മുഖ്യ ഫോക്കസിലേക്ക് കേന്ദ്രീകരിക്കുന്നു. ഇത് തന്നെ തെറ്റാണ്. അതായത് ഈ വളരെ ദൂരെയുള്ള പ്രകാശരശ്മികളെയൊക്കെ കേന്ദ്രീകരിക്കുന്നത്, ഇങ്ങനെ ദൂരേന്ന് വരുന്ന പ്രകാശരശ്മികളെയൊക്കെ നമ്മൾ പറഞ്ഞു ഒരു ഫോക്കസിലേക്ക് കേന്ദ്രീകരിക്കുന്നത് ആരാണ്?
ഫോക്കസ് എന്ന് പറഞ്ഞൊരു പോയിന്റിലേക്ക് കേന്ദ്രീകരിക്കുന്നത് ഏത് തരം ദർപ്പണമാണ്? ഒരു കോൺകേവ് ദർപ്പണമാണ്. എപ്പോഴും ഓർക്കുക, കോൺകേവ് ദർപ്പണമാണ് എന്ത്? ദൂരെ നിന്നും വരുന്ന പ്രകാശരശ്മികളെ കേന്ദ്രീകരിക്കുന്നത്. എന്നാൽ ദൂരെ നിന്ന് വരുന്ന പ്രകാശരശ്മികൾ വിഭജിക്കുന്നത് ആരാണ് അല്ലെങ്കിൽ വികേന്ദ്രീകരിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? അത് കോൺവെക്സ് ആണ്. ദൂരെയുള്ള പ്രകാശരശ്മിയെ ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യിപ്പിക്കുന്നത് ആരാണ്? കോൺകേവ് ആണ്. പക്ഷേ ഒരു പോയിന്റിൽ നിന്നും വിഭജിപ്പിക്കുന്നത് ആരാണ്? കോൺവെക്സ് ആണ്. അപ്പൊ ഇവിടെ വളരെ അകലെയുള്ള പ്രകാശരശ്മികളെ മുഖ്യ ഫോക്കസിലേക്ക് വിഭ്രമിക്കുന്നു എന്ന് ചോദിച്ചാൽ, വിഭ്രമിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ വിഭജിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ രണ്ടും പറയാം കേട്ടോ. വിഭ്രമിക്കുക അല്ലെങ്കിൽ വിഭജിക്കുക, ഡൈവേർജ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഡൈവേർജ് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? അതിനാണ് ആൻസർ കോൺവെക്സ് വരുന്നത്. വളരെ ദൂരെയുള്ള പ്രകാശരശ്മികളെ കൺവേർജ് ചെയ്യുന്നു അല്ലെങ്കിൽ കേന്ദ്രീകരിക്കുന്നത് കോൺകേവും, ഡൈവേർജ് ചെയ്യുന്നതാണ് ആര്? കോൺവെക്സ്. അപ്പൊ ആദ്യം തന്നെ ആൻസർ എന്ത് ചെയ്തു? തെറ്റായി. അപ്പൊ നമുക്ക് ഈ ഒരു ഓപ്ഷൻ എഴുതണ്ട, ഇത് റോങ് ആണ്. അടുത്ത നോക്കിയേ, പ്രതിബിംബം എല്ലായ്പ്പോഴും മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിൽ. ഇത് കറക്റ്റ് ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു കോൺവെക്സ് ദർപ്പണം എടുത്തു കഴിഞ്ഞാൽ കോൺവെക്സിന്റെ ഇപ്പൊ എങ്ങനെ വരയ്ക്കാൻ പറ്റും? നേരത്തെ നമ്മൾ പറഞ്ഞു അകവശമാണ് റിഫ്ലക്റ്റിംഗ് എങ്കിൽ കോൺകേവ്, അപ്പൊ പുറവശമാണെങ്കിൽ എന്തായിരിക്കും? കോൺവെക്സ്. ഇപ്പൊ നമ്മൾ എവിടെ വെച്ചാലും, നമ്മൾ ഈ ഒരു വസ്തുവിനെ ഇവിടെയോ പോളിന്റെ അടുത്തോ ഫോക്കസിന്റെ അടുത്തോ പലയിടത്ത് വെച്ചാലും നമുക്ക് എപ്പോഴും എന്ത് കിട്ടും? മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിലായിട്ടായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? ഒരു പ്രതിബിംബം കിട്ടുന്നത്. ഇത് കോൺവെക്സിന്റെ പ്രത്യേകതയാണ് കേട്ടോ. എവിടെ വെച്ചാലും നമുക്ക് പ്രതിബിംബം എവിടെ കിട്ടും? പോളിനും ഫോക്കസിനും ഇടയിലായിട്ടായിരിക്കും ലഭിക്കുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. റിയർ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്നു. നമ്മൾ കോൺവെക്സ് മിററിന്റെ ഏറ്റവും വലിയ ആപ്ലിക്കേഷൻ ആണ് എന്ത്? റിയർ വ്യൂ മിറർ. നമ്മുടെ കണ്ണാടിയിലൊക്കെ യൂസ് ചെയ്യുന്നില്ലേ? കണ്ണാടികളിൽ യൂസ് ചെയ്യും. പിന്നെ നിങ്ങൾ വലിയ വളവുകളിലൊക്കെ ഒരു വലിയ കണ്ണാടി കണ്ടിട്ടില്ലേ? അതും എന്താണ്? കോൺവെക്സ് മിറർ ആണ് കേട്ടോ. അതുപോലെ തന്നെ തെരുവ് വിളക്ക്, സ്ട്രീറ്റ് ലൈറ്റുകളിലും ഉപയോഗിക്കുന്നത് കോൺവെക്സ് മിററാണ്. ഈ 3 ആപ്ലിക്കേഷനാണ് യൂഷ്വലി നമ്മൾ കോൺവെക്സ് മിററിന് പറയുന്നത്. ഒന്ന് റിയർ വ്യൂ മിറർ, അടുത്തത് നമ്മൾ ഈ വളവുകളിലൊക്കെ അപകടകരമായ വളവുകളിലൊക്കെ ഉപയോഗിക്കുന്നത് കോൺവെക്സ് മിററാണ്. പിന്നീട് നമുക്ക് പറയാനുള്ളത് സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ തെരുവ് വിളക്കുകളിൽ ഉപയോഗിക്കുന്നത് എന്താണ്? കോൺവെക്സ് മിറർ. അപ്പൊ ആൻസർ നോക്കിയേ, 2 3 ശരി. ഈ ഒരു ആൻസർ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഒന്ന് തെറ്റിപ്പോവാനുള്ള കാരണം ഓർത്ത് വെക്കണേ. അകലെയുള്ള പ്രകാശരശ്മികളെ ഫോക്കസിലേക്ക് കേന്ദ്രീകരിക്കുന്നത് കോൺകേവും, ഫോക്കസിൽ നിന്നും വിഭജിപ്പിക്കുന്നത് ആരാണ്? അത് കോൺവെക്സും ആണ്. വിഭ്രമിച്ചു എന്ന് തന്നിരുന്നെങ്കിൽ ആൻസർ എല്ലാം ശരി വന്നേനെ. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ദ്രാവകത്തിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്ന് കണ്ടെത്തുക. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, നമ്മൾ ഒരു വസ്തുവിൽ ഉണ്ടാകുന്ന പ്ലവക്ഷമ ബലവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ പ്ലവക്ഷമ ബലം ശ്രദ്ധിക്കാം. ഞാനൊരു വസ്തുവിനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു ജലത്തിലേക്ക് പ്ലേസ് ചെയ്യുന്നു. അപ്പൊ ഈ വസ്തുവിന് താഴോട്ട് എപ്പോഴും ആക്ട് ചെയ്യുന്ന ബലം എന്ന് പറയുന്നത് അതിന്റെ വെയിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഭാരമായിരിക്കും താഴോട്ട് ആക്ട് ചെയ്യുന്ന ബലം. ഇതിനെ എതിർത്തുകൊണ്ട് മുകളിലോട്ടൊരു ബലം ആക്ട് ചെയ്യും. അതാണ് പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ ബോയൻ ഫോഴ്സ്. പ്ലവക്ഷമ ബലം എന്താ? ഒരു വസ്തു ഏതെങ്കിലും ഒരു ദ്രാവകത്തിൽ നമ്മൾ വെക്കുമ്പം ആ ദ്രാവകത്തിൽ ആ വസ്തുവിന് ലഭിക്കുന്ന മുകളിലേക്ക് ലഭിക്കുന്ന ബലത്തെയാണ് നമ്മൾ ബോയൻ ഫോഴ്സ് അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പ്ലവക്ഷമ ബലം വസ്തുവിന്റെ വ്യാപ്തത്തെ ആശ്രയിക്കുന്നു. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് കേട്ടോ. കാരണം ഒരു വസ്തുവിന്റെ ബോയൻ ഫോഴ്സ് നമ്മൾ നോക്കിയാൽ അത് 2 പേരെ ഡിപ്പെൻഡ് ചെയ്യും. ഒന്നെന്ന് പറയുന്നത് വ്യാപ്തം അല്ലെങ്കിൽ വോളിയം, രണ്ടാമത്തത് വസ്തുവിന്റെ സാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റി. വോളിയവും ഡെൻസിറ്റിയും ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. വോളിയത്തെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, വ്യാപ്തത്തെയും ആശ്രയിക്കുന്നു, സാന്ദ്രതയും ആശ്രയിക്കുന്നു. വ്യാപ്തം കൂടിക്കഴിഞ്ഞാൽ ബോയന്റ് ഫോഴ്സ് കൂടുതലായിരിക്കും, സാന്ദ്രത കൂടിയാലും ബോയന്റ് ഫോഴ്സ് കൂടുതലായിരിക്കും. രണ്ടിനെ നേർ അനുപാതത്തിലാണ് ഇത് ആശ്രയിക്കുന്നത്. ഓർത്തു വെക്കുക. നമ്മുടെ ടെക്സ്റ്റിലാണെങ്കിൽ നമ്മുടെ
ഉപ്പ് വെള്ളത്തിന്റെ കേസസ് ഒക്കെ പറയുന്നുണ്ട്. ഉപ്പ് വെള്ളത്തിന് 1025 എന്നുള്ള സാന്ദ്രതയുണ്ട്. അതുകൊണ്ട് എന്താ, ഉപ്പ് വെള്ളത്തിലായിരിക്കും വസ്തുവിന് കൂടുതൽ ബോയന്റ് ഫോഴ്സ് അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം അനുഭവപ്പെടുന്നത്. അപ്പൊ നോക്കിയേ, പ്ലവക്ഷമ ബലം വസ്തുവിന്റെ വ്യാപ്തത്തെ ആശ്രയിക്കുന്നു. ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റായി. ഇനിയിപ്പോ നിങ്ങൾ നോക്കിയേ, ഈ പ്ലവക്ഷമ ബലം വസ്തുവിന്റെ വ്യാപ്തത്തെ മാത്രം ആശ്രയിക്കുന്നു. ഇങ്ങനെ വന്നായിരുന്നു ഈ സ്റ്റേറ്റ്മെന്റ് ശരിയായിരിക്കുമോ? നിങ്ങൾ നോക്കിയേ, വ്യാപ്തത്തെ മാത്രം ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ അത് വ്യാപ്തത്തെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നു, വേറെ ഒന്നിനെ ആശ്രയിക്കുന്നില്ല. നമ്മളിപ്പോ പഠിച്ചു വ്യാപ്തത്തെയും ആശ്രയിക്കും, അത് എന്തിനേയും ആശ്രയിക്കും, സാന്ദ്രതയും ആശ്രയിക്കും. സോ മാത്രം ഒരു ടേം വന്നിരുന്നെങ്കിൽ ഈ ക്വസ്റ്റ്യന്റെ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്തേനെ, റോങ് ആയി പോയേനെ. കാരണം ഇത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, പ്ലവക്ഷമ ബലം വസ്തുവിന്റെ വ്യാപ്തത്തെ മാത്രം ആശ്രയിക്കുന്നു. അപ്പൊ പെട്ടെന്ന് എല്ലാവരും ഇതങ്ങ് കറക്റ്റ് ആണെന്ന് വിചാരിക്കും. പക്ഷെ ശ്രദ്ധിക്കുക, മാത്രം എന്ന് പറഞ്ഞാൽ അത് ആ ഒരാളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു, വേറെ ആരും തന്നെ വരുന്നില്ല. പക്ഷെ നമ്മൾ പഠിക്കുന്നു രണ്ടുപേരെ ആശ്രയിക്കുന്നുണ്ട്, ഒന്ന് വോളിയമാണ്, മറ്റൊരാൾ ഡെൻസിറ്റി ആണ്. അപ്പൊ രണ്ടും ആശ്രയിക്കുന്നുണ്ട്. അപ്പൊ ആശ്രയിക്കുന്നു എന്ന് വന്ന ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആവും, മാത്രം എന്ന് വന്നാൽ എന്തായാലും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റായി പോനെ. മനസ്സിലായല്ലോ? അടുത്ത നോക്കിയേ, പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രാവകത്തിന്റെ അളവിന് തുല്യമായിരിക്കും, ദ്രാവകത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ഞാൻ എന്താ ഈ ഒരു വസ്തുവിനെ ഞാൻ നിറയെ വെള്ളമുള്ള ഒരു പാത്രത്തിലേക്കാണ് കേട്ടോ ഈ ഒരു വസ്തുവിനെ ഇടുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ആദ്യം ഇതിന്റെ ബോയന്റ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം. പ്ലവക്ഷമ ബലം കണ്ടുപിടിക്കുന്നത് ആ വസ്തു എയറിലുള്ളപ്പം അതിന് എത്ര ഭാരം ഉണ്ടെന്ന് നോക്കുക. ഞാൻ എൻ്റെ കയ്യിൽ ഒരു കല്ലെടുത്തു, അത് എയറിലുള്ളപ്പം അതിന് 30 ന്യൂട്ടൺ ഉണ്ടെന്ന് വിചാരിക്കുക അതിന്റെ വെയിറ്റ്. ഞാൻ ഇനി ഈ കല്ലിനെ ഒരു ദ്രാവകത്തിലിട്ടപ്പം, ഞാനിപ്പോൾ ഈ ഒരു ദ്രാവകത്തിലോട്ടിട്ടപ്പം എനിക്ക് അതിന്റെ വെയിറ്റ് 25 ന്യൂട്ടൺ ആയിട്ട് കിട്ടി. അതായത് 30 ന്യൂട്ടൺ എയറിൽ ഭാരമുള്ള ഒരു കല്ല് ഈ ഒരു ദ്രാവകത്തിലിട്ടപ്പം അതിന്റെ ഭാരം എന്തായിട്ട് മാറി, 25 ന്യൂട്ടൺ ആയി. അപ്പൊ ഈ 30 ന്യൂട്ടണും 25 ന്യൂട്ടന്റെയും ഒരു വ്യത്യാസമില്ലേ, അതായത് ഈ 5 ന്യൂട്ടൺ എന്ന് പറയുന്നത്, ഇതാണ് ആക്ച്വലി എന്റെ പ്ലവക്ഷമ ബലം. ഓക്കെ, സോ പ്ലവക്ഷമ ബലം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? വസ്തുവിന്റെ ഭാരം നമ്മൾ ആദ്യം എവിടെ കാണണം, വായുവിൽ കാണണം. അതിനെ ആ ഫ്ലൂയിഡിൽ ഏത് ദ്രാവകത്തിലാണോ നമ്മൾ വെക്കുന്നത് അതിൽ അതിന്റെ ഭാരം കാണുക. ഇവരുടെ വ്യത്യാസമാണ് ഇവിടുത്തെ എന്ത്, പ്ലവക്ഷമ ബലം. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയേ, പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത് വസ്തു ആദേശം ചെയ്യുന്ന ദ്രാവകത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും. അതായത് ഞാൻ പറഞ്ഞു നിറയെ വെള്ളമുള്ള ഒരെണ്ണത്തിനകത്തേക്ക് ഞാൻ ഈ കല്ല് കൊണ്ടുവന്നിട്ടത്. അപ്പൊ എന്താ കുറേ വെള്ളം എന്താ ഇവിടെ നിന്ന് ഒഴുകി താഴോട്ട് വീഴും. ഞാനതൊരു പാത്രത്തിലെടുത്തു. ഓക്കെ, എന്നിട്ട് ഞാൻ കൊണ്ടുവന്ന് എൻ്റെ വെയിറ്റ് മെഷർ ചെയ്യാണ്. ഈ പാത്രത്തിന്റെ നമുക്കിപ്പോൾ വെയിറ്റ് മെഷർ ചെയ്യുമ്പോൾ നമുക്കൊരു വലിയ വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. നമ്മൾ ഈ എടുക്കുന്ന ബീക്കറിന്റെ വെയിറ്റ് അതിൽ നിന്ന് കുറച്ച് കൊള്ളണം. ഓക്കെ, അതായത് ഈ ആദേശം ചെയ്യുന്ന ആളുടെ മാത്രം വെയിറ്റ് എടുക്കാവൂ, ഈ ബീക്കറിന്റെ മൊത്തത്തിൽ എടുക്കരുത്. നമുക്ക് കിട്ടുന്ന വാല്യൂവിൽ നിന്നും ബീക്കറിന്റെ വാല്യൂ കുറച്ച് കൊള്ളണം. ബീക്കറിന്റെ വെയിറ്റിന്റെ വാല്യൂ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ആദേശം ചെയ്യുന്ന ആളുടെ മാത്രം വാല്യൂ ഇപ്പോൾ കിട്ടത്തില്ലേ. അപ്പൊ ഈ ആദേശം ചെയ്യുന്ന ആളുടെ വെയിറ്റ് എന്ന് പറയുന്നതും 5 ന്യൂട്ടൺ ആയിരിക്കും. ഓക്കെ, അതായത് ഈ വസ്തു ആദേശം ചെയ്ത വെയിറ്റും ഇവിടുത്തെ ബോയന്റ് ഫോഴ്സും എന്തായിരിക്കും, തുല്യമായിരിക്കും. ഓക്കെ, നമ്മൾ നിറഞ്ഞു തുളുമ്പുന്ന ഒരു പാത്രത്തിലേക്ക് ഒരു വസ്തുവിനെ ഇടുന്ന സമയം അത് ആദേശം ചെയ്യുന്ന ജലത്തിന്റെ ഭാരം ഇവിടെ ആ വസ്തുവിന് ഉണ്ടാവുന്ന ബോയന്റ് ഫോഴ്സിന് തുല്യമായിരിക്കും. ഈ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, പ്ലവക്ഷമ ബലം ആ ദ്രാവകത്തിന്റെ സാന്ദ്രതയെ സ്വാധീനിക്കുന്നു. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കുഴപ്പിച്ച് ചോദിച്ചിരിക്കുകയാണ്. അതായത് പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത് ആ ദ്രാവകത്തിന്റെ സാന്ദ്രതയെ മാറ്റുന്നു അല്ലെങ്കിൽ സ്വാധീനിക്കുന്നു. അങ്ങനാണോ? ഈ സാന്ദ്രത എന്ന് പറഞ്ഞ ഒരാൾ ഫിക്സ്ഡ് അല്ലേ? ഒരു പ്ലവക്ഷമ ബലം എന്തെങ്കിലും സാന്ദ്രതയെ മാറ്റുമോ? ഒരു വസ്തുവിന്റെ പ്ലവക്ഷമ ബലം കൂടുതലാണെങ്കിൽ അയാൾ സാന്ദ്രത കുറയ്ക്കുമെന്നോ അങ്ങനെയല്ലോ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? നമ്മൾ ഇപ്പൊ പഠിച്ച സ്റ്റേറ്റ്മെന്റ് എന്താണ്? ബോയന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് വോളിയം കൂടുതലുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ സാന്ദ്രത കൂടിയ ആൾക്ക് ബോയന്റ് ഫോഴ്സ് കൂടുതലായിരിക്കും. ഇനി ബോയന്റ് ഫോഴ്സ് വെച്ചിട്ട് എനിക്ക് ഒരാളുടെ സാന്ദ്രത മാറ്റാൻ പറ്റുമോ? ഇപ്പൊ ഞാൻ ബോയന്റ് ഫോഴ്സ് കൂട്ടി അല്ലെ ബോയന്റ് ഫോഴ്സ് കുറച്ചു, അങ്ങനെ അയാളുടെ വെയിറ്റും അല്ല അയാളുടെ സാന്ദ്രത മാറ്റാൻ പറ്റും. സാന്ദ്രത എന്ന് പറയുന്നത് മാസിനെ, നമ്മളൊരു വസ്തുവിന്റെ പിണ്ഡത്തെ വ്യാപ്തം കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഒരു വാല്യൂ ആണ് സാന്ദ്രത. ആ സാന്ദ്രത ഫിക്സ്ഡ് ആണ്. സാന്ദ്രത കൂടിയ മാധ്യമങ്ങളിൽ വസ്തുവിന് പ്ലവക്ഷമ ബലം കൂടുതലായിട്ട് അനുഭവപ്പെടുന്നു. അത്രയും നമ്മൾ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പ്ലവക്ഷമ ബലം കൂടുതൽ ഉണ്ടെങ്കിൽ ആ സാന്ദ്രത മാറുന്നില്ല. അപ്പൊ ഞാൻ ഒരു പ്ലവക്ഷമ ബലം ഞാൻ 1 ന്യൂട്ടൺ കൊടുക്കുന്നു, 2 ന്യൂട്ടൺ കൊടുക്കുന്നു. ആദ്യം പ്ലവക്ഷമ ബലം 1 ന്യൂട്ടൺ ആയിരുന്നു, പിന്നെ പ്ലവക്ഷമ ബലം 2 ന്യൂട്ടൺ ആണ്. ഇതിന്റെ സാന്ദ്രത ഇപ്പോൾ 1000 ആണെങ്കിൽ അടുത്ത തവണ എന്റെ സാന്ദ്രത എന്ത് തന്നെയായിട്ട് നിൽക്കും? 1000 തന്നെയായിട്ട് നിൽക്കും. അതിനെ മാറ്റുന്നുണ്ടോ? ഇല്ല. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ പറഞ്ഞതായിരുന്നു, പ്ലവക്ഷമ ബലത്തെ പ്ലവക്ഷമ ബലത്തെ
ദ്രാവകത്തിന്റെ സാന്ദ്രത ആശ്രയിക്കുന്നു. ഈ ഒരു രീതിയിൽ പ്ലവക്ഷമ ബലം ദ്രാവകത്തിന്റെ സാന്ദ്രതയെ ആശ്രയിക്കുന്നു അല്ലെങ്കിൽ സ്വാധീനിക്കുന്നു എന്ന് വന്നിരുന്നെങ്കിൽ കറക്റ്റ് ആണ്. ഇവിടെ പറയുന്നത് പ്ലവക്ഷമ ബലം ആ ദ്രാവകത്തിന്റെ സാന്ദ്രതയെ സ്വാധീനിക്കുന്നു എന്നാണ്. ദ്രാവകത്തിന്റെ സാന്ദ്രതയെ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. പ്ലവക്ഷമ ബലം നമ്മൾ കൂട്ടിയാലും കുറച്ചാലും ഒന്നും എന്ത് പറ്റില്ല, ദ്രാവകത്തിന്റെ സാന്ദ്രതയ്ക്ക് മാറ്റം പറ്റുന്നില്ല, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ നമ്മുടെ ആൻസർ 1 ഉം 2 ഉം മാത്രമാണ് കേട്ടോ. 1, 2 ശരി. 1, 2 ശരി. ഓക്കെ, അടുത്ത നോക്കിയേ. സൂര്യപ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ ഏറ്റവും കൂടുതൽ വിസരണം സംഭവിക്കുന്നത് പ്രകാശവർണം ഏത്? അപ്പൊ നമ്മൾ വിസരണത്തെ പറ്റിയാണ് പറയുന്നത്. വിസരണം അല്ലെങ്കിൽ സ്കാറ്ററിംഗ്, അതായത് പ്രകാശിക കിരണം അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളിൽ തട്ടി തെറിച്ചു പോകുന്ന പ്രതിഭാസമാണ് സ്കാറ്ററിംഗ് അല്ലെങ്കിൽ വിസരണം. ഈ സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്, സ്കാറ്ററിംഗിന്റെ തീവ്രത എന്ന് പറയുന്നത് വസ്തുവിന്റെ തരംഗദൈർഘ്യത്തിന് വിപരീത അനുപാതത്തിലായിരുന്നു. തരംഗദൈർഘ്യത്തിന് 4ാമത്തെ പവറിന് വിപരീത അനുപാതം എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ആർക്കാണോ തരംഗദൈർഘ്യം കൂടുതൽ അവർക്ക് എന്ത് കുറവായിരിക്കും? സ്കാറ്ററിംഗ് കുറവായിരിക്കും. സ്കാറ്ററിംഗ് അവർക്ക് കുറവായിരിക്കും അല്ലെങ്കിൽ വിസരണം കുറവായിരിക്കും. ആർക്കാണോ തരംഗദൈർഘ്യം കുറവുള്ളത് അവർക്ക് എന്ത് കൂടുതലായിരിക്കും? സ്കാറ്ററിംഗ് കൂടുതലായിരിക്കും. അപ്പൊ നിങ്ങൾ നോക്കിയേ, നമ്മളുടെ വിബ്ജിയോറിൽ, നമ്മളുടെ പ്രകാശത്തിന്റെ വിബ്ജിയോർ എന്ന ശ്രേണിയിൽ വയലറ്റിനാണ് വേവ് ലെങ്ത്, തരംഗദൈർഘ്യം കുറവ്. വേവ് ലെങ്ത് കൂടുതൽ ആർക്കാണ്? റെഡിനാണ് അല്ലേ? അപ്പൊ നിങ്ങൾ നോക്കിയേ, നമ്മൾ വിപരീത അനുപാതമാണ് സ്കാറ്ററിങ്ങും വേവ് ലെങ്തും പഠിച്ചത്. ഇവിടെ നോക്കിയേ, വയലറ്റിന് വേവ് ലെങ്ത് കുറവ്. അതിനർത്ഥം എന്താ? അവർക്ക് വേവ് ലെങ്ത് കുറവാണെങ്കിൽ സ്കാറ്ററിങ് കൂടുതലായിരിക്കും. അപ്പൊ ഇവിടെ വയലറ്റ് ഉണ്ടോ എന്ന് നോക്കിയേ. യെസ്, വയലറ്റ് ഉണ്ട്. വയലറ്റിനാണ് ഏറ്റവും കുറവ് തരംഗദൈർഘ്യം. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സ്കാറ്ററിങ് അല്ലെങ്കിൽ വിസരണം സംഭവിക്കുന്നത് വയലറ്റിനാണ്. ഏറ്റവും കുറവ് ആർക്കായിരിക്കും? വേവ് ലെങ്ത് കൂടിയ ചുവപ്പിനാണ് കുറവ് സ്കാറ്ററിങ് സംഭവിക്കുന്നത്. ഓക്കെ, വളരെ ഈസിയാണ്. വേവ് ലെങ്ത് വെച്ച് നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പൊ നിങ്ങൾക്ക് വയലറ്റ് ഒരു ഓപ്ഷൻ ഇല്ല എങ്കിൽ പിന്നെ നിങ്ങൾ നോക്കേണ്ടത് ഇൻഡിഗോയാണ്. ഇൻഡിഗോ ഇല്ല, പിന്നെ ബ്ലൂ ഉണ്ട്. ഓക്കെ, അങ്ങനെ വേണം ആൻസർ ചെയ്യാൻ. വയലറ്റ് ഇങ്ങനെ കാണാതെ പഠിക്കരുത്. ഇതൊരു ഓർഡറിൽ, ഈ ഒരു ഓർഡർ എപ്പോഴും ഓർത്ത് വെച്ചിട്ട് നിങ്ങൾ ഈ റിലേഷൻ വെച്ച് പഠിക്കുക. വേവ് ലെങ്തും അതുപോലെ തന്നെ സ്കാറ്ററിങ്ങും വിസരണവും വിപരീത അനുപാതമാണ്. ആർക്കാണോ വേവ് ലെങ്ത് കൂടുതൽ അവർക്ക് സ്കാറ്ററിങ് കുറവായിരിക്കും. ഓക്കെ, അടുത്ത നോക്കിയേ. ഒരു വസ്തുവിനെ തിരശ്ചീന ദിശയിൽ തറയിലൂടെ ചലിപ്പിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി എന്ത് ബലത്തിനെതിരെയാണ്? അതായത് ഞാനൊരു വസ്തുവിനെ എന്ത് ചെയ്തു? തിരശ്ചീന ദിശയിൽ തറയിലൂടെ ചലിപ്പിക്കുകയാണ്. തിരശ്ചീനം എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടലായിട്ട്. നമ്മൾ ഈ ഒരു വസ്തുവിനെ ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് ചലിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഏത് ബലത്തിനെതിരെയാണ്? അതായത് നമ്മളൊരു വസ്തുവിനെ ഏതെങ്കിലും ഒരു തറയിലൂടെയോ അല്ലെങ്കിൽ ഒരു സർഫസിലൂടെയോ ചലിപ്പിക്കുമ്പോൾ ഇവിടെ ഒരു ബലം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഈ ബലത്തിനെതിരായിട്ടുള്ള പ്രവൃത്തിയാണ്. ഏതെങ്കിലും രണ്ട് വസ്തുക്കളെ നമ്മൾ ചലിപ്പിക്കുന്ന സമയത്ത് ആ വസ്തുവിന്റെ ചലനത്തിനെതിരായിട്ട് ആക്ട് ചെയ്യുന്ന ബലമാണ് കർഷണ ബലം അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓക്കെ, ഏതെങ്കിലും രണ്ട് വസ്തുക്കൾ പരസ്പരം കോണ്ടാക്റ്റിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഉരസുന്ന സമയം അവിടെ ഉണ്ടാവുന്ന ബലമാണ് എന്ത്? കർഷണ ബലം. സോ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്തിനെതിരെയായിരിക്കും? കർഷണ ബലം. കാരണം കർഷണ ബലം എപ്പോഴും വസ്തുവിന്റെ ചലനത്തിനെതിരെയാണ്. ഇപ്പൊ ഞാൻ വസ്തുവിനെ ഇങ്ങോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ കർഷണ ബലം ഇങ്ങോട്ട്, ഇനി ഞാൻ വസ്തുവിനെ ഇങ്ങോട്ട് മൂവ് ചെയ്യുവാണെങ്കിൽ കർഷണ ബലം ഇങ്ങോട്ടായിരിക്കും. എപ്പോഴും രണ്ടും വിപരീത ദിശയിലായിരിക്കും. അപ്പൊ അതാ നോക്കിയേ, ചെയ്യുന്ന പ്രവൃത്തി ഏത് ബലത്തിനെതിരെയാണ്? അപ്പൊ ബലത്തിനെതിരെ ഏത് ബലമാണ്? ചലനത്തിനെതിരെയുള്ള ബലം ഏതാണ്? എപ്പോഴും ഓർക്കുക, കർഷണ ബലമാണ്. ഓക്കെ, ഇപ്പൊ നമ്മളിങ്ങനെ നിരക്കിയല്ലേ കൊണ്ടുവന്നത്. അപ്പൊ ഇവിടെ നിരങ്ങൽ കർഷണമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ബ്രേക്കിലൊക്കെ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? ബ്രേക്കിലൊക്കെ ഉപയോഗിക്കുന്നത് നിരങ്ങൽ കർഷണമാണ്. ഇപ്പൊ നമ്മൾ ഈ നിരക്കുന്ന സമയത്ത് ഇവിടെ നിരങ്ങൽ കർഷണമാണ് ഉള്ളത്. പിന്നെ എപ്പോഴും ഓർക്കുക, ഉരുളൽ കർഷണം കുറവാണ്. നമ്മൾ ഈ വണ്ടിയിലൊക്കെ ബോൾ ബിയറിംഗ് ഒക്കെ ഇട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ? വണ്ടിയുടെ വീലിലൊക്കെ ബോൾ ബിയറിംഗ്, ബോളുകൾ ഇടുന്നത് എന്തിനു വേണ്ടിയാണ്? അവിടുത്തെ കർഷണം കുറയ്ക്കാനാണ്. ഇപ്പം വണ്ടിയുടെ ഏതെങ്കിലും രണ്ട് ഭാഗങ്ങൾ തമ്മിൽ ഉരസിക്കൊണ്ടിരുന്ന നമുക്ക് തേയ്മാനം സംഭവിക്കില്ല, അത് നമുക്ക് നഷ്ടമല്ലേ? അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഈ ബിയറിംഗ് ഒക്കെ ഇടും. അപ്പോൾ ബോൾ ബിയറിംഗ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ എന്ത് ഐഡിയ ആണ് യൂസ് ചെയ്യുന്നത്? അവിടെ നമ്മൾ ഉരുളൽ കർഷണം വെച്ചിട്ടാണ് ബോൾ ബിയറിംഗ് ഒക്കെ വണ്ടിയിൽ ഉപയോഗിക്കുന്നത്. അതുവഴി കർഷണം കുറയ്ക്കാൻ പറ്റും. ഇനി കർഷണം കുറയ്ക്കുന്ന വസ്തുക്കളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്നേഹകങ്ങൾ അല്ലെങ്കിൽ ലൂബ്രിക്കന്റ് എന്ന് പറയും. സ്നേഹകം. ഓക്കെ,
നമ്മുടെ ഫ്രിക്ഷൻ കുറയ്ക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് സ്നേഹകം എന്ന് പറയുന്നത്. നമ്മുടെ ഓയില്, നമ്മുടെ എണ്ണ, ഗ്രീസ്, ഇതൊക്കെ എന്താണ്? സ്നേഹകമാണ്. ഖര അവസ്ഥയിൽ ഒരു സ്നേഹകമുണ്ട്, അത് ഗ്രാഫൈറ്റ് ആണ് കേട്ടോ. കാർബണിന്റെ ഒരു രൂപാന്തരമായിട്ടുള്ള ഗ്രാഫൈറ്റ് ഉണ്ട്, അത് ഖര അവസ്ഥയിലുള്ള സ്നേഹകമാണ്. ചോദിച്ചിട്ടുള്ള ഖര അവസ്ഥയിലുള്ള സ്നേഹകമാണ് നമ്മുടെ ഗ്രാഫൈറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശബ്ദം പരമാവധി വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏതാണ്? ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ശബ്ദത്തിന് ഏറ്റവും കൂടുതൽ വേഗത എവിടെ? നമ്മൾ ക്ലാസ്സിലൊക്കെ തന്നെ ചെയ്തിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ബെഞ്ചിലൊക്കെ ചെവി വെച്ച് കിടക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫ്രണ്ട് ഒരു കൈ വെച്ച് ജസ്റ്റ് ഒന്ന് തട്ടിയാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കേൾക്കാൻ പറ്റില്ലേ? അതായത് ശബ്ദത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ള ഏത് മീഡിയത്തിലാണ്? അത് സോളിഡിലാണ് കേട്ടോ, ഖരത്തിലാണ്. ശബ്ദത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ഖരത്തിലാണ്. ഇനി പ്രകാശത്തിന് നോക്കണം കേട്ടോ. പ്രകാശത്തിന് കേസിൽ ഏറ്റവും കൂടുതൽ വേഗത എന്ന് പറയുന്നത് ശൂന്യതയിലായിരിക്കും. ആ വേഗതയാണ് നമ്മൾ നേരത്തെ കണ്ടത്. ശൂന്യതയിൽ അതിന്റെ മാക്സിമം വേഗത 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. നമ്മൾ സി എന്നുള്ള അക്ഷരം കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പ്രകാശത്തിന് വേഗത കൂടുതൽ ശൂന്യതയിലാണ്. ശബ്ദത്തിന് വേഗത കൂടുതൽ എവിടെയാണ്? ഖര അവസ്ഥയിലാണ്. ശൂന്യതയുണ്ട്, അതുകൊണ്ട് ഡൗട്ട് ആവരുത്. പ്രകാശത്തിനാണ് ഏറ്റവും കൂടുതൽ വേഗത ശൂന്യതയിൽ, ശബ്ദത്തിന് ഏറ്റവും കൂടുതൽ വേഗത ഖര അവസ്ഥയിൽ, സോളിഡ് ആയിട്ടുള്ള വസ്തുക്കളിലായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഉയരം കൂടുന്നതനുസരിച്ച് ഗുരുത്വാകർഷണ ബലം എങ്ങനെ? അതും നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് നമ്മളിപ്പോൾ ഹൈറ്റ് കൂടുന്തോറും, ഉയരം കൂടുന്തോറും, ഹൈറ്റ് കൂടുന്തോറും ജിയുടെ വാല്യൂ എന്ത് ചെയ്യും? കുറയും. അടുത്തത് ഡെപ്ത് കൂടുന്തോറും, ആഴം കൂടുന്തോറും ജിയുടെ വാല്യൂ കുറയും. ഓക്കെ, അപ്പൊ നമ്മുടെ ജിയുടെ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഒരു ഗ്രാഫാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ജിയുടെ വാല്യൂ നോക്കിയാൽ സർഫസിൽ, ഭൂമിയുടെ സർഫസിൽ ജിയുടെ വാല്യൂ മാക്സിമം ആയിരിക്കും. ഉയരം കൂടുന്തോറും എന്ത് ചെയ്യും? ജിയുടെ വാല്യൂ, ഉയരം കൂടുന്തോറും ജിയുടെ വാല്യൂ കുറയുന്നു. ആഴം കൂടുന്തോറും ജിയുടെ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. അപ്പൊ സർഫസിലായിരിക്കും, ഉപരിതലത്തിലായിരിക്കും ജിയുടെ വാല്യൂ കൂടുതൽ. ഉയരം കൂടിയാലും ജിയുടെ വാല്യൂ കുറയും, ആഴം കൂടിയാലും ജിയുടെ വാല്യൂ കുറയും. ഓക്കെ, അപ്പൊ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഉയരം കൂടുന്നതനുസരിച്ച് ഗുരുത്വാകർഷണ ബലം എന്ത് ചെയ്യുന്നുണ്ട്? കുറയുകയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രതാ ദൂരം 15 സെന്റിമീറ്റർ ആണ് അതിന്റെ ഫോക്കസ് ദൂരം. നമ്മൾ നേരത്തെ പറഞ്ഞു വക്രതാ ദൂരവും ഫോക്കൽ ദൂരവും വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ കാണും. വക്രതാ ദൂരത്തെ നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചർ R എന്നാണ് പറയുന്നത്. R-ന്റെ വാല്യൂ 15 സെന്റിമീറ്റർ. നമ്മളോട് ചോദിച്ചിരിക്കുന്നു ഫോക്കൽ ദൂരം. അപ്പൊ നമ്മൾ എന്താ ഇക്വേഷൻ പഠിച്ചിട്ടുള്ളത്? ഫോക്കൽ ദൂരം വക്രതാ ദൂരത്തിന്റെ പകുതിയാണ്. 15നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7.5 സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ നോക്കിയേ, ഇത് 15 സെന്റിമീറ്റർ, ഇതില്ല. 7.5 ഉണ്ട്, പക്ഷെ അത് സെന്റിമീറ്റർ അല്ല, മീറ്റർ ആണ്. അപ്പൊ നമ്മൾ ഈ 7.5 സെന്റിമീറ്ററിലെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. 7.5 സെന്റിമീറ്ററിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? 2 സ്ഥാനമില്ലേ? അതിനർത്ഥം എന്താ? ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 സ്ഥാനം നമ്മൾ മുന്നിലോട്ട് കൊടുക്കണം. ഓക്കെ, ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ഇപ്പം 7.5 നമ്മൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ പോയിന്റ് നമ്മൾ മുന്നോട്ട് കൊടുക്കണം. 2 സ്ഥാനം മുന്നോട്ട് കൊടുക്കണം. എത്ര 0 ആണോ അത്രയും സ്ഥാനം മുന്നോട്ട് കൊടുക്കണം. ഇവിടെ ഇപ്പൊ 2 0 അല്ലേ? അപ്പൊ 2 സ്ഥാനം മുന്നോട്ട് കൊടുക്കണം. ഇപ്പൊ ഒരു സ്ഥാനം 7 ഉണ്ട്, ഇനി ഒരു സ്ഥാനം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മുന്നിൽ ഒരു 0 ഇട്ട് കൊടുക്കുന്നു. അപ്പം 2 സ്ഥാനം, ഈ പോയിന്റ് 2 സ്ഥാനം കഴിഞ്ഞതായി ഇങ്ങോട്ട് വരണം. അതായത് 0.075. ഈ പോയിന്റ് ഒക്കെ നമുക്ക് ഇടുമ്പോൾ കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ നമ്മളൊക്കെ എക്സാമിനൊക്കെ എഴുതുമ്പോൾ പോയിന്റ് ഇട്ടാൽ കാണാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യും? അതിനു വേണ്ടിയാണ് നമ്മൾ ഇതിന് മുന്നിൽ ഒരു 0 ഇടണമെന്ന് പറയുന്നത്. അതായത് ഈ പോയിന്റിനെ കാണിക്കാൻ വേണ്ടിയാണ് ഒരു മുന്നിൽ ഒരു പോയിന്റ് ഇടുന്നത്, 0 ഇടുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ 0.075 മീറ്റർ എന്ന ആൻസർ കിട്ടും. പെട്ടെന്ന് 7.5 എഴുതി റൗണ്ട് ചെയ്യരുത്, ശ്രദ്ധിക്കുക. ഇത്രയും ഈസി ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്തെങ്കിലും ട്രിക്കി ആയിട്ട് ഇതിനകത്ത് കാണും. 7.5 മീറ്റർ അല്ല, 7.5 സെന്റിമീറ്റർ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതിനെ നമ്മൾ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പൈറോലുസൈറ്റ് ഇസ് ദ ഓക്സൈഡ് ഓർ ഓഫ് മെറ്റൽ. ഏത് ലോഹത്തിന്റെ ഓക്സിജൻ അടങ്ങിയ അയിരാണ് പൈറോലുസൈറ്റ്? ഓക്കെ, അപ്പൊ പൈറോലുസൈറ്റ് ആരുടെ ഓറാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ പൈറോലുസൈറ്റ് എന്ന് പറയുന്നത് മാംഗനീസിന്റെ ഓറാണ് കേട്ടോ. മാംഗനീസിന്റെ ഓറാണ് പൈറോലുസൈറ്റ്. ഇങ്ങനെ ആലോചിച്ചാൽ മതി.
പയർ എന്ന് ഓർത്താൽ മതി. പൈറോലുസൈറ്റ് പയർ. ഈ മാൻ ഇതിനകത്തില്ലേ മാൻ, ഈ മനുഷ്യരൊക്കെ നല്ല പയർ പോലെ കിടന്നു അല്ലേ ജോലി ചെയ്യുന്നൊക്കെ പറയത്തില്ലേ, ആ മനുഷ്യൻ നല്ല പയർ പോലെയാണ് എല്ലാം പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഓർത്ത് വെച്ചിരിക്കുന്നത്. പയർ ഓക്കെ. മനുഷ്യൻ പയർ പോലെ പ്രവർത്തിക്കുന്നു. അപ്പൊ പൈറോലുസൈറ്റ് കണ്ടാൽ നിങ്ങൾ എന്തോർക്കണം? മാംഗനീസ്. പിന്നെ വേറെ ഒരെണ്ണം ഇതിനുണ്ട് കേട്ടോ, റോഡോക്രോസൈറ്റ്. അതായത് പൈറോലുസൈറ്റ് മാംഗനീസ് ആണ്. ഇനി റോഡോക്രോസൈറ്റ് മാംഗനീസ് ആണ്. ഈ റോഡ് എന്ന് കാണുമ്പോൾ നമുക്ക് എന്താ ഓർമ്മ വരുന്നത്? ഗതാഗതവുമായിട്ട് ബന്ധപ്പെട്ടല്ലേ റോഡ്. ഗതാഗതത്തിന് ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് റോഡ്. നമ്മുടെ ഇപ്പോഴത്തെ ഗതാഗത മന്ത്രി ആരാ? ഗണേഷ് കുമാർ അല്ലേ? അപ്പൊ ഗണേഷ് ഓക്കെ. അപ്പൊ റോഡോക്രോസൈറ്റും അതുപോലെ തന്നെ പൈറോലുസൈറ്റും മാംഗനീസിന്റെ ഓറാണ്. ഇനി അയണിന്റെ ഓർ നമുക്ക് നോക്കാം. ഹേമറ്റൈറ്റ്, സൈഡറൈറ്റ്, മാഗ്നറ്റൈറ്റ്, ലിമണൈറ്റ്. ഓക്കെ, ഇതിന്റെ കോഡ് എന്ന് പറഞ്ഞാൽ ഹേമറ്റൈറ്റ്, സൈഡറൈറ്റ്, മാഗ്നറ്റൈറ്റ്, ലിമണൈറ്റ് ഇതെല്ലാം അയണിന്റെ ഓറാണ്. ഇത് ഓർത്ത് വെക്കാനുള്ള കോഡാണ്. ഹേമയുടെ സൈഡിൽ അയൺ മാഗ്നറ്റും ലെമണും. ഹേമയുടെ സൈഡില് അയൺ മാഗ്നറ്റും ലെമണും. ഇതാണ് നമ്മുടെ കോഡ്. ഹേമ എന്ന് ഉദ്ദേശിക്കുന്നത് ഹേമറ്റൈറ്റ് ആണ്. ഹേമറ്റൈറ്റ്. സൈഡിൽ സൈഡ് റൈറ്റ്. അയൺ മാഗ്നറ്റ് എന്ന് പറയുന്നത് അയണിന്റെ ഓറാണെന്ന് ഓർക്കാനാണ് കേട്ടോ നമ്മൾ അയൺ എന്ന് യൂസ് ചെയ്തത്. മാഗ്നറ്റ് എന്തിന്റെയാണ്? മാഗ്നറ്റൈറ്റ്. മാഗ്നറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് മാഗ്നറ്റൈറ്റ്. കാരണം വേറെ ഒരെണ്ണമുണ്ട് മാംഗസൈറ്റ്. അത് ഈ മാംഗനീസിന്റെ എണ്ണമാണ് കേട്ടോ. മാംഗ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഓർത്താൽ മതി. മാംഗസൈറ്റ് എന്തിന്റെയാണ്? മാംഗനീസിന്റെ ആണ്. മാഗ്നറ്റ് വന്നാൽ അയൺ മാഗ്നറ്റ് വന്നാൽ എന്താ? മാഗ്നറ്റൈറ്റ്. ലെമൺ എന്നുള്ളത് ഞാൻ ലിമണിനെയാണ് കേട്ടോ, ലിമണൈറ്റിനെയാണ് ലെമൺ എന്ന്. അപ്പൊ കോഡ് എന്താ? ഹേമയുടെ സൈഡിൽ എന്തൊക്കെയുണ്ട്? അയൺ മാഗ്നറ്റും ഉണ്ട്, ലെമണും ഉണ്ട്. ഈ കോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാം ഓർത്ത് വെക്കാം. ഹേമറ്റൈറ്റ്, സൈഡറൈറ്റ്, മാഗ്നറ്റൈറ്റ്, ലിമണൈറ്റ്. ഓക്കെ. ഇനി അലൂമിനിയത്തിന്റെ ഒന്ന് ഓർത്ത് വെക്കുക. അതെല്ലാവരും കേട്ടിട്ടുള്ള കോഡായിരിക്കും. അലൂമിനിയം ബോക്സ് വീണ് കരഞ്ഞു. നിങ്ങൾ കേട്ടിട്ടുള്ള കോഡല്ലേ? അലൂമിനിയത്തിൻ്റെത് ബോക്സൈറ്റും ക്രയോലൈറ്റും ആണ്. യൂസ്ഫുൾ, ഓൾറെഡി ഉള്ളൊരു കോഡാണ്. അലൂമിനിയത്തിന്റെ ബോക്സ് വീണിട്ട് കരഞ്ഞു, ക്രൈ എന്നല്ലേ, ക്രയോലൈറ്റ്. അലൂമിനിയത്തിന്റെ ബോക്സ് വീണപ്പം ബോക്സൈറ്റ്, കരഞ്ഞു, ക്രയോലൈറ്റ്. ഓക്കെ. സിങ്കിന്റെ സിങ്ക് ബ്ലെൻഡ് ആണ് കേട്ടോ. അത് പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. സിങ്കിന്റെ സിങ്ക് ബ്ലെൻഡ് ആണ്. ഓക്കെ. അടുത്തത് ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്നത് ഏത് തത്വത്തെ അനുസരിച്ചാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു ഒപ്റ്റിക്കൽ ഫൈബർ, മരീചിക, അതുപോലെ തന്നെ ഡയമണ്ടിന്റെ തിളക്കം എല്ലാം എന്ത് തന്നെയാണ്? പൂർണ്ണമായും പ്രതിഫലിക്കുന്ന പ്രിസം. ഇതെല്ലാം തന്നെ പൂർണ്ണാന്തരിക പ്രതിഫലമാണ് കേട്ടോ. പൂർണ്ണമായും പ്രതിഫലിക്കുന്ന പ്രിസം നിങ്ങളൊന്ന് നോക്കി വെക്കണേ. കാരണം ആദ്യം ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല, എന്നാൽ ഇത് NCERT പറയുന്ന ഒരു പോയിന്റുമാണ്. സോ പൂർണ്ണമായും പ്രതിഫലിക്കുന്ന പ്രിസം ഒന്ന് നോക്കി വെക്കുക. നമ്മളുടെ മുൻവർഷ ചോദ്യങ്ങളിൽ നമ്മളത് കണ്ടിട്ടില്ല, അതുകൊണ്ട് നമുക്കത് എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ് വൺ, പ്രപഞ്ചത്തിലെ ഓരോ കണികയും മറ്റെല്ലാ കണികയും F = G, ഇവിടെ Gm1m2 എന്നുണ്ട് കേട്ടോ. Gm1m2/r² എന്ന ശക്തിയോടെ ആകർഷിക്കുന്നു. അപ്പൊ നമുക്കറിയാം യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പറയുന്നത് എന്താ? പ്രപഞ്ചത്തിലെ ഏത് രണ്ട് വസ്തുക്കൾ തമ്മിലുമുള്ള ബലമാണ് ഗുരുത്വാകർഷണ ബലം. അതിന്റെ ഇക്വേഷൻ ആണ് Gm1m2/r² എന്ന ശക്തിയോടെ ആകർഷിക്കുന്നു എന്ന് ന്യൂട്ടന്റെ സാർവത്രിക ഗുരുത്വാകർഷണ നിയമം പ്രസ്താവിക്കുന്നു. ഇതിൽ Gയും Rഉം എന്താണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് നമുക്കറിയാം ഭൂമിയിലുള്ള രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ബലം Gm1m2/r² ആണ്. അപ്പൊ G ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഗുരുത്വാകർഷണ സ്ഥിരാങ്കമാണ്. അതിന്റെ വാല്യൂ എത്രയാണ്? 6.67 × 10⁻⁻11 Nm²/kg². അതെന്താണ്? യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ് കേട്ടോ. സാർവത്രിക
ഗുരുത്വാകർഷണ സ്ഥിരാങ്കമാണ്. അപ്പൊ നമുക്ക് നോക്കിയേ, ഫസ്റ്റിൽ കൊടുത്തിരിക്കുന്നു ഈ എന്തൊക്കെയാണ് ജിയും ആറും എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഫസ്റ്റിൽ കൊടുത്തിരിക്കുന്നു ജി എന്താണ്, ന്യൂട്ടോണിയൻ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. അത് കറക്റ്റ് ആണ് അല്ലെ, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 6.67 × 10⁻⁻11. അടുത്തത് നോക്കിയേ, ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം. ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം എന്ന് വെച്ചാൽ സ്മാൾ ജി ആ, പക്ഷെ നമ്മുടെ ഇക്വേഷന് ക്യാപിറ്റൽ ജി ആ. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാ, ഇത് വേണ്ട. ഇതുപോലെ തന്നെ നാലാമത്തെ ഓപ്ഷനിലും അത് തന്നെ കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് വൺ, ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണമാണ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് ക്യാപിറ്റൽ ജി. അത് തെറ്റാണ്. ക്യാപിറ്റൽ ജി എന്താണ്, യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. ഇനി അപ്പം നമുക്ക് എയും ബിയും നോക്കിയാൽ മതി, എയും സിയും നോക്കിയാൽ മതി. ഇപ്പൊ നിങ്ങൾ നോക്കിയേ, ആർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ രണ്ട് മാസിനെ, ഇത് M1 എന്ന് പറഞ്ഞ ഒരു മാസ്, ഇത് M2 എന്ന് പറഞ്ഞ അടുത്തൊരു മാസ്, ഇവരുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് ആക്ച്വലി ഡി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആർ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് റേഡിയസ് അല്ല. ആ രണ്ട് വസ്തുക്കളുടെ കേന്ദ്രത്തെ ജോയിൻ ചെയ്ത് നമ്മൾ വരയ്ക്കുന്ന ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡി എന്നോ ആർ എന്നോ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ ഡി എന്ന് പറയുന്ന, ആർ എന്ന് പറയുന്നത് എന്താണ്, കണികയുടെ ആരമാണോ? ആരമല്ല, കാരണം ഇവിടെ രണ്ട് കണിക എടുക്കുന്നു. അപ്പൊ നമുക്ക് ഒരു കണികയുടെ ആരം എന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് എന്തേ പറയാൻ പറ്റൂ, പിണ്ഡകേന്ദ്രങ്ങൾ തമ്മിലുള്ള ദൂരമാണിത്, പിണ്ഡകേന്ദ്രങ്ങൾ തമ്മിലുള്ള ദൂരമാണ് എന്ന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, പറയാനായിട്ട് പറ്റൂ. സോ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ജി എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. 6.67 × 10⁻⁻11 Nm²/kg² ആണ്. പിന്നെ ആർ എന്ന് പറയുന്നത് ഇവരുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, M1 M2 രണ്ട് പിണ്ഡങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഒരു വസ്തുവിന്റെ ഒരു ഗ്രഹത്തിൽ നിന്നുള്ള പലായന പ്രവേഗം വസ്തുവിന്റെ ദ്രവ്യവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പൊ നമ്മൾ പലായന പ്രവേഗം അല്ലെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ നമ്മൾ ഇപ്പം ഭൂമിയിലാണെങ്കിൽ ഒരു എസ്കേപ്പ് വെലോസിറ്റി, ഓരോ സ്ഥലങ്ങളിലും എസ്കേപ്പ് വെലോസിറ്റി മാറും കേട്ടോ. നമ്മൾ ജിയുടെ കാര്യം നേരത്തെ പറഞ്ഞില്ലേ, ഓരോ സ്ഥലത്തും മാറുന്നു, അതുപോലെ തന്നെ എസ്കേപ്പ് വെലോസിറ്റിയും മാറിക്കൊണ്ടേയിരിക്കും. പലായന പ്രവേഗം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഭൂമിയിലാണെങ്കിൽ ഈ ഭൂമിക്ക് ചുറ്റും എന്തുണ്ട്, ഒരു ഗുരുത്വാകർഷണ ബലമുണ്ട്. ആ ഗുരുത്വാകർഷണ ബലത്തെ ഇല്ലാതാക്കാനായിട്ട് നമ്മൾ എത്ര വെലോസിറ്റിയിൽ ഒരു വസ്തുവിനെ എറിയണം. അതായത് നമ്മളിപ്പോൾ ഒരു വസ്തുവിനെ എറിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കറിയാം, അത് എറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് തിരിച്ച് താഴേക്ക് വരും. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, റോക്കറ്റുകളൊക്കെ എന്താണ്, വളരെ ഉയരങ്ങളിലേക്ക് സ്പേസിലേക്കൊക്കെയാണല്ലേ പോകുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ ഭൂമിയുടെ ഒരു ഗ്രാവിറ്റേഷണൽ ബലത്തെ ഇല്ലാതാക്കിക്കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ആ വസ്തു സഞ്ചരിക്കുന്ന വേഗത്തെ നമുക്ക് എന്ത് പറയാം, പാലായന പ്രവേഗമാണ്, അല്ലെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി ആണ്. എന്തിൽ നിന്ന് എസ്കേപ്പ് ആവുന്നു, ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിൽ നിന്നും എസ്കേപ്പ് ആവാൻ എത്ര വെലോസിറ്റി വേണം, അല്ലെങ്കിൽ പലായനം ചെയ്യാൻ എത്ര വെലോസിറ്റി വേണം, അതാണ് പാലായന പ്രവേഗം. അത് കണ്ടുപിടിക്കുന്നത് √2 gm/r. ഇതാണ് ഇക്വേഷൻ. അതായത് അത് ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും, ജി ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, എമ്മും ആറും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഭൂമിയിലാണെങ്കിൽ ഭൂമിയുടെ മാസും ഭൂമിയുടെ ആരവും. ഇപ്പം വേറൊരു പ്ലാനറ്റ് ആണെങ്കിൽ, ഇവിടെ പറയുന്നത് ഏതോ ഒരു ഗ്രഹത്തിലാണെങ്കിൽ, ഏത് ഗ്രഹത്തിലാണോ, ഇപ്പം നെപ്റ്റ്യൂൺ ആണെങ്കിൽ നെപ്റ്റ്യൂൺ എത്ര പിണ്ഡമുണ്ട്, നെപ്റ്റ്യൂൺ എത്ര ആരമുണ്ട് എന്നതാണ് ഈ എമ്മും ആറും. ഓക്കെ, അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കി, ഒരു വസ്തുവിന്റെ ഒരു ഗ്രഹത്തിൽ നിന്നുള്ള പാലായന പ്രവേഗം വസ്തുവിന്റെ ദ്രവ്യവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? നിങ്ങൾ നോക്കിയേ, ഈ എസ്കേപ്പ് വെലോസിറ്റി ആരെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? 2 ഒരു കോൺസ്റ്റന്റ് ആണ്, ജി അറിയാം നമുക്ക് 6.67 × 10⁻⁻11 ആണ്, ഒരു കോൺസ്റ്റന്റ് ആണ്, അതും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പിന്നെ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? മാസിന്റെ റൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, റേഡിയസിന്റെ റൂട്ടിനെ വിപരീതമായും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇതിനർത്ഥം എന്താ? മാസ്, ആരുടെ മാസ്? ഉപഗ്രഹത്തിന്റെ മാസിനെയും ഉപഗ്രഹത്തിന്റെ റേഡിയസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഈ വസ്തുവിന്റെ മാസ് എന്ന് വല്ലതും കൊണ്ടോ? വസ്തുവിന്റെ മാസ് ഉണ്ടായിരുന്നേ ഒരു സ്മാൾ എം വന്നേനെ. നമ്മുടെ ഇക്വേഷനിൽ എവിടെയെങ്കിലും സ്മാൾ എം ഉണ്ടോ? ക്യാപിറ്റൽ എം അല്ലേ കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ ഉപഗ്രഹത്തിന്റെ മാസിനെയും ഉപഗ്രഹത്തിന്റെ ആരത്തെയും ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? നമ്മൾ എറിയുന്ന വസ്തുവിനെ എന്ത് ചെയ്യുന്നില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ ദ്രവ്യവുമായി ബന്ധമില്ല. ഓക്കെ, ദ്രവ്യവുമായിട്ട് ബന്ധമില്ല എന്നുള്ളതാണ് ആൻസർ. ഇനി ഭൂമിയുടെ കേസിൽ എസ്കേപ്പ് വെലോസിറ്റി ഒന്ന് നോക്കണേ. എർത്തിന്റെ കേസിൽ എസ്കേപ്പ് വെലോസിറ്റി 11.2 km/s ആണ്. ഇനി മൂണിന്റെ കേസിൽ എസ്കേപ്പ് വെലോസിറ്റി 2.5 km/s ആണ് കേട്ടോ. ഭൂമിയുടെ കേസിൽ 11.2 km/s, മൂണിന്റെ കേസിൽ 2.5 km/s. അതായത് ഭൂമിയിൽ നിന്ന് നമ്മൾ 11.2 km/s കൊടുത്തു കഴിഞ്ഞാൽ, അത്രയും വേഗത്തിലുള്ള വസ്തുവിനെ എറിഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് പറ്റും? ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം ഇല്ലാതാക്കിക്കൊണ്ട് ഭൂമിയിൽ നിന്നും പുറത്തേക്ക് പോകും. ഓക്കെ,
അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ പ്രകാശ തീവ്രതയുടെ SI യൂണിറ്റ് ഏതാണെന്നാണ് കേട്ടോ. പ്രകാശ തീവ്രതയുടെ SI യൂണിറ്റ് ലൂമിനസ് ഇന്റൻസിറ്റി ആണ്. ലൂമിനസ് ഇന്റൻസിറ്റിയുടെ SI യൂണിറ്റ് എന്താണ്? കാൻഡലയാണ്. ഓക്കെ, കെൽവിൻ ആരുടെ യൂണിറ്റ് ആണ്? താപനിലയുടെ SI യൂണിറ്റ് ആണ്. ലോഡ് കെൽവിന്റെ പേരിൽ നമ്മൾ താപനിലയുടെ SI യൂണിറ്റ് ആയിട്ട് കൊടുക്കുന്നതാണ് കെൽവിൻ. ഇനി ഡെസിബൽ, ഡെസിബൽ എന്ന് പറയുന്നത് ഉച്ചത, ലൗഡ്നെസിന്റെ യൂണിറ്റ് ആണ് ഡെസിബൽ. ലൂമൻ എന്ന് പറയുന്നത് ലൂമിനസ് ഫ്ലെക്സിന്റെ യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പൊ കാൻഡല എന്തിന്റെയാണ്? പ്രകാശ തീവ്രത അല്ലെങ്കിൽ ലൂമിനസ് ഇന്റൻസിറ്റി. ഓക്കെ, നെക്സ്റ്റ് വൺ, ഒരു വസ്തുവിന്റെ വേഗതയെ സംബന്ധിച്ച് താഴെ പറയുന്നതിൽ ഏത് സമവാക്യമാണ് ശരിയല്ലാത്തത്? ശരിയല്ലാത്തതാണ് ഇടുന്നത്. അപ്പൊ നമുക്കറിയാം വേഗത നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ദൂരത്തെ സമയം കൊണ്ട്, ഡിസ്റ്റൻസിനെ ടൈം കൊണ്ട് ഹരിക്കുമ്പോഴാണ് നമുക്ക് വേഗത കിട്ടുന്നത്. വേഗത ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഇതൊരു ഇക്വേഷൻ ആണ്, ഇത് കറക്റ്റായ ഇക്വേഷൻ ആണ്. അടുത്തത് നോക്കിയേ, നമുക്ക് ഇതിൽ നിന്നും സമയം എഴുതാം. സമയം ഈസ് ഈക്വൽ ടു വേഗത താഴോട്ട് വന്നാൽ മതി, ദൂരം ബൈ വേഗത. സമയം ഈസ് ഈക്വൽ ടു ദൂരം ബൈ വേഗത. ഈ ഒരു ഇക്വേഷൻ ഉണ്ട്. അടുത്തത് ദൂരം ഈസ് ഈക്വൽ ടു, ദൂരം എങ്ങനെ കിട്ടുന്നത്? വേഗതയെ സമയം കൊണ്ട്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ഏതാണ് ശരിയല്ലാത്തത്? ശരിയല്ലാത്ത സമവാക്യം ഇതാണ്, വേഗത ഈസ് ഈക്വൽ ടു ദൂരം ഇൻറ്റു സമയം. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് എന്ത്? റോങ്. ബാക്കി എല്ലാ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ബേസിക് ഇക്വേഷൻ എഴുതി റീഅറേഞ്ച് ചെയ്താൽ മതി. നെക്സ്റ്റ് വൺ, പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? ഇതൊക്കെ ആദ്യകാലങ്ങളിൽ ചോദ്യങ്ങളൊക്കെ നല്ല സിമ്പിൾ ആയിരുന്നു. ഇപ്പോഴാണ് ഇത്രയും ടഫായിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാ? പ്രവൃത്തിയുടെ യൂണിറ്റ് നമ്മൾ എന്താ പറയുന്നത്? വർക്കിന്റെ യൂണിറ്റ് ജൂൾ അല്ല കേട്ടോ, ജൂൾ ആണ്. വർക്കിന്റെ യൂണിറ്റ് ജൂൾ ആണ് വർക്കിന്റെ. ഇനി നോക്കിയേ, വാട്ട് ആരുടെ യൂണിറ്റ് ആണ്? വാട്ട് നമ്മൾ പവർ അളക്കുന്ന യൂണിറ്റ് ആണ്. ഇനി പവറിന് തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ഹോഴ്സ് പവർ എത്ര ആണ്? 746 വാട്ടാണ് കേട്ടോ, കുതിരശക്തി എന്നൊക്കെ പറയും. ഓക്കെ, പവർ, ഒരു ഹോഴ്സ് പവർ 746 വാട്ട്. പവർ നമ്മൾ യൂഷ്വലി എഴുതുന്ന ഇക്വേഷൻ എന്താ? ഇങ്ങനെ, വർക്കിനെ ടൈം കൊണ്ട്, പ്രവൃത്തിയെ നമ്മൾ സമയം കൊണ്ട്, അല്ലെങ്കിൽ ഊർജത്തെ സമയം കൊണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഇക്വേഷൻ കൂടെ യൂസ് ചെയ്യാമേ. അതായത് നമുക്ക് പവറിനെ ബലത്തിന്റെയും പ്രവേഗത്തിന്റെയും ഡോട്ട് പ്രോഡക്റ്റ് ആയിട്ട് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അദിശഗുണിതമായിട്ട്, അതായത് ബലത്തിന്റെയും പ്രവേഗത്തിന്റെയും അദിശഗുണിതമായിട്ട്. ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അദിശഗുണിതം, ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ സദിശഗുണിതം. ഓക്കെ, അപ്പൊ നമുക്ക് ബലത്തിന്റെയും പ്രവേഗത്തിന്റെയും അദിശഗുണിതമായിട്ട് ഡോട്ട് പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. ഇതിന്റെ യൂണിറ്റ് വാട്ടാണ്. അപ്പൊ ന്യൂട്ടൺ നമുക്കറിയാം ബലം അളക്കുന്ന യൂണിറ്റ് ആണ് അല്ലെ, ഫോഴ്സ് അളക്കുന്ന യൂണിറ്റ് ആണ്. നമുക്ക് അതുപോലെ വെയിറ്റ് അളക്കാൻ പറ്റും, ഭാരവും അളക്കാം. ആംബിയർ നമ്മൾ കറണ്ട് അളക്കുന്ന യൂണിറ്റ് ആണ്. കറണ്ട് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഒന്ന് ഓർത്തു വെക്കണേ. കറന്റ് I is equal to ചാർജിനെ ടൈം കൊണ്ട്, ചാർജ് ബൈ ടൈം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേര്. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേരെന്താ? ISRO ആണ് ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേര്. ISROയുടെ ഇപ്പോഴത്തെ മേധാവിയെ ഒന്ന് ഓർത്തു നോക്കുക. വി നാരായൺ ആണ് കേട്ടോ. ISROയുടെ കറന്റ് മേധാവി ആരാണ്? വി നാരായൺ ആണ് ISRO മേധാവി, വി നാരായൺ. ഓക്കെ, നാസ അമേരിക്കയുടെയാണ്, RSA റഷ്യയുടെയാണ്, CNSA ഏതാ? ചൈനയുടെയാണ് കേട്ടോ. മനുഷ്യന്റെ ശരാശരി ശരീര ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്?
ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത് ചോദിച്ചു കണ്ട മറ്റൊരു ക്വസ്റ്റ്യൻ, അത് എത്ര ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് കേട്ടോ, എത്ര ഡിഗ്രി ഫാരൻഹീറ്റ്. അപ്പൊ നമ്മൾ ഫാരൻഹീറ്റിന്റെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യുക. 9/5C + 32. മനുഷ്യന്റെ ശരീര താപനില എത്ര ഫാരൻഹീറ്റ് ആണ്. ഇപ്പൊ ഡിഗ്രി സെൽഷ്യസ് എന്നല്ലേ ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞത്, എത്ര ഫാരൻഹീറ്റ് എന്നായിരിക്കും യൂഷ്വലി ചോദിക്കുന്നത്. അപ്പൊ അതാ നോക്കിയേ, 9/5 × 37 + 32. അപ്പൊ നമുക്ക് 37നെ 5 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. 35 2 പോയിന്റ് ഇടുവാൻ 24 7.4 × 9 7.4 എന്ന് കിട്ടി. അപ്പൊ ഈ വാല്യൂന് നമുക്ക് 7.4 × 9 37നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 7.4 കിട്ടി. 9 കൊണ്ട് ഇൻറ്റു ചെയ്യുക പ്ലസ് 32 74നെ 9 കൊണ്ട് 36 3 6 666 കിട്ടി. അപ്പൊ നമുക്ക് ഒരു പോയിന്റ് മാറ്റി നോട്ടിട്ടുണ്ടേ. ഇപ്പൊ ഒരു പോയിന്റ് ഇടുന്നു. 66.6 32 98.6. അപ്പൊ ആൻസർ എത്രയാണ്? 98.6 ഫാരൻഹീറ്റ് ആണ്. ഓക്കെ, ഒരു ലെൻസിന്റെ ഫോക്കൽ ദൂരം എഫും പവറും തമ്മിലുള്ള ബന്ധം എന്താണ്? അപ്പൊ അത് നല്ല ക്വസ്റ്റ്യൻ ആണ്. ഒരു ലെൻസിന്റെ പവർ എന്ന് പറയുന്നത് 1/, ഫോക്കൽ ദൂരമായിരിക്കും കേട്ടോ. ഒരു ലെൻസിന്റെ പവർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഫോക്കൽ ദൂരത്തിന്റെ 1/, ഫോക്കൽ ദൂരം. നമ്മൾ സാധാരണ പവറും ലെൻസിന്റെ പവറും വ്യത്യാസമുണ്ട്. ലെൻസിന്റെ പവർ 1/, ഫോക്കൽ ദൂരമാണ് കേട്ടോ. മീറ്ററിലെ ഫോക്കൽ ലെങ്ത് ആയിരിക്കണം കേട്ടോ. 1/, ഫോക്കൽ ലെങ്ത് ഇൻ മീറ്റർ. പവറിന്റെ യൂണിറ്റും കൂടെ ഒന്ന് ഓർത്തു വെക്കുക. അത് ഡയോപ്റ്റർ ആണ്. ഡയോപ്റ്റർ, ഒരു ഡയോപ്റ്റർ എന്ന് പറയുന്നത് 1 മീറ്റർ ഇൻവേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ പവറിന്റെ, നമ്മൾ ലെൻസിന്റെ പവർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ 1/, ഫോക്കൽ ലെങ്ത് ഇൻ മീറ്റർ ആണ്. ഒരു ഡയോപ്റ്റർ ആണ് നമ്മൾ പവർ അളക്കുന്ന യൂണിറ്റ്. ഒരു ഡയോപ്റ്റർ 1 മീറ്റർ ഇൻവേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ആൻസർ പവർ എന്ന് പറയുന്നത് 1/f. നെക്സ്റ്റ് വൺ, കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമായ താപസംപ്രേക്ഷണം ഏത്? അതായത് താപം പ്രധാനമായിട്ടും 3 രീതിയിലാണ് സംപ്രേക്ഷണം ചെയ്യുന്നത്. 1 ചാലനം, 2 സംവഹനം, 3 വികിരണം. ഓക്കെ, അപ്പൊ ഈ ചാലനം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം താപം പ്രേക്ഷണം ചെയ്യുന്നത്. താപം ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പോകുന്ന രീതികളാണ് ചാലനം, സംവഹനം, വികിരണം. അപ്പൊ ഈ ചാലനം എന്ന് പറയുമ്പം നമ്മൾ ഈ സോളിഡ് ആയിട്ടുള്ള ഖരപദാർത്ഥങ്ങളിലാണ് കൂടുതലും നമുക്ക് ഈ ചാലനം കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഇനി ദ്രാവകങ്ങളിലും വാതകങ്ങളിലുമാണ് നമ്മൾ എന്ത് കാണുന്നത്? സംവഹനം കാണുന്നത്. ഓക്കെ, ഖരപദാർത്ഥങ്ങളിൽ, അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കമ്പിയൊക്കെ ചൂടാക്കുന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു ഖരപദാർത്ഥങ്ങളുടെ സമയത്ത് ഖരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ താപം ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പോകുന്ന രീതിയാണ് ചാലനം. അപ്പൊ ഈ ചാലനത്തിന്റെ സമയത്ത് യഥാർത്ഥത്തിൽ പദാർത്ഥത്തിന് ചലനമില്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആക്ച്വലി പദാർത്ഥങ്ങൾ ചലിക്കുന്നില്ല. അതായത് നമ്മളിപ്പോൾ ഒരു സോളിഡ് ആയിട്ടുള്ള, ഞാനിപ്പോൾ ഒരു കമ്പി എടുക്കുന്നു, ആ കമ്പിക്കകത്ത് ഒരുപാട് തന്മാത്രകൾ കാണുന്നില്ലേ? ഈ തന്മാത്രകൾ ചലിക്കില്ല. അതായത് ആ തന്മാത്രകൾ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പോകില്ല. പകരം എന്ത് ചെയ്യും? ഓരോ തന്മാത്രയും തങ്ങൾക്ക് കിട്ടുന്ന ഊർജം അടുത്ത ആളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അതായത് നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മോളിക്യൂൾ ഇവിടെ ഉണ്ട്. ഈ ഓരോ തന്മാത്രയും ചലിക്കുന്നില്ല. ആ തന്മാത്ര കിട്ടുന്ന താപം, അതായത് നമ്മളിപ്പോൾ ഒരു കമ്പി ചൂടാക്കുമ്പോൾ ആ കമ്പിയോട് അറ്റത്തിരിക്കുന്ന ആ ഒരു ഭാഗമില്ലേ, അവിടുത്തെ തന്മാത്ര അത്രയും ഊർജം സ്വീകരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? തൊട്ടടുത്ത ആളിലേക്ക് കൊടുക്കും. അങ്ങനെ ഈ ഊർജം മാത്രം കൈമാറ്റം ചെയ്യും. അപ്പൊ എന്തും ചെയ്യുന്നില്ല, ഈ തന്മാത്രകൾ ചലിക്കുന്നുണ്ടോ? ഇല്ല, തന്മാത്രകൾ ചലിക്കുന്നില്ല. പകരം എന്ത് ചെയ്യുന്നുണ്ട്? ഊർജം കൈമാറ്റം ചെയ്യുന്നു. ഈ രീതിയാണ് ചാലനം എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ഈ സംവഹനം എടുക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും അത് ദ്രാവകങ്ങളിലും വാതകങ്ങളിലുമാണ്. ഇവിടെ തന്മാത്രകൾ ചലിച്ചിട്ടാണ് ഊർജം കൈമാറ്റം ചെയ്യുന്നത്. തന്മാത്ര എന്ത് ചെയ്യും? ചലിക്കും. അതായത് ഈ ദ്രാവകങ്ങളിലും വാതകങ്ങളിലും ഇവിടെ ഇരിക്കുന്ന ഒരു തന്മാത്രയ്ക്ക് ഊർജം കിട്ടിക്കഴിഞ്ഞാൽ ആ തന്മാത്ര
അവിടെ നിന്നും മാറി മറ്റൊരിടത്തേക്ക് പോയി അവിടെ ഉള്ള ആൾക്ക് എന്ത് ചെയ്യും? ആ ഊർജം കൊടുക്കും. ആ ഊർജം കിട്ടുമ്പോൾ ആൾ അടുത്ത ആളിലേക്ക് ഇങ്ങനെ സഞ്ചരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്? ഊർജം കൈമാറ്റം ചെയ്യുന്നത്. ഇതാണ് സംവഹനം. ഇനി മൂന്നാമത്തെ വികിരണം എന്ന് പറഞ്ഞാൽ മാധ്യമം ഒന്നും ആവശ്യമില്ലാതെ എന്ത് ചെയ്യുന്നു? താപപ്രേക്ഷണം നടക്കുന്ന രീതിയാണ് വികിരണം. അതായത് നമുക്ക് ഭൂമിയിലേക്ക്, അതായത് നമുക്ക് സൂര്യനിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്? സൂര്യപ്രകാശം ഭൂമിയിൽ എത്തുന്നില്ലേ? അപ്പൊ ഈ സൂര്യനിൽ നിന്നുള്ള ഈ സൂര്യപ്രകാശം ആദ്യം ശൂന്യതയിലാണ് സഞ്ചരിക്കുന്നത്. ശൂന്യതയിൽ എന്തില്ല? മാധ്യമമില്ല. അപ്പൊ മാധ്യമം ഇല്ലെങ്കിൽ പോലും എന്ത് ചെയ്യുന്നുണ്ട്? ഇവര് താപപ്രേക്ഷണം നടത്തുന്നുണ്ട്. സോ സൂര്യനിൽ നിന്നുമുള്ള പ്രകാശകിരണം നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ ഇൻകുബേറ്ററിൽ മുട്ട വിരിയിക്കുന്നില്ലേ? ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? അത് 5ാം ക്ലാസ്സിലെ ഒരു പോയിന്റ് ആണ് കേട്ടോ. ഇൻകുബേറ്ററിൽ വെച്ച് നമ്മൾ മുട്ട വിരിയിക്കുന്നത്, ഇതൊക്കെ എന്തൊരു ഉദാഹരണമാണ്? വികിരണത്തിന് ഉദാഹരണമാണ്. ഈ സംവഹനത്തിന്റെ ഉദാഹരണമാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞ കടൽ കാറ്റും കരക്കാറ്റും കേട്ടോ. അപ്പൊ നമുക്ക് എന്താണ് കടൽ കാറ്റ് കരക്കാറ്റ് എന്നൊന്ന് നോക്കാം. അതായത് നമ്മൾ ഈ കരയുടെ പ്രത്യേകത, കര പെട്ടെന്ന് ചൂടാവുകയും പെട്ടെന്ന് തണുക്കുകയും ചെയ്യുന്നതാണ് കര. കര എന്ത് ചെയ്യും? പെട്ടെന്ന് ചൂടാവും, പെട്ടെന്ന് തണുക്കും. പക്ഷേ കടലെന്ന് പറയുന്നത് പതുക്കെ ചൂടാകും. കടല് ജലമല്ലേ? ജലം പതുക്കെ ചൂടാകും, പതുക്കെ തണുക്കും. അപ്പൊ ഈ പകൽ സമയത്ത് നമ്മുടെ കര എന്ത് ചെയ്യും? പെട്ടെന്ന് അങ്ങ് ചൂടാവും. കര എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് ചൂടാകും. പകൽ സമയത്ത് കര പെട്ടെന്ന് ചൂടാവും. അപ്പൊ പെട്ടെന്ന് ചൂടായി ഇവിടെ ഉള്ള തന്മാത്രകളെല്ലാം അങ്ങ് മുകളിലോട്ട് പോകും. ഓക്കെ, പെട്ടെന്ന് ചൂടാവുമല്ലേ? അപ്പൊ അതിന് മുകളിലുള്ള തന്മാത്രകളെല്ലാം പോയി. അപ്പൊ ഇവിടെ ആരുമില്ല, ഇവിടെ ഉള്ളവരെല്ലാം പോയി കഴിയുമ്പോൾ എന്ത് ചെയ്യും? കടലിൽ നിന്നും തന്മാത്രകൾ ഇതാ ഇങ്ങോട്ടേക്ക് വരും. മനസ്സിലായോ? അത് ചൂടാകുമ്പം ഈ കരയുടെ മുകളിൽ നിറയെ തന്മാത്ര ഇരിക്കുമല്ലേ? ചൂട് സാധനം വരുമ്പോൾ ഈ തന്മാത്രക്ക് എന്ത് ചെയ്യും? അവിടെ നിൽക്കാൻ പറ്റത്തില്ല. ആ ചൂട് കാരണം തന്മാത്രകൾ അങ്ങ് മുകളിലോട്ട് പോകും. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഒഴിഞ്ഞു കിടക്കുന്നു. അപ്പൊ എന്ത് പറ്റും? കടലിൽ നിന്നും എന്ത് ചെയ്യുന്നു? തന്മാത്രകൾ ഇങ്ങോട്ടേക്ക് വരും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കടൽ കാറ്റ്. അതായത് കാറ്റുകൾക്ക് പേരിടുന്നത് ഏത് ദിശയിൽ നിന്നുമാണ്. ഇപ്പൊ നമ്മൾ തെക്ക് വടക്ക് കാറ്റ് അങ്ങനെയൊക്കെ പറയത്തില്ലേ? അതുപോലെ കടൽ കാറ്റ് എന്ന് പറഞ്ഞാൽ കടലിൽ നിന്നും കാറ്റ് വരുന്നു. എങ്ങോട്ടേക്ക്? കരയിലേക്ക്. ഇത് ഏത് സമയത്താണ് നമ്മൾ ഓർക്കുക? പകൽ സമയത്താണ്. എന്നാൽ രാത്രി സമയങ്ങളിൽ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു കര പെട്ടെന്ന് ചൂടാവും, പെട്ടെന്ന് തണുക്കും. കടൽ എന്താണ്? സാവകാശം ചൂടാവും, സാവകാശമേ തണുക്കത്തുള്ളൂ. അപ്പൊ ഈ രാത്രിയിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കടൽ എന്തായിരിക്കും? ചൂടായിരിക്കും. കാരണം അത് പതുക്കെ തണുത്തോണ്ടിരിക്കും, അതിന് ആ ചൂട് കാണും. അപ്പൊ അത് ചൂട് കാരണം ഇതിന്റെ തന്മാത്രകളെല്ലാം എന്ത് ചെയ്യുന്നു? മുകളിലേക്ക് പോകുന്നു. അപ്പൊ എന്ത് ചെയ്യും? കരയിൽ നിന്നെന്താ ഇങ്ങോട്ടേക്ക് കാറ്റ് വീശും, കരക്കാറ്റ്. സോ കടൽ കാറ്റ് എപ്പോഴായിരിക്കും? പകൽ സമയങ്ങളിലും കരക്കാറ്റ് രാത്രി സമയങ്ങളിലായിരിക്കും. ഈ കടൽ കാറ്റും കരക്കാറ്റും എന്താ? യഥാർത്ഥത്തിൽ അവിടെയുള്ള തന്മാത്രകൾ ചലിക്കുന്നോണ്ടല്ലേ. തന്മാത്രകൾ ഇരുന്ന സ്ഥാനത്തു നിന്ന് വേറൊരു സ്ഥാനത്തോട്ട് പോയി. അപ്പൊ നമ്മൾ പറഞ്ഞു തന്മാത്രകൾ ചലിക്കുന്നു. ഇപ്പം വാതകത്തിന്റെ കേസിലാണ് പറഞ്ഞത്. വാതകമായിക്കോട്ടെ ദ്രാവകമായിക്കോട്ടെ തന്മാത്രകൾ ചലിച്ച് നമുക്ക് എന്ത് നടക്കുന്നു? ചാലനം നടക്കുന്ന രീതിയാണ് എന്ത്? സംവഹനം. ഓക്കെ, അതിന്റെ ആൻസർ സംവഹനം. നെക്സ്റ്റ് വൺ, 1ാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം. അപ്പം ഉത്തോലകം എന്താണെന്ന് അറിയണം. ഉത്തോലകം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവർത്തികൾ വളരെ എളുപ്പമാക്കാൻ സഹായിക്കുന്ന ഒരു ലഘു യന്ത്രമാണ് ഉത്തോലകം. ഒരു ദണ്ട് ഒരു ബിന്ദുവിനെ ആധാരമാക്കി പ്രവർത്തിക്കുന്ന ദണ്ടിനെയാണ് നമ്മൾ ഉത്തോലകം എന്ന് പറയുന്നത്. ഒരു ബിന്ദുവിനെ ആധാരമാക്കി പ്രവർത്തിക്കുന്ന ദണ്ടുകളെ നമ്മൾ പറയുന്ന പേരാണ് ഉത്തോലകം. ഉത്തോലകത്തെ നമ്മൾ പ്രധാനമായിട്ടും 1ാം വർഗം, 2ാം വർഗം, 3ാം വർഗം എന്ന് ക്ലാസിഫൈ ചെയ്യും. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഓർഡർ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഫ്രീ. ഇതിന് മുന്നേ ഇതൊക്കെ എന്താണെന്നൊന്ന് പറയണം. അതായത് ഞാനിപ്പം നമ്മുടെ സീസോ ഇല്ലേ, കുട്ടികളൊക്കെ കളിക്കുന്ന സീസോ, അതാണ് ഉദാഹരണമായിട്ട് എടുക്കുന്നത്. അതായത് നമ്മൾ ഈ സീസോ ഇങ്ങനെ ഒരു സൈഡ്, 2 സൈഡിലോട്ട് ഇങ്ങനെ അങ്ങോട്ടും പുറകോട്ടും ആടുന്നൊരു സംഭവമല്ലേ സീസോ. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും സീസോടെ ഇവിടെ സെന്ററിൽ ഒരു പോയിന്റ് കാണാം. ഈ ഒരു പോയിന്റിനെ ആധാരമാക്കിയിട്ടാണ് ഈ ഒരു ദണ്ട് പ്രവർത്തിക്കുന്നത്. ഒരു പോയിന്റിനെ ആധാരമാക്കി പ്രവർത്തിക്കുന്ന ദണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഉത്തോലകം. നമ്മുടെ പ്രവൃത്തി വളരെ ഈസി ആക്കും ഉത്തോലകങ്ങൾ. അപ്പൊ ഈ ഒരു പോയിന്റിനെ ആധാരമാക്കി പ്രവർത്തിക്കുന്ന പോയിന്റിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ദാരം. ആരെയാണോ ആധാരമാക്കി പ്രവർത്തിക്കുന്നത് ആ പോയിന്റിനെ
പോയിന്റിനെ ധാരം എന്ന് വിളിക്കാം. അപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ പറയും ഫൽക്രം. ഫൽക്രം. ഓക്കെ, ഫൽക്രം. ഇനി അടുത്ത നോക്കിയേ, ഇവിടെ 2 എൻഡില്ലേ, 2 എൻഡ്. അപ്പൊ ഇവിടെ നമ്മൾ ഒരിടത്ത് എന്ത് കൊടുക്കും? ഒരു ബലം കൊടുക്കും അല്ലെ. നമ്മളൊരു ബലം കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊരു യജ്ഞം കൊടുക്കുന്നു. അപ്പം യജ്ഞം കൊടുക്കുന്ന പോയിന്റ്, യജ്ഞം, അതായത് ഒരു സ്ഥലത്ത് നമ്മളൊരു യജ്ഞം കൊടുക്കുന്നു, നമ്മളൊരു ബലം കൊടുക്കുന്നു, അതിനെ നമ്മൾ വിളിക്കും യജ്ഞം, അല്ലെങ്കിൽ എന്തെന്ന് വിളിക്കും? എഫേർട്ട്. ഒരു പ്രയത്നം കൊടുക്കുന്നു, അങ്ങനെ ആലോചിച്ചാൽ മതി. പ്രയത്നം കൊടുക്കുന്നു, യജ്ഞം കൊടുക്കുന്നു, അതാണ് എന്ത്? എഫേർട്ട്. ഇനി യജ്ഞം കൊടുക്കുമ്പോൾ, അതായത് ഞാനിപ്പോൾ ഇവിടെ വന്നൊരു ബലം കൊടുത്തു, അല്ലെങ്കിൽ ഞാൻ ഇതിനകത്ത് കയറി ഇരുന്നു, അപ്പൊ ഞാൻ ഇവിടെ ഒരു ബലം കൊടുത്തു, അല്ലെങ്കിൽ ഞാൻ എഫേർട്ട് കൊടുക്കുന്നു. അപ്പൊ ആരാ അതിന്റെ ഫലം അനുഭവിക്കുന്നത്? അപ്പുറത്തിരിക്കുന്ന ആളല്ലേ ഇതിന്റെ ഫലം അനുഭവിക്കുന്നത്. അപ്പുറത്തിരിക്കുന്ന ആൾ ഞാൻ ഈ കൊടുക്കുന്ന യജ്ഞത്തിനെ എന്ത് ചെയ്യുന്നു? പ്രതിരോധിക്കുന്നു. അപ്പം രോധം. രോധം. രോധം എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ്. ഓക്കെ, രോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ്. അപ്പൊ എന്തൊക്കെയുണ്ട്? ഒരു ഉത്തോലകത്തിന് ഫൽക്രം ഏത് ബിന്ദുവിനെ ധാരമാക്കിയാണോ, ആധാരമാക്കിയാണോ പ്രവർത്തിക്കുന്നത്, ധാരം അല്ലെങ്കിൽ ഫൽക്രം. എവിടെയാണോ നമ്മളൊരു പ്രയത്നം കൊടുക്കുന്നത്, യജ്ഞം അല്ലെങ്കിൽ എഫേർട്ട്. ഓക്കെ, ഇനി ആരാണോ ഇത് രോധിക്കുന്നത് അല്ലെങ്കിൽ പ്രതിരോധിക്കുന്നത്, അതിന്റെ രോധം. അപ്പൊ ഇതിന്റെ പൊസിഷൻ വെച്ചിട്ടാണ് നമ്മൾ ഉത്തോലകങ്ങളെ മെയിൻ ആയിട്ടും 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ. അപ്പൊ നിങ്ങൾ ഫ്രീ നോർത്താൽ മതി. നടുക്ക് ഫൽക്രം വന്നാൽ ഫസ്റ്റ് ഓർഡർ, നടുക്ക് നമ്മുടെ റെസിസ്റ്റൻസ് വന്നാൽ സെക്കൻഡ് ഓർഡർ, നടുക്ക് എഫേർട്ട് വന്നാൽ തേർഡ് ഓർഡർ. ഫസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ നടുക്ക് ഫൽക്രം വരും, നടുക്ക് ഇങ്ങനെ ഈ പോയിന്റ് വരും. നമ്മൾ നേരത്തെ പറഞ്ഞ ഇപ്പം നമ്മൾ കണ്ട സീസോയുടെ കേസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആധാരമായിട്ടുള്ള പോയിന്റ് നടുക്കാണ് സീസോ. പിന്നെ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ നോക്കി, കത്രിക. നമുക്കിപ്പോ കത്രികയുടെ കേസിൽ ഇവിടെ ഒരു സെന്റർ പോയിന്റ് ആണോ അല്ലേ? അപ്പൊ ഫൽക്രം ദാ നടുക്ക് അല്ലേ. നമ്മൾ എവിടെ പ്രയത്നം കൊടുക്കുന്നത്, നമ്മൾ എവിടെയാണ് ഒരു എഫേർട്ട് കൊടുക്കുന്നത്? നമ്മളിതാ എഫേർട്ട് കൊടുക്കുന്നത് ഈ കത്രികയിലെ 2 ഊട്ട പോലത്തെ സ്ഥലത്ത് വെച്ചിട്ടല്ലേ നമ്മളൊരു എഫേർട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇതാണ് എന്ത്? എഫേർട്ട്. അപ്പൊ ഈ എഫേർട്ട് കാരണം എവിടെയാ റിസൾട്ട് കിട്ടുന്നത്? ഇവിടെ അല്ലേ, ഇവിടെ ഇരിക്കുന്ന ഒരു പേപ്പറോ തുണിയോ ഒക്കെ അല്ലേ ഇത് കട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെയാണ് എന്ത്? റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിന്റെ എഫേർട്ടിന്റെ പൊസിഷൻ എവിടെയാകാം അത് പറയുന്നില്ല. നടുക്ക് ഫൽക്രമാണെങ്കിൽ ഫസ്റ്റ് ഓർഡർ, നടുക്ക് വരുന്ന ആളേ ഉള്ളൂ. ഇതിന്റെ ഓർഡർ റെസിസ്റ്റൻസ് എഫേർട്ടും ഏത് സ്ഥലത്ത് വേണമെങ്കിലും വരാം, അത് നോക്കണ്ട. നടുക്ക് ഫൽക്രം വന്നാൽ നിങ്ങൾ ഓർക്കണം അത് ഫസ്റ്റ് ഓർഡർ. അപ്പൊ ഇതിന് ഉദാഹരണം നമ്മൾ കത്രിക നോക്കുമ്പോൾ അതെന്താണ്? ഫസ്റ്റ് ഓർഡർ ആണ്. ഇനി നമുക്ക് നാരങ്ങ ഞെക്കി നോക്കാവേ. നാരങ്ങ ഞെക്കി, അപ്പൊ നിങ്ങൾ നാരങ്ങ ഞെക്കിയുടെ ഒക്കെ കേസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇങ്ങനല്ലേ ഒരു നാരങ്ങ ഞെക്കിയിരിക്കുന്നേ. അതായത് നമ്മൾ ഇവിടെ നോക്കിയേ, ഈ പോയിന്റിലായിരിക്കും നമ്മൾ എന്ത് കൊടുക്കുന്നത്? നമ്മളൊരു എഫേർട്ട്. നമ്മൾ ഈ നാരങ്ങ ഞെക്കിയുടെ അറ്റത്തല്ലേ നമ്മളിങ്ങനെ പിടിക്കുന്നത്. അപ്പൊ നമ്മൾ യജ്ഞം കൊടുക്കുന്നതാ ഇവിടെ എഫേർട്ട്. ഓക്കെ, ഇനി നാരങ്ങ ഞെക്കിയുടെ അറ്റം നിങ്ങൾ നോക്കിയേ, അറ്റത്ത് ഇവിടെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് അല്ലേ. അതിന്റെ അറ്റം ഇങ്ങനെ എന്തെങ്കിലും വെച്ച് നമ്മൾ പ്രസ് ചെയ്ത് വെച്ചിരിക്കുമായിരിക്കും അല്ലെ. എന്താ? ഫിക്സ്ഡ് ആയിട്ടുള്ള പോയിന്റ്. ഈ ഫിക്സ്ഡ് ആയിട്ടുള്ള പോയിന്റിനെയാണ് നമ്മൾ എന്താണ്? ധാരം അല്ലെങ്കിൽ ഫൽക്രം. ഇതിന്റെ അനുഭവിക്കുന്ന ആരാ? നടുക്കിരിക്കുന്ന ആളല്ലയോ. നടുക്കിരിക്കുന്ന ആൾക്കല്ലേ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം കിട്ടുന്നത്. അപ്പൊ നമ്മുടെ റെസിസ്റ്റൻസ് നടുക്ക് വരും. അപ്പൊ റെസിസ്റ്റൻസ് നടുക്ക് വന്നാൽ എന്താ? സെക്കൻഡ് ഓർഡർ. അപ്പൊ സെക്കൻഡ് ഓർഡർ ആണ് നാരങ്ങ ഞെക്കി. പാക്ക് വെട്ടിയിലും ഇതുപോലെ അല്ലേ, പാക്ക് വെട്ടിയുടെ അറ്റം ഇതുപോലൊരു ഫൽക്രം ഉണ്ട്, ഒരു ആധാര ബിന്ദു. നമ്മൾ അതിന്റെ എൻഡിലാണ് എന്ത് കൊടുക്കുന്നത്? ഒരു ബലം കൊടുക്കുന്നത്, എഫേർട്ട് കൊടുക്കുന്നത്, പ്രയത്നം കൊടുക്കുന്നത്. നടുക്കിരിക്കുന്ന ആളായിരിക്കും എന്ത് ചെയ്യുന്നത്? രോധം അനുഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ നാരങ്ങ ഞെക്കിയും പാക്ക് വെട്ടിയും സെക്കൻഡ് ഓർഡർ ആണ് കേട്ടോ. ചവണയും ചൂലും ഒക്കെ എന്താ? തേർഡ് ഓർഡർ കേട്ടോ. ചവണ ചൂലൊക്കെ തേർഡ് ഓർഡർ ആണ്. കാരണം നമ്മൾ ഈ ചവണയായാലും ചൂലായാലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഈ ചൂലിൻ്റെതായി നമ്മൾ ബലം കൊടുക്കുന്നത്, നിങ്ങൾ അറ്റത്താണോ അതിന്റെ നടുക്കാണോ നമ്മൾ ബലം കൊടുക്കുന്നത്? നമ്മൾ എഫേർട്ട് കൊടുക്കുന്നത് ഈ ഒരു നടുക്ക് പോർഷനിലായിരിക്കും നമ്മൾ എഫേർട്ട് കൊടുക്കുന്നത്. അപ്പോൾ എഫേർട്ട് സെന്ററിൽ വരുന്നതാണ് ചവണ ചൂലൊക്കെ. അപ്പോൾ 1ാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ് ഇത് കത്രിക. അതൊന്ന് മനസ്സിലാക്കി വെച്ചിട്ട് എവിടെ പൊസിഷൻ വരുന്നു ഫ്രീ നോർത്താൽ മതി. 1, 2, 3 ഫ്രീ, FRE. നടുക്ക് ഫൽക്രം ആണെങ്കിൽ 1ാം വർഗം, നടുക്ക് റെസിസ്റ്റൻസ് ആണെങ്കിൽ 2ാം വർഗം, നടുക്ക് എഫേർട്ട് ആണെങ്കിൽ 3ാം വർഗം. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ കത്രിക. അടുത്തത് നോക്കിയേ, പ്രകാശത്തിന് പ്രകീർണനത്തിന് കാരണം പ്രതിപതനം, അപവർത്തനം, ഇന്റർഫറൻസ്, വിസരണം. അപ്പൊ എന്താണ് പ്രകീർണനം? പ്രകാശം നമ്മൾ പൊതുവെ പ്രിസം എന്നാണ് കേട്ടോ. അതായത് പ്രകാശത്തിന് പ്രിസം മാത്രമല്ല പല വസ്തുക്കളിലൂടെ കടക്കുമ്പോഴും പ്രകാശം എന്ത് ചെയ്യുന്നു? ഘടകവർണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇപ്പൊ ഞാനൊരു ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ലൈറ്റ് 7 കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതായിട്ട് കാണാം.
അതായത് എനിക്ക് വിബ്ജിയോർ ഇങ്ങനെ കിട്ടും. ഓക്കെ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് എന്നുള്ള ഓർഡറിൽ താഴെ നിന്നാണ് കേട്ടോ വിബ്ജിയോർ എഴുതേണ്ടത്. താഴെ വയലറ്റ്, ഏറ്റവും മുകളിൽ റെഡ് എന്നുള്ള രീതിയിൽ 7 ഘടകമായിട്ട്. നമുക്കറിയാം വെള്ളപ്രകാശത്തിൽ 7 ഘടകങ്ങളില്ലേ, ഇങ്ങനെ 7 ഘടകങ്ങളായിട്ട് വരുന്ന പ്രക്രിയയെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രകീർണനം. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഡിസ്പേർഷൻ എന്ന് വിളിക്കും. അപ്പൊ നിങ്ങൾ നോക്കി ഇതിനകത്ത് എന്താ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം കാണാൻ പറ്റുന്നത്, ഈ പ്രിസത്തിനകത്തേക്ക് ലൈറ്റ് വരുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ലൈറ്റ് ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്യും, എന്നിട്ടാണ് 7 കളേഴ്സായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ആവുന്നത്. ഓക്കെ, അതായത് പ്രകാശത്തിന്റെ പാതയ്ക്ക് ഒരു ചെറിയ വ്യതിയാനം സംഭവിക്കും. അതായത് അപവർത്തനമാണ് ആദ്യം സംഭവിക്കുന്ന അപവർത്തനമാണ്. അപ്പോൾ ഓരോ നിറത്തിന്റെയും അപവർത്തനം വ്യത്യാസമായതുകൊണ്ടാണ് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വെള്ളപ്രകാശത്തിനകത്ത് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് അല്ലേ, ഓരോരുത്തർക്കും ഓരോ അപവർത്തനമാണ്. അതുകൊണ്ടാണ് നമുക്ക് 7 കളേഴ്സിനെ ഇങ്ങനെ സ്ക്രീനിൽ കിട്ടുന്നത്. സോ ഡിസ്പേർഷൻ, പ്രകീർണനത്തിന് അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ എന്താണ്? അപവർത്തനമാണ് കേട്ടോ. വിസരണം നേരത്തെ നമ്മൾ കണ്ടായിരുന്നു, അന്തരീക്ഷത്തിൽ പ്രകാശം തട്ടിത്തെറിച്ചു പോകുന്ന പ്രതിഭാസമാണ്. അത് വേവ് ലെങ്തിന്, തരംഗദൈർഘ്യത്തിന് വിപരീത അനുപാതമായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ്രുതഗതിയിലുള്ള ദോലന ചലനങ്ങൾ അറിയപ്പെടുന്നത്, ഫാസ്റ്റ് ആയിട്ടുള്ള ഓസിലേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കമ്പനം അല്ലെങ്കിൽ വൈബ്രേഷൻ. അപ്പൊ എന്താണ് നമുക്ക് ആദ്യം ദോലനം എന്ന് നോക്കാം. ഒരു ഫിക്സഡ് പോയിന്റിനെ ആധാരമാക്കി ഒരു വസ്തു മുന്നോട്ടും പിന്നോട്ടും പോകുന്ന ചലനത്തെയാണ് ദോലനം എന്ന് പറയുന്നത്. അതായത് നമ്മൾ യൂഷ്വലി കണ്ടിട്ടുള്ളത് സിമ്പിൾ പെൻഡുലം, നമ്മുടെ സ്കൂളിലെ ലാബുകളിൽ ചെയ്തിട്ടുള്ള സിമ്പിൾ പെൻഡുലം. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഒരു പെൻഡുലം ഒരു കമ്പിയിൽ നമ്മളിങ്ങനെ കെട്ടിത്തൂക്കി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യും, നമ്മളോട് ഈ ലാബിൽ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ടീച്ചർ പറയും ഇതൊന്ന് എന്ത് ചെയ്യുക, ചെറുതായിട്ടൊന്ന് കൊണ്ടുവന്നിട്ട് നിങ്ങൾ അതിനെ ഒന്ന് ഇങ്ങനെ മൂവ് ചെയ്യാനായിട്ട് അനുവദിക്കുക. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഇരുന്ന ആൾ ഈ ഒരു പൊസിഷനിലോട്ട് എത്തുന്നു, പിന്നെയും ഈ പൊസിഷനിൽ എത്തുന്നു, അടുത്ത പൊസിഷനിലോട്ട് പോകുന്നു, ഈ പൊസിഷനിലെത്തും. അപ്പം ഇങ്ങനൊരു ചലനമല്ലേ. അപ്പോൾ ഒരു പോയിന്റിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്, ഈ ഒരു പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ ബേസ് ചെയ്ത് മുന്നോട്ടും പോകുന്നു, ഇതിനെ ബേസ് ചെയ്തും പുറകോട്ടും പോകുന്നു. അപ്പോൾ ഒരു പോയിന്റിനെ അടിസ്ഥാനമാക്കി ഒരു വസ്തുവിന്റെ മുന്നോട്ടും പിറകോട്ടും ഉള്ള ചലനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദോലനം. ഇനിയിപ്പോൾ ഈ ദോലനം എന്ന് പറഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് കാണാം അല്ലേ, ഇവിടെ ഇങ്ങനെ മുന്നോട്ടും പുറകോട്ടും പോകുന്നത് കൃത്യമായിട്ട് കാണാം. ഇനിയിപ്പോൾ നമ്മൾ തന്മാത്രകൾ എടുത്ത് നോക്കിയേ, അല്ലെങ്കിൽ ഒരു ആറ്റം എടുത്ത് നോക്കിയേ, ഒരു വസ്തുവിൻ്റെ അകത്ത് ഒരു തന്മാത്രയും ആറ്റം ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ ദോലനം നമുക്ക് കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റില്ല. അത്രയ്ക്ക് വേഗതയിലായിരിക്കും, വളരെ സ്പീഡിലായിരിക്കും ഇവർ ഈ മുന്നോട്ടും പിന്നോട്ടും ഉള്ള ദോലനം നടക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാണാനൊന്നും പറ്റില്ല. അപ്പം നമുക്ക് ആക്ച്വലി ഒരു വൈബ്രേഷൻ പോലെ, ഒരു കമ്പനം പോലെ ഫീൽ ചെയ്യാനേ പറ്റും. സോ വളരെ വേഗത്തിലുള്ള ദോലനങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കമ്പനം. ഓക്കെ, വൈബ്രേഷൻ. ഇനി എന്താണ് ഭ്രമണം? നോക്കിയേ, ഭ്രമണം എന്താ? ഭ്രമണം എന്ന് പറഞ്ഞാൽ ഒരു വസ്തു അതിൻ്റെ തന്നെ ആക്സിസിനെ ബേസ് ചെയ്തുകൊണ്ട് കറങ്ങുന്നതിനെയാണ്, അതിൻ്റെതായ ഒരു ആക്സിസിനെ അടിസ്ഥാനമാക്കി ഒരു വസ്തു കറങ്ങുന്നതിനെയാണ് നമ്മൾ ഭ്രമണം ചെയ്യുക. ഇംഗ്ലീഷ് തന്നെ ഓർത്താൽ മതി, റൊട്ടേഷൻ. അതായത് നമ്മുടെ ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? ഭ്രമണവും ചെയ്യുന്നുണ്ട്, പരിക്രമണവും ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ സൂര്യന് ചുറ്റും ഭൂമി ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ഓർബിറ്റ് എന്ന പാതയിലൂടെ. അപ്പൊ ഇങ്ങനെ പോകുന്ന സമയത്ത് ഭൂമിക്ക് എന്തായാലും സെന്ററിലൂടെ എന്തുണ്ട്? ഒരു ആക്സിസ് ഉണ്ട്. ഈ ആക്സിസിനെ അടിസ്ഥാനമാക്കി ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഒരു ആക്സിസിനെ ആക്കി ഒരു വസ്തു കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിക്ക് സെന്ററിലൂടെ എന്ത് പോകുന്നുണ്ട്? ഒരു ആക്സിസ് ഉണ്ട്. ആ ആക്സിസിനെ അടിസ്ഥാനമാക്കി ഇങ്ങനെ ഭൂമി കറങ്ങുന്നതിനെയാണ് നമ്മൾ ഭ്രമണം എന്ന് പറയുന്നത്. 24 മണിക്കൂറാണ് അല്ലേ ഭ്രമണത്തിന് എടുക്കുന്ന സമയം, ഒരു ദിവസം. ഓക്കെ, അതിനെയാണ് നമ്മൾ ഭ്രമണം. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഭ്രമണത്തിന്റെ സമയത്ത് ഈ ആക്സിസ് അകത്താണ്, ഒരു ആക്സിസിനകത്തൂടെ വരുമ്പോഴാണ് ഭ്രമണം. നമ്മുടെ ഫാനൊക്കെ കറങ്ങുന്ന സമയത്ത് അതിന്റെ നടുക്കൂടെ, ആ ഫാന്റെ മുകളിലൂടെ ഒരു കമ്പ് പോലെ കാണാൻ പറ്റത്തില്ലേ, അതാണ് അവിടുത്തെ ആക്സിസ്. ആ ആക്സിസിനെ അടിസ്ഥാനമാക്കി നമ്മുടെ ഫാൻ ഇങ്ങനെ കറങ്ങുന്നു. അപ്പോൾ അതും എന്തിനു ഉദാഹരണമാണ്? ഭ്രമണത്തിന് ഉദാഹരണമാണ്. ഇനി പരിക്രമണം നോക്കിയേ, പരിക്രമണ സമയത്ത് ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? ഭ്രമണത്തോടൊപ്പം തന്നെ ഇതിനെ ചുറ്റുവാണ് അല്ലേ. നമ്മൾ ഭൂമി ആരെ ചുറ്റുന്നു? സൂര്യൻ, സെന്ററിലുള്ള സൂര്യനെ ഇങ്ങനെ ചുറ്റുവാണ്. അപ്പൊ ഇങ്ങനെ സെന്ററിലുള്ള സൂര്യനെ ചുറ്റുമ്പോൾ ആക്ച്വലി ഈ സൂര്യന്റെ ഒരു ആക്സിസ് ഉണ്ടല്ലോ,
സൂര്യന്റെ ആക്സിസ്. ആ ആക്സിസിനെ അടിസ്ഥാനമാക്കിയാണ് ആര് ചലിക്കുന്നത്? നമ്മുടെ ഭൂമി. അപ്പം ഭൂമി ഭ്രമണം ചെയ്യുമ്പം ഭൂമിയുടെ അകത്തുള്ള ആ വസ്തു, ഏത് വസ്തുവാണോ ഭ്രമണം ചെയ്യുന്നത് അതിനകത്തുള്ള ആക്സിസിനെ ആയിരിക്കും അടിസ്ഥാനപ്പെടുത്തി അത് കറങ്ങുന്നത്. ഇനി പരിക്രമണം ചെയ്യുമ്പോഴോ പുറത്ത് ഏത് വസ്തുവാണോ അതിന്റെ ആക്സിസ്, ഇപ്പൊ ഇവിടെ പുറത്ത് ഏത് വസ്തുവാ? സൂര്യൻ. സൂര്യന്റെ ആക്സിസിനെ അടിസ്ഥാനമാക്കിയാണെങ്കിൽ അതെന്താണ്? പരിക്രമണം. അപ്പൊ ശ്രദ്ധിക്കുക, പരിക്രമണത്തിൽ എപ്പോഴും പുറത്തുള്ള ഒരു ആക്സിസിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ചലിക്കുന്നത്. ഭ്രമണത്തിലാണെങ്കിലോ അകത്തുള്ള ഒരു ആക്സിസിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ചലിക്കുന്നത്. ഓക്കെ, ഇനി വർത്തുള ചലനം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വൃത്താകൃതിയിലുള്ള പാതയിൽ ചലിക്കുന്നതിനെയാണ് വർത്തുള ചലനം. അപ്പൊ ഇതെല്ലാം വർത്തുള ചലനമല്ലേ? നമ്മുടെ ഭ്രമണം ഒരു വർത്തുള ചലനമാണ്, പരിക്രമണം ഒരു വർത്തുള ചലനമാണ്. ഒരു വട്ടത്തിന് കറങ്ങിയാൽ അതിന്റെ അർത്ഥം എന്താണ്? അവിടെ വർത്തുള ചലനമാണ്. ഓക്കെ, അപ്പൊ ചലനങ്ങളെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായല്ലോ. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ നമ്മൾ എന്തെന്ന് വിളിക്കും? കമ്പനങ്ങൾ എന്നാണ് പറയുന്നത്. അടുത്ത നോക്കിയേ, ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നതിന് എത്ര ദിവസം വേണ്ടി വരുന്നു? അതായത് ചന്ദ്രന് ഭൂമിയെ, അതായത് നമുക്ക് ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ ചലിക്കുന്നതായിട്ട് അറിയാം അല്ലെ? അപ്പൊ ചന്ദ്രൻ എത്ര ദിവസം കൊണ്ടാണ് ഒരു പരിക്രമണം, ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്? ആൻസർ 27.1/3 ദിവസം, അല്ലെങ്കിൽ 27.33 ദിവസം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ഭൂമിയുടെ പരിക്രമണവും ഭ്രമണത്തിനും തുല്യ ദിവസമാണ്. ഭൂമിയുടെ അല്ല, സോറി, ചന്ദ്രന്റെ പരിക്രമണം, ചന്ദ്രന്റെ റെവല്യൂഷനും ചന്ദ്രന്റെ ഭ്രമണം, ചന്ദ്രന്റെ റൊട്ടേഷനും രണ്ടിനും 27.33 ദിവസമാണ്. റൊട്ടേഷനും റെവല്യൂഷനും, ചന്ദ്രന് റൊട്ടേറ്റ് ചെയ്യാനും റെവല്യൂഷൻ ചെയ്യാനും ഒരേ സമയമാണ്. രണ്ടും ചോദിച്ചാൽ നിങ്ങൾ തിരിഞ്ഞു പോകേണ്ട. റൊട്ടേറ്റ് ചെയ്യാനും റെവല്യൂഷൻ ചെയ്യാനും 27.33 ദിവസമാണ് എടുക്കുന്നത്. എന്നാൽ ഭൂമിയുടെ കേസിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് ഭ്രമണത്തിന് 24 മണിക്കൂറും പരിക്രമണത്തിനോ 365.25 ദിവസവും വേണം. 4 വർഷം കൂടിയാണ് ഈ കാല് ചേർന്ന് ഒന്നായിട്ട് നമുക്ക് ലീപ്പ് ഇയർ ആയിട്ട് മാറുന്നത് കേട്ടോ. അപ്പം 365.25 ദിവസം എടുക്കും അതിൻ്റെ ഒരു പരിക്രമണം തീരാനായിട്ട്. ഒരു ഭ്രമണത്തിന് 24 മണിക്കൂർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ദോലനവുമായി ബന്ധപ്പെട്ടത് ഏത്? അപ്പൊ നമ്മൾ ദോലനം ഇപ്പൊ കണ്ടു. ദോലനം എന്താ? ഒരു പോയിന്റിനെ അടിസ്ഥാനമാക്കി മുന്നോട്ടും പിറകോട്ടും. അപ്പൊ നോക്കിയേ, ഏത് വിട്ട അമ്പ്, നമ്മളിപ്പോ ഒരു അമ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അത് നേരെയല്ലേ പോകുന്നത്? ഒരു നേർരേഖയിലല്ലേ അമ്പ് ചെയ്താ പോകുന്നത്? എന്ത് ചലനവാ? നേർരേഖാ ചലനമാണ്. നേർരേഖാ ചലനം. ഇനി ഒരു ജയന്റ് വീല് നിങ്ങൾ കണ്ടിട്ടില്ലേ? ജയന്റ് വീൽ ആക്ച്വലി അതിന്റെ നടുക്കൂടെ ഒരു ആക്സിസ് ഉണ്ട്. ആ ആക്സിസിനെ ബേസ് ചെയ്തുകൊണ്ട് കറങ്ങുവാണ്. നമുക്കവിടെ റൊട്ടേഷൻ വരാം, റെവല്യൂഷൻ വരാം, അതുപോലെ തന്നെ വൃത്താകൃതിയിലുള്ള വർത്തുള ചലനം എല്ലാം വരാം കേട്ടോ. അത് ഓരോ കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് പറയാനൊക്കത്തുള്ളൂ. ആ ആക്സിസിനെ ബേസ് ചെയ്താണോ അതോ തൊട്ടിയെ ബേസ് ചെയ്താണോ അങ്ങനെ പറയാൻ പറ്റും. അപ്പൊ എന്തായാലും മനസ്സിലാക്കി വെക്കുക, ജയന്റ് വീലിൽ എന്തായാലും എന്തില്ല? ദോലനമില്ല. അവിടെ നമുക്ക് റൊട്ടേഷൻ കാണാൻ പറ്റും, റെവല്യൂഷൻ കാണാൻ പറ്റും, അതുപോലെ തന്നെ സർക്കുലർ മോഷൻ കാണാൻ പറ്റും. പക്ഷെ നമുക്ക് എന്ത് കാണാൻ പറ്റില്ല? ദോലനം കാണാൻ പറ്റില്ല. ഇനി റോക്കറ്റ് ഒക്കെ നേർരേഖാ ചലനമാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഊഞ്ഞാലിന്റെ ചലനം നോക്കി, നമ്മുടെ പെൻഡുലം പോലെ തന്നെ ഒരു ഊഞ്ഞാലിൽ ആടുന്ന സമയത്തായാലും ഊഞ്ഞാലും എന്താണ്? മുന്നോട്ടും പുറകോട്ടും ഈ ഒരു പോയിന്റിനെ ആസ്ഥാനമാക്കിയല്ലേ? ഈ പോയിന്റിൽ നിന്നും മുന്നോട്ട് പോകുന്നു, ഈ പോയിന്റിൽ നിന്നും പിന്നെ പുറകോട്ട് പോകുന്നു, ഒരു പോയിന്റിനെ ആസ്ഥാനമാക്കി. അപ്പോൾ ഊഞ്ഞാലിന്റെ ചലനം എന്താണ്? ദോലനമാണ്. ദ്രുതഗതിയിലുള്ള ദോലനത്തെ നമ്മൾ കമ്പനം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പഠിച്ചു. അതൊന്ന് ഓർത്തു വെക്കണേ. നെക്സ്റ്റ് വൺ നോക്കിയേ, വിവിധ തരം ദർപ്പണങ്ങളുടെ സവിശേഷതകളാണ് താഴെ തന്നിരിക്കുന്നത്. ഇവയിൽ ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ സവിശേഷതയായി പരിഗണിക്കാവുന്നത് ഏവ? ഓക്കെ, കോൺകേവ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഓപ്ഷൻസ് നോക്കിയേ. വസ്തുവിന് സമാനമായ പ്രതിബിംബം രൂപീകരിക്കുന്നു. കോൺകേവ് വസ്തുവിന് അതുപോലത്തുള്ളൊരു പ്രതിബിംബം രൂപീകരിക്കുന്നുണ്ടോ? ഇത് കേൾക്കുമ്പോൾ പല കുട്ടികളും കൺഫ്യൂസ്ഡ് ആവും. ടീച്ചറെ സി പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ, സി എന്നൊരു പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ ടീച്ചറല്ലേ നേരത്തെ പറഞ്ഞേ അതേ സൈസുള്ള ഒരു ഇമേജ് ഇവിടെ കിട്ടുമെന്ന്? ഞാൻ പറഞ്ഞു അതേ സൈസുള്ള ഇമേജ് ആണ്. പക്ഷെ ഇതിന് വല്ല നിങ്ങൾ നോക്കിയേ, സമാനമായ പ്രതിരൂപമാണോ? അതായത് ഇയാൾ ഇങ്ങനെ ഇരിക്കുന്നു, ഒരാൾ തലതിരിഞ്ഞിരിക്കുന്നത്, അവരുടെ രണ്ടുപേരുടെയും ഹൈറ്റും സൈസും എല്ലാം സെയിം. ഒരാൾ മുകളിലോട്ടിരിക്കുക, ഒരാൾ തലകീഴിരിക്കുക. അപ്പോൾ അത് സമാനമാണോ? അല്ല. ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് എങ്ങനെ വന്നേനെ? വസ്തുവിനൊരു പ്രതിബിംബം രൂപീകരിക്കുന്നുണ്ട്. അത് എന്തായിരിക്കും? വസ്തുവിന്റെ അതേ ആകൃതിയും വിപരീത ദിശയിലുമായിരിക്കും. അങ്ങനെ വന്നാലേ നമുക്കിത് കറക്റ്റായിട്ട് എഴുതാൻ പറ്റൂ. കാരണം വസ്തുവിന് സമാനമായ പ്രതിബിംബം കിട്ടുന്നില്ല. ഈ വസ്തുവിനെ പോലെ തന്നെ ഇരിക്കുന്നത്, ഇതുപോലെ ഇരിക്കുന്ന ഒരു പ്രതിബിംബം നമുക്ക് എന്ത് ചെയ്യുന്നില്ല? കിട്ടുന്നില്ല. അടുത്ത നോക്കിയേ, വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബം രൂപീകരിക്കും.
രൂപീകരിക്കുന്നുണ്ട്. ആക്ച്വലി ഇവിടെ നമ്മൾ ഒരു കോൺകേവ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ പ്രതിബിംബം ഉണ്ടാകും, വലിയ പ്രതിബിംബം ഉണ്ടാകും, അതേ സൈസിലുള്ള പ്രതിബിംബം ഉണ്ടാകും, അതേ നീളത്തിലുള്ള പ്രതിബിംബം ഉണ്ടാകും. സോ ചെറിയ പ്രതിബിംബം രൂപീകരിക്കുന്നുണ്ട്, വലിയ പ്രതിബിംബവും രൂപീകരിക്കുന്നുണ്ട്. കോൺവെക്സിന്റെ ശ്രദ്ധിക്കുക, കോൺവെക്സ് ദർപ്പണം എപ്പോഴും ചെറിയ പ്രതിബിംബം. നിങ്ങൾ വണ്ടിയുടെ കേസ് വെച്ച് ഓർത്താൽ മതി. വണ്ടിയുടെ റിയർ വ്യൂ ആയിട്ട് നമ്മൾ കോൺവെക്സ് അല്ലേ ഉപയോഗിക്കുന്നത്. കോൺവെക്സിൽ എപ്പോഴും നിങ്ങൾ കുഞ്ഞു പ്രതിബിംബം അല്ലേ കാണുന്നത്. കോൺവെക്സ് എപ്പോഴും ഒരു കുഞ്ഞു പ്രതിബിംബം ഹോളിനും ഫോക്കസിനും ഇടയിലായിട്ടായിരിക്കും. അപ്പൊ നമ്മുടെ ആൻസർ ബിയും സിയും ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, എ വരാത്തതിന് കാരണം സമാനമല്ല, ഒരുപോലെ ഇരിക്കുവല്ല, അതേ നീളവും മറ്റുമൊക്കെയാണ്, പക്ഷെ രണ്ടുപേരും രണ്ട് രീതിയിലാണ് ഇരിക്കുന്നത്. ഒരാൾ നേരെയാണെങ്കിൽ അടുത്ത ആൾ തലതിരിഞ്ഞാണ് ഇരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപപ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതി. നേരത്തെ നമ്മൾ പറഞ്ഞു തന്മാത്രകൾ ചലിച്ച, അതിനർത്ഥം എന്താ? സംവഹനം. ഇനി തന്മാത്രകൾ ചലിച്ചില്ലെങ്കിലോ? ചാലനം. ചാലനം എവിടെയാണ്? ഖരപദാർത്ഥങ്ങളിലാണ്. വികിരണമോ? മാധ്യമം വേണ്ട, സൂര്യപ്രകാശം ഭൂമിയിലെത്തുന്നത്, അതുപോലെ തന്നെ ഇൻക്യുബേറ്ററിൽ വെച്ച് മുട്ട വിരിയിക്കുന്നത്. ഇതാണ് ഇതിന് ഉദാഹരണം. ഓക്കെ, സോ നമ്മുടെ സെക്ഷൻ വൈൻഡപ്പ് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സും ആണ് നമ്മൾ പറഞ്ഞു പോയത്. നിങ്ങളിത് ഉറപ്പായിട്ടും കാണുക. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ് വിഷസ്. താങ്ക് യു ഓൾ.